ഹരിത പച്ചാപ്പ് അത് ഇതെന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ഫേമസ് ആയിട്ട് ഞാൻ എപ്പോഴും നോട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു കോട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഹരിതാപവും പച്ചപ്പും മാത്രമൊന്നുമല്ല, നമ്മൾ ആ ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് വായനശാലകൾ കാണാൻ പറ്റും. അതിനകത്ത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഈവൻ ഇൻ്റർനാഷണൽ ടോപ്പിക്സ് വരെ ഡിസ്കസ് ചെയ്യുന്ന പല പല ഡിസ്കഷൻ ഗ്രൂപ്പ്സുകൾ, ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ കാണാൻ പറ്റും. അവിടെ കുറേ ചായക്കടകൾ കാണാൻ പറ്റും. അതിനകത്ത് വലിയ ഡിസ്കഷൻസ് നടക്കുന്നത് കാണാൻ പറ്റും. മ്യൂലറിൻ്റെ ഒരു 3 years കഴിയുന്ന സമയത്ത് ഈ ഒരു കൾച്ചർ നമുക്ക് ക്യാമ്പസിനകത്ത് കാണാം. എവിടെ നമ്മുടെ ഇഷ്ടമുള്ള ടെക്നോളജി അല്ലെങ്കിൽ ഇഷ്ടമുള്ള അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് ചെറിയ ചെറിയ ലേണിംഗ് സർക്കിൾസായി നമ്മുടെ സ്റ്റുഡൻസ് സംസാരിക്കുകയും എന്ത് അപ്ഡേറ്റ്സ് ആണെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു കൾച്ചർ നമ്മൾ ഇന്നിവിടെ ഡെവലപ്പ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ശരിക്കും നമ്മൾ ഒറ്റയ്ക്കൊന്നും ആയിരുന്നില്ല. ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, ക്യാമ്പസിനകത്തുനിന്ന് കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ സെലിബ്രേഷൻ ഓഫ് 3 years എന്ന് പറയുന്നത്. സോ ഈ ജേർണിയിൽ ഇവരൊന്നും അല്ലാതെ നമുക്കറിയാം ഈ സോഷ്യോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ടെക്നോളജി വെച്ച് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആരോൺ സ്വാട്സിൻ്റെ സ്റ്റോറി നമ്മളെപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ആരോൺ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇൻ്റർനെറ്റ് സോൺസ് ബോയ് എന്ന് പറയുന്ന ആരോൺ ചേട്ടൻ വാസ് ഓൾവേസ് ദർ ടു ഹെൽപ്പ് അവർ സ്റ്റുഡൻസ് ടു ഗൈഡ് ത്രൂ ഓൾ ദ പ്രോസസ്സ്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ജേർണിയിൽ നമ്മളെപ്പോലെ സ്വപ്നം കണ്ട് വലിയ വലിയ ചേഞ്ചസും റെവല്യൂഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട് ഒത്തിരി സ്വപ്നം കണ്ടിരുന്ന 2 പേരും നമ്മുടെ കൂടെ ഇല്ല. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദാറ്റ്, പവൻ ആൻഡ് എബ്രഹാം. സോ എനിക്കൊന്ന് ഒരു 10 months ബിഫോർ നമ്മൾ എപ്പോഴും എൻജിനീയറിംഗ് കോളേജസ് ആയിരുന്നു നമ്മുടെ മ്യൂലറിൻ്റെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ക്യാമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ എന്താ പറയുക പാർട്ടിസിപ്പേഷൻ വളരെ ലോ ആയിരുന്ന സമയത്ത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു മെൻറ്റർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ഞാൻ പഠിച്ചിരുന്ന കോളേജിനകത്ത് കമ്മ്യൂണിറ്റി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അക്ഷയ് ഒരു കാര്യം ചെയ്യോ, അവിടെ പോയിട്ട് നമുക്കൊരു ക്യാമ്പസ് ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കാമെന്ന് ചോദിച്ചു. സോ ഐ വെൻറ്റ് ദർ ഫ്രം ഹിയർ ടു കോട്ടയം മാർ അഗസ്റ്റിനസ് കോളേജ് എന്ന് പറഞ്ഞിട്ട്. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ദേ ആർ നോട്ട് ദാറ്റ് എക്സ്പോസ് ടു ടെക്നോളജി. നോർമലി നമ്മളിവിടെ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജസിനൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്രൗഡായിരുന്നു. അവിടെ എല്ലാവരെയും കണ്ടിൽ ഭയങ്കര ക്യൂരിയോസിറ്റി കാണായിരുന്നു. ദർ ഇസ് ലൈക്ക് അവർ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ആ ഒരു സെഷൻ കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട്. കാരണം അതിനകത്ത് ദേ ആർ ലൈക്ക് വെരി ഷുവർ ദേ വിൽ ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്രൗഡിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആയിട്ടൊക്കെ അവർ ഡിവൈഡ് ചെയ്തു. സോ ദേ ആർ ലൈക്ക് UI/UX, കുറച്ച് ഡിസൈൻ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ പല പല ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ആൻഡ് ദർ വാസ് ദിസ് ഗൈ പവൻ എന്ന് പറഞ്ഞിട്ട്. സോ ഹി വാസ് ഇൻ ടു ദ UI/UX ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് വളരെയധികം ക്യാമ്പസിൻ്റെ ചാപ്റ്ററിനകത്താണെങ്കിലും മ്യൂലറിൻ്റെ ഡിസ്കോഡ് സെർവറിലും ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ ഇറ്റ്സ് നോട്ട് വിത്ത് അസ് എനിമോർ. സോ ഐ എം ഇൻവൈറ്റിംഗ് അവിടുത്തെ ഫാക്കൽറ്റീസ് ആൻഡ് സ്റ്റുഡൻസ് ജസ്റ്റ് ടു ഗെറ്റ് ഇൻ ടു ഹിം. Thank you. A warm good morning to all. Myself, Sunil K. Joseph, Assistant Professor, മാർ അഗസ്റ്റിനസ് കോളേജ്, രാമപുരം. ഞാൻ പാല എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് രാമപുരത്താണ് ഞങ്ങളുടെ കോളേജ്. മാർ അഗസ്റ്റിനസ് കോളേജ് എന്ന് പറയുന്ന ഒരു ആർട്സ് ആൻഡ് സയൻസ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അപ്പോൾ അക്ഷയ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് മ്യൂലേൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് ഞങ്ങളുടെ തന്നെ ഒരു അലുമിനിയാണ്, നിതിൻ എന്ന് പറയും. നിതിൻ ആണ് എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇങ്ങനെയൊരു സംഭവമുണ്ട്. എനിക്കത് കേട്ടപ്പോഴത്തേക്കിനും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. കാരണം ഞാൻ പഠിപ്പിക്കുന്നത് BCA സ്റ്റുഡൻസിനെയാണ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസ്. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെയാണ് ഇവർ പഠിക്കുന്നതെങ്കിലും ദേ ആർ ലാക്കിങ് സംതിങ്. അവർ പലപ്പോഴും ഒരു ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും അവർ ഇൻഡസ്ട്രിക്ക് റെഡി ആവുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും സംശയം തോന്നാറുണ്ട്. നമ്മുടെ സിലബസ് അവർ പഠിക്കുന്നത് സിലബസ് ഇൻഡസ്ട്രിക്ക് സഫീഷ്യൻ്റ് ആണോ എന്ന് എപ്പോഴും എൻ്റെ ഉള്ളിൽ. കാരണം അവർ പഠിപ്പിക്കുന്നത് നമ്മുടെ
കറണ്ട് ട്രെൻഡുകളും ഒക്കെ ആയിട്ട് നോക്കുമ്പം കണ്ടമാനം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസൊക്കെയാണ് അവർ പഠിക്കുന്നത്, ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പം നിതിൻ്റെ ഈ MuLearnൻ്റെ ഒരു കൺസെപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇത് കുട്ടികൾക്ക് സ്വയം ഡെവലപ്ഡ് ആവാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ MuLearn പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. They are introduced to the latest technologies which are used in the industry. അപ്പം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് മാറണമെന്ന് താല്പര്യം തോന്നുന്ന ഏതൊരു കുട്ടിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റഡ് ഡൊമൈനിൽ നൽകിയിരിക്കുന്ന വെറൈറ്റീസ് ഓഫ് കോഴ്സ് ടാസ്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപയോഗിച്ച് അവർക്ക് സെൽഫ് ലേണിംഗ്, അതുപോലെ തന്നെ ഒരു പിയർ ലേണിംഗ് കമ്മ്യൂണിറ്റിയൊക്കെ ഫോം ചെയ്ത് അവർക്ക് പഠിക്കാനും ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആകാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇത് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ 12th വരെ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ഒരു ആളായിരുന്നു. അധികം ആരുമായിട്ട് മിങ്കിൾ ചെയ്യത്തില്ല. പക്ഷേ അവൻ ഈ MuLearn കമ്മ്യൂണിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൻ ബേസിക്കലി നല്ല ഒന്നാന്തരമായിട്ട് പടം വരയ്ക്കുന്ന ആളാണ്. അവൻ ആനിമീസിൻ്റെ ഒക്കെ വലിയ ഫാനാണ്. അപ്പോൾ നല്ല രീതിയിൽ ആനിമീസൊക്കെ അവൻ വരയ്ക്കും. അപ്പോൾ ഈ ഞങ്ങൾ ഓറിയൻറ്റേഷൻ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൻ ഈ UI UXൻ്റെ ഡൊമൈനിലാണ് അവൻ ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവന് ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് വളരെ വേഗം അവൻ അഡോപ്റ്റ് ചെയ്യുകയും നല്ല രീതിയിൽ അവൻ മുന്നോട്ട് എല്ലാ കാര്യങ്ങൾക്കും വരികയും മറ്റു കുട്ടികളെ അതിൽ ജോയിൻ ചെയ്യിപ്പിക്കാനും ഇതിൻ്റെ പാർട്ടാക്കി മാറ്റാനും ഒക്കെ അവൻ മുൻകൈ എടുക്കുന്ന ഒരു മാറ്റം നമുക്കവിടെ കാണാൻ സാധിച്ചു. പിന്നീട് ഞങ്ങളുടെ എക്സിക്കോം ഫോർമേഷനിൽ അവൻ ക്രിയേറ്റീവ് ലീഡായിട്ട് അവനെയാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് ഞങ്ങളുടെ ക്യാമ്പസിലെ MuLearn ക്യാമ്പസ് ചാപ്റ്ററിനെ ഡ്രൈവ് ചെയ്യുന്നതിൽ ഒരു മെയിൻ ഫോഴ്സായിട്ട് പ്രവർത്തിച്ച ഒരു സ്റ്റുഡൻ്റാണ് പവൻ എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ ഈ ചെറുപ്രായത്തിൽ അവനൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ കഴിഞ്ഞ ആഴ്ച ആണ് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഞങ്ങൾക്ക് മാർഗസിനസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളവും കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങളുടെ ക്യാമ്പസ് ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തീരാ നഷ്ടം തന്നെയാണ്. എൻ്റെ അകത്ത് ഒരു സംശയമില്ല. ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു വേദിയിൽ ഇപ്പോൾ അവനെ അനുസ്മരിക്കാനും ഇങ്ങനെ അവനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ഷെയർ ചെയ്യാനും ഒരവസരം തന്ന MuLearnനും GTechൻ്റെ എല്ലാ ഭാരവാഹികൾക്കും മാർഗസിനസ് കോളേജിൻ്റെ പേരിലും ഞങ്ങളുടെ MuLearn ക്യാമ്പസ് ചാപ്റ്ററിൻ്റെ പേരിലുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ ക്യാമ്പസ് ലീഡ് ക്രിസ്റ്റോയെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളുടെ സാറ് പവനെക്കുറിച്ച് പറഞ്ഞു. ക്യാമ്പസ് ചാപ്റ്ററിലൊക്കെ അവൻ നല്ല ആക്റ്റീവായിരുന്നു. അതുപോലെ തന്നെ ആദ്യം തുടങ്ങിയ സമയത്ത് തൊട്ട് തന്നെ അവൻ ആക്റ്റീവായിരുന്നു. അവന് കുറേ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ UI UXൻ്റെ ലീഡായിരുന്നു. ഇതിന് ശേഷം ഡിസൈൻ ഫീൽഡിലോട്ട് പോകണമെന്നൊക്കെയായിരുന്നു അവൻ ആഗ്രഹം. അതുപോലെ തന്നെ വലിയ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു അവന്. അതുപോലെ തന്നെ സാറ് പറഞ്ഞു 12 വരെയൊക്കെ അവൻ ഇൻട്രോവേർട്ടായിരുന്നു. പക്ഷേ കോളേജിലേക്ക് വന്ന ശേഷം അവൻ എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യാനും അതുപോലെ തന്നെ ക്യാമ്പസ് ചാപ്റ്ററിൽ മെയിനായിട്ട് എന്നാ ഇവൻറ്റ്സ് നടത്തിയാലും അവനായിരുന്നു മെയിനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതും എല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. എന്തു പറഞ്ഞാലും അവൻ ചിരിച്ചുകൊണ്ട് ചെയ്യാമെന്നൊക്കെ പറയും. എന്നിട്ട് അതുപോലെ തന്നെ ഉത്തരവാദിത്തോടെ ചെയ്യും. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് ഞാൻ BCA ആയിരുന്നു, അവൻ BCA-B. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവനെക്കുറിച്ച് അറിയുന്നത് പവൻ എന്ന് പറഞ്ഞ പേര് കേൾക്കുന്നത് ഞങ്ങളുടെ ടീച്ചർ ഒരു തവണ ഞങ്ങളുടെ ക്ലാസ് ലീഡറോട് ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് അവനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴാണ് ആദ്യമായിട്ട് അവനെക്കുറിച്ച് അറിയുന്നത്. പിന്നീട് അതിനുശേഷം അവൻ MuLearnൽ ചേർന്നു.
അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ MuLearn ക്യാമ്പസ് ചാപ്റ്റർ നന്നായിട്ട് ആക്റ്റീവ് ആക്കാനായിട്ടൊക്കെ അവൻ നന്നായിട്ട് എപ്പോഴും കൂടെ നിൽക്കുമായിരുന്നു. അതിനുശേഷം YIPയുടെ സമയത്തും എല്ലാത്തിലും അവൻ ആക്റ്റീവായിരുന്നു. YIPയുടെ ഓറിയൻറ്റേഷൻ എടുത്തതും അതുപോലെ തന്നെ 5.0 6.0 എല്ലാം ഓറിയൻറ്റേഷൻ എടുത്തൊക്കെ അവനായിരുന്നു. അതുപോലെ തന്നെ അവൻ മെയിനായിട്ട് UIUXൽ ഞങ്ങളുടെ ക്യാമ്പസ് ചാപ്റ്ററിനകത്ത് പോലെ തന്നെ ബാക്കി ക്യാമ്പസിലെ ആൾക്കാരൊക്കെ ആയിട്ട് അവന് നല്ല നെറ്റ്വർക്കൊക്കെ ഉണ്ടായിരുന്നു. UIUXന് ഓഫീസ് അവറിൽ ഇഷ്ടംപോലെ ആൾക്കാരോട്ട് പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പസിൽ മാത്രമല്ല ബാക്കി ക്യാമ്പസുകളിലും അവനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ബൈക്ക് ആക്സിഡൻറ്റിലായിരുന്നു അവൻ ഞങ്ങളുടെ അടുത്തു നിന്നൊക്കെ വേർപിരിഞ്ഞത്. അപ്പം ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഹെൽമെറ്റ് ധരിക്കുക. ഇപ്പം അതൊക്കെ എല്ലാവരും എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, വീണ്ടും പറഞ്ഞാലും ഹെൽമെറ്റ് ധരിക്കുക. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ മക്കളൊക്കെ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ബൈക്ക് മേടിക്കുന്ന സമയത്ത് അവരോട് അതിനെക്കുറിച്ച് ഓടിക്കേണ്ട നിയമങ്ങൾ പാലിക്കാനായിട്ടൊക്കെ ബോധവൽക്കരണം കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അവൻ ആദ്യമൊക്കെ ഇൻട്രോവേർട്ടായിരുന്നു പറഞ്ഞു. അതുപോലെ നമ്മുടെ ഇടയിൽ ഇഷ്ടംപോലെ ഇൻട്രോവേർട്ടുള്ള ആൾക്കാരുണ്ട്, അവരെയൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കോളേജിൽ വന്ന സമയത്ത് ആദ്യമൊക്കെ അവൻ പുറകോട്ടായിരുന്നെങ്കിലും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്തു, എല്ലാവരും അവനോട് പോയി സംസാരിച്ചു, അങ്ങനെയൊക്കെ അവൻ മുമ്പോട്ട് വന്നു. അപ്പോഴാണ് അവൻ്റെ കഴിവുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ നല്ല കഴിവുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഇൻട്രോവേർട്സായിട്ട് പിന്തള്ളപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഇപ്പം അവൻ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളായിരുന്നു. ഞങ്ങളെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഈവൻ നോൺ ടീച്ചിങ് സ്റ്റാഫ്സിന് വരെ അവനെ അറിയായിരുന്നു. അത്രയധികം ആക്റ്റീവായിരുന്നു അവൻ. എല്ലാ കാര്യങ്ങളും അവൻ ഇടപെടുമായിരുന്നു. എല്ലാത്തിലും അവൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള അവന് വേണ്ടിയിട്ട് അവൻ്റെ ഓർമ്മ നിലനിർത്താനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൾ പറഞ്ഞത് അവനിങ്ങനെ ഞങ്ങളുടെ കോളേജിൽ ഒരു സ്പോർട്സിൻ്റെ ക്ലബ്ബ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് അവൻ ലാസ്റ്റ് ദിവസം കൂടെ അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പം അങ്ങനെ ഒരു ക്ലബ്ബ് ഞങ്ങളുടെ കോളേജിൽ തുടങ്ങാനായിട്ട്, അവൻ്റെ പേരിൽ തുടങ്ങാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. ഡിസ്കോഡിൽ ഏത് സമയത്ത് ഏത് ഇവൻറ്റ് നടത്തിനാലും എല്ലാ ആഴ്ചയും നമ്മൾ ഓഫീസ് അവേഴ്സ് നടത്തുന്ന സമയം ഹി വാസ് എ പേഴ്സൺ എവ്രിവെയർ, എപ്പോഴും ഡിസ്കോഡ് സെർവറിലൊക്കെ ഉണ്ടായിരുന്നു. സോ വി ആർ റിയലി ഗോണ മിസ് യു. ആൻഡ് ഓൾസോ ദർ വാസ് ദിസ് യങ് വൈബ്രൻറ്റ് ബോയ് എബ്രഹാം എന്ന് പറഞ്ഞിട്ട്. സോ ഐ നോ ഹിം ഫ്രം എൻ്റെ കോളേജ് ടൈം തൊട്ട് എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് സ്റ്റുഡൻറ്റ് ഡെവലപ്പർ സൊസൈറ്റി തൊട്ട് ഹി വാസ് എ ഡെബിയൻ ഡെവലപ്പർ ആയിരുന്നു. ഇതുപോലൊരു ഡെബിയൻ കോൺഫറൻസിൽ 2023 കോൺഫറൻസിൽ വി ലോസ്റ്റ് ഹിം. സോ എബ്രഹാമിൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇൻവൈറ്റിംഗ് ദം ടു ദി സ്റ്റേജ്. ഗുഡ് മോർണിംഗ് എല്ലാവരും. നമ്മൾ ഒരു ഡെബിയൻ്റെ ഡെബുത്സവ് എന്ന് പറഞ്ഞ കൊച്ചിയിൽ ഒരു കോൺഫറൻസ് നടക്കുമ്പോഴാണ് ആദ്യമായിട്ട് അബ്രഹാമിനെ മീറ്റ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഡെബിയൻ പ്രൊജക്റ്റിൽ കൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വളരെ സമയം നമ്മൾ ചാറ്റ് വഴി ഇൻട്രാക്ട് ചെയ്യുമായിരുന്നു. പലപ്പോഴും രാത്രി വളരെ ലേറ്റ് ആവുന്നത് വരെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഇവിടെ പല ഈവൻറ്റ്സ് നടക്കുമ്പോഴും അതിന് എല്ലാം ഗ്രാഫിക്സ് അതുപോലെ ഡിസൈനിങ് വർക്കെല്ലാം അബ്രഹാമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഡെബിയൻ്റെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് എല്ലാ വർഷവും പല രാജ്യങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ബിഡ് ചെയ്ത ടീമിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കൊസോവോയിൽ 2022 ഡെബ് കോൺഫ് നമ്മൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വർഷം ഇവിടെ കൊച്ചിയിലായിരുന്നു ഡെബ് കോൺഫ് 23 നടന്നത്. അതിൻ്റെയും കോർ ടീമിൽ ഉണ്ടായിരുന്നു.
ഡിസൈൻ വർക്കെല്ലാം ചെയ്തിരുന്നു. വെബ്സൈറ്റ്, അതുപോലെ ഈ ടീഷർട്ട് അബ്രഹാം ഡിസൈൻ ചെയ്ത ടീഷർട്ടാണ്. വളരെ യങ് ഏജിൽ തന്നെ ഒരു ഡെബിയൻ ഡെവലപ്പറായി. അന്ന് ഇന്ത്യയിൽ 15 ഡെബിയൻ ഡെവലപ്പേഴ്സിൽ ഒരാളായിരുന്നു. ലോകത്ത് അറൗണ്ട് 1000 ഡെബിയൻ ഡെവലപ്പേഴ്സാണുള്ളത്. അതുപോലെ തന്നെ ഒത്തിരി ആളുകളെ ഫ്രീ സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരാനും ഒക്കെ അബ്രഹാം മുന്നിലുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് ചെയ്യേണ്ടിയിരുന്നായിരുന്നു, പക്ഷെ നമുക്ക് അതിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ അബ്രഹാമിനെ പറ്റി സംസാരിക്കാൻ ഇവിടെ അവസരം തന്ന എല്ലാവർക്കും നന്ദിയും സ്നേഹവും പറയുന്നു. ഞാൻ ശ്രുതി, ഡെബിയൻ ഡെവലപ്പറാണ്. ഇപ്പോൾ പറഞ്ഞ ഡെബ് കോൺഫിൻ്റെ ചീഫ് ഓർഗനൈസറായിരുന്നു. അതിൻ്റെ നമ്മളൊരു 3-3.5 വർഷം ഒരു എന്താ പറയണേ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നൊരു കോൺഫറൻസ് ആയിരുന്നു അത്. അതിനകത്ത് വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ്. ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. എന്തൂസിയാസം കാരണം തന്നെ ഞാനും അവനും ഒരുപാട് പ്രാവശ്യം ഓവർ ഇതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് ഉടക്കിയിട്ടുണ്ട്. ഹി വാസ് ഭയങ്കര ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണായിരുന്നു. അത് ഞങ്ങളുടെ ആ കോൺഫറൻസിൻ്റെ മിഡിൽ വെച്ചിട്ട് അവനെ നഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്കൊരു പിന്നെ ആ കോൺഫറൻസ് ആർക്കും പിന്നെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒരു 100 കൺട്രീസിൽ നിന്ന് വന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും പിന്നെ അത് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യണമെന്നില്ല. പക്ഷേ വന്നതുകൊണ്ട് തന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു ഇതിലായിപ്പോയി. പിന്നെ നമ്മൾ ആ ഒരു ഡ്രീം നമ്മളെല്ലാം ഒരുമിച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവനെ നഷ്ടപ്പെട്ടപ്പോൾ ഒരു ഭയങ്കര ഒരു ഷോക്കായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. കോളേജ് കളിൽ പോവുക, പരിപാടികൾ നടത്തുക, മീൻസ് ഒരു കോളേജ് സ്റ്റുഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള നല്ലൊരു കഴിവുണ്ടായിരുന്നു അവന്. അതായത് ഞാൻ അവൻ ഓർഗനൈസ് ചെയ്ത പല ഇവൻറ്റ്സിലും ഞാനും പോയിട്ടുണ്ട്. ഞാൻ ഓർഗനൈസ് ചെയ്തതിൽ അവനും വന്നിട്ടുണ്ട്. പക്ഷേ അവന് യൂത്തിനിടയിൽ മീൻസ് കോളേജ് സ്റ്റുഡൻസിനിടയിൽ ഉണ്ടായിരുന്ന ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് മനസ്സിലായത് അവനെ നഷ്ടപ്പെട്ടപ്പോഴാണ്. അതായത് അവൻ പോയതിന് ശേഷം പിന്നെ ആ കോൺഫറൻസിൽ ഉണ്ടായിരുന്ന മിക്കവാറും കോളേജ് സ്റ്റുഡൻസിൻ്റെ കുറേ പേര് പറയണത് ഞങ്ങൾ അബ്രഹാമിൻ്റെ ത്രൂ ആയിരുന്നു വന്നത്. ഭയങ്കര ഒരു ഇതായിരുന്നു. സോ എന്തായാലും ഈ ഒരു അവസരത്തിൽ കുറേ യങ് ആളുകൾ കൂടുമ്പോൾ അവൻ ഇതുപോലെ ഫ്രീ സോഫ്റ്റ്വെയറിന് വേണ്ടി കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നത് പോലെ ഇപ്പം ഇങ്ങനൊരു ഇതിൽ അവനെ ഓർമ്മിക്കുന്നതിൽ സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. പവനും എബ്രഹാം അല്ലെങ്കിൽ അരുൺ ചേട്ടനും ഒക്കെ പോലെ ശരിക്കും മ്യൂലറിൻ്റെ അകത്തുള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ദേ ആർ വെരി ക്യൂരിയസ്. എപ്പോഴും ഒരു ക്യാമ്പസിനകത്തുനിന്ന് അല്ലെങ്കിൽ ഇത്രയും വരുന്ന സ്റ്റുഡൻസിനകത്തുനിന്ന് ഒരു ക്രീം ഓഫ് സ്റ്റുഡൻസ് എല്ലാവർക്കും എന്തൊക്കെയോ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യണം എന്നുള്ള ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് ആണ് നമുക്ക് മ്യൂലറിനുള്ളത്. അപ്പോൾ ഇവരുടെ ഡ്രീംസും ഇവരുടെ ഓരോ ആഗ്രഹങ്ങളും അവിടെ തീർന്നു പോവാതെ ശരിക്കും ഇറ്റ്സ് ഇൻ അവർ ഹാൻഡ്. സോ വി ഹാവ് ടു ബി ദ എക്സ്റ്റെൻഡഡ് ഹാൻഡ്സ് ഫോർ ദം. സോ ഫ്രം ദാറ്റ് അവരുടെ എല്ലാം സ്വപ്നങ്ങളും കൂടി നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് സോ വി ആർ ഹിയർ ഫോർ MuLearn 3.0. സോ ഇൻവൈറ്റിംഗ് Sri Kumar V, Secretary of GTech and Central Head at Tata Elxsi for the for the welcome speech. Good morning. So, ഒരു കൂട്ടായ്മയിൽ കൂട്ടുകാരെ അനുസ്മരിച്ചുകൊണ്ട് തുടങ്ങുന്നത് മറ്റെന്തിനേക്കാളും ശുഭകരമാണെന്ന് വിശ്വസിക്കുന്നു. Over the next 3 days, it's going to be a lot of activity here. Typically, as always with MuLearn, it will involve all the young minds here, the new
fresh young minds who will work together over the next 3 days to make this event a very memorable one. Today, when we start off the events here today, we have some very distinguished people along with all of you to kick off the activities. MuLearn has always been a platform or a means of collaboration between industry and academia. I think world over, academia and industry has coexisted wherever we see industrial revolutions happening in large scale. But in India, we have always been separated. പലപ്പോഴും ദീപു പല ഒക്കേഷൻസിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. ടെക്നോ പാർക്ക് തുടങ്ങിയത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു മതിൽ കെട്ടി നമ്മൾ യൂണിവേഴ്സിറ്റിയെ പുറത്താക്കുകയും തോക്ക് പിടിച്ച പോലീസുകാരെ കാവലിൽ നിർത്തുകയും ചെയ്തു, ആരെയും അകത്തോട്ട് കയറ്റാതെ. അപ്പോൾ ദി വെരി വിഷൻ വാസ് ഡാമേജ്ഡ് ഫ്രം ദി ബിഗിനിങ്. പക്ഷേ ഈ തോക്കിനും കാവലിനും മതിലിനുമൊക്കെ മേ ബി ദർ ആർ ലോട്ട് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഓർ ലോട്ട് ഓഫ് റീസണിങ് ഫോർ ദാറ്റ്. To open up and collaborate and work together, we have strived through MuLearn. ഞങ്ങൾ ജിടെക്കിൽ നിന്ന് ജിടെക്കിൻ്റെ അക്കാഡമിയ ആൻഡ് ടെക്നോളജി ഫോക്കസ് ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്ന ദീപുവിൻ്റെ ടീമും നിങ്ങൾ ഓരോരുത്തരും ഈ MuLearnന് വേണ്ടി നിങ്ങളുടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്യുകയും when you come up with lot of activities, lot of new initiatives, lot of vibrancy inside that ecosystem. പല സമയത്തും ഈ MuLearn, when we present it to people who come from outside the state or outside the country, it's been an overwhelming experience. ഒരെണ്ണം പറയുകയാണെങ്കിൽ ഒരു 6-7 മാസം മുമ്പ് there was a team from the World Bank which came to Kerala. The team actually came to Kerala to tour different parts of Kerala to find out or evaluate the lending options for Kerala or the projects which are apt or suitable for their support. അങ്ങനെ ഒരു പ്രാവശ്യം അവർ ടെക്നോ പാർക്കിൽ വന്നു. We had our core team of MuLearn and GTech had a very small session with them. And after the session and after the presentation on MuLearn, the leader of the team told us, I've traveled to almost every country in the world, but have not seen anything like this before. This is unique. അങ്ങനെയാണെന്ന് ഞങ്ങളും വിചാരിച്ചിരുന്നില്ല. പക്ഷേ when it comes to my person like him, it was very, very heartening and very rewarding for him. So such a beautiful combination of young talents and young minds working together. ഒരു കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ MuLearnലെ മെമ്പേഴ്സിനും അവരുടെ ആക്ടിവിറ്റീസൊക്കെ കാണുമ്പോൾ I used to look back on the days when I came out of college. These are miles apart or these are extremes. അന്ന് ഞങ്ങൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ആലോചിക്കാനോ അങ്ങനെ ഒരു തിങ്കിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. But today you youngsters start thinking about all these out of the box ideas and trying to be entrepreneurs, trying to bring in technology, അതിൻ്റെ ഇന്നോവേഷൻസിനെ കുറിച്ച് സംസാരിക്കുക, അതിനെക്കുറിച്ച് ആലോചിക്കുക, കൂട്ടായി പ്രവർത്തിക്കുക. അന്നൊക്കെ കൂട്ടായി പ്രവർത്തിച്ചിരുന്നത് ആർട്സ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസിന് മാത്രമായിരുന്നു. We never got together to discuss technology or discuss the options and avenues and possibilities and opportunities in technology and engineering. അപ്പം ഇന്നിപ്പോൾ അങ്ങനെ ഒരു വലിയ കൂട്ടായ്മ നമുക്ക് ക്യാമ്പസുകളിൽ നിന്ന് ക്യാമ്പസുകളിലേക്ക് ചാപ്റ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്നു. And it all comes as volunteering work led by very young, enthusiastic youngsters, industry leaders. This was never imaginable when we all came out of college. So this is something which is happening as a revolution from this part of the geography, which will spread to other areas. It's already started spreading and collaborating with other geographies in India and abroad. And I'm sure in the coming years and months, this is going to be a large-scale activity spread out into the campuses, into the industrial parks, and into the industry all over. Without taking much time, let me come to my formal responsibility of welcoming all of you here. Before I welcome the distinguished guests, I would like to welcome the entire MuLearn team first here.
the team of students, faculty members, and all the volunteers and members who work for work day in, day out for MuLearn. A hearty welcome for all of you. We have Sri Richard Anthony. Richard Anthony is the India operations leader of Ernst & Young. He is a national leader for Ernst & Young, but based out of Trivandrum. Long years behind him, a very experienced professional. Richard, welcome to this event. Deepu need not be welcomed. He is always there. So, but formality, for the sake of formality, Deepu, welcome to this session. Ajish Achyutan, co-founder and CTO of Open Financial Technologies, is a guest here today. He's been associated with the activities for some time now. Ajish, welcome here. Thank you. We have our partners here, Estep, Pathway, Beacon, Tilt Labs, IEEE, Kites, Open. All the partners, let me take this opportunity to extend a heartfelt welcome here. We have Professor Saju, who has come here to do the felicitations. Welcome, sir. Raja Rahim is always a partner of MuLearn. He's been an active member and partner from the day one. Raja also, let me welcome to this event. We have representatives from the GTech. Vishnu is here representing GTech. All other members of GTech Secretariat plus GTech industry members. As we progress through this day and over the next few days, we'll have other members of GTech also joining in appropriate sessions. So let me conclude by welcoming all of you, all the faculty members from different colleges, from different institutions, all the student members, the MuLearn chapter members, and other members who have come from outside the student community here and the academia to this 3-day event here. Let us all together make this event a grand success. Thank you and wishing all the best. Thank you, Sri Kumar. Inviting Richard Anthony, Vice Chairman of GTech and Director at EY, for the keynote address. Good morning, everybody. So as I was coming inside, I was telling Sri that I feel a different vibrancy, right? So my beard, being salt and pepper, doesn't show my age, I hope. But when I come here, I feel young. Why? Because there is a sense of vibrancy in the room. So good morning to all of you all once again. Good morning. That's better. At the outset, my heartfelt condolences to our two colleagues who is no more with us, but they have left an impression with us. And that's what our lives on earth is, that we leave an impression on people, we leave an impression on our community, we leave an impression about the society that we belong to. A brief history back. So at one time I was like you, a young person, very naughty, not a good academist, I would say. So I flunked in my first year engineering, as I did. And I didn't know why, but my professors did know why, because I was not so great at academics. I was great at other things, and football was my love, right? So more than the classroom, I used to be on the field. But over a period of time, post the first jolt, I realized that it is very important that we contribute back and be visible. So even in our organization, I say to the youngsters, you can choose to be quiet, but if you display your abilities, people around you notice you. So our friend, colleague said the word introvert, and I do not believe there is a word called introvert, because it's one's own choice, right? So it's one's own choice that we choose to keep quiet because of maybe a fear,
because of maybe a fear of self, maybe a fear of people around us. But that easily is removed when you display your true self and everything that we have inside us. MuLearn, a fantastic initiative. Happy to be part of GTech, sponsoring MuLearn, hand-holding MuLearn. And I truly believe that it has a very great potential, not only in the state of Kerala, but in many other states across India. And if I talk about MuLearn and my interactions with Sri and Deepu, I can see a lot of passion. And when Deepu speaks, it's like Rajdhani Express, right? Wanting to tell and tell about MuLearn, tell about its members, talk about new things that is done. And sometimes I say to Deepu, stop, slow down, because I have only 2 years to hear, and that's how the passion is. So I truly believe that MuLearn is a passion-filled organization, and the passion comes from students and community members of MuLearn itself. The core fundamental of MuLearn, and I've been told again and again by Deepu that please remember it's not a training institution, right? It is a peer learning group, and mentors, coaches, friends are all helping in the journey of learning. So I was thinking about, and we had in our learning and department in EY, we had so much traditionally structured, I would say, right? And in many of the corporates, it's there. So now with Zoom and COVID coming, we are forced into virtual, right? And I'm saying forced into virtual because there was no other choice. And now that virtual is there, we have sort of adopted it and adopted it more from a perspective that it's a necessity rather than a choice. Now that we are in this community, it has also expanded the world of learning, right? And even as we work in organizations, the first thing that we constantly face is we want to try to get people to office, right? We want them to come to the office, but they're not willing to, right? Quite simply because today's generation, as I call, they are outcome-based. You tell us what to do, we will get it done, and we will get it done in 3x speed that you want, right? So typically that's the pace of what learning has included. And in traditional setups, it is collapsing totally, because if I try to get 20 people, I'm just talking 20 people in a training lab, I will only get 5. So what does the training instructors do? They invite 50. And so somehow 10 come. So that's how the change is. What I want to today talk to you is about the current generation and the learning. So we call the current generation as Generation Alpha, right? So you've heard the word alpha, you've heard the word, meaning to be like the leader or the leader of the pack, as I call it, right? And that's how this generation is coined out to be by the industry leaders. So these are people who are born in the last 10, 20 years, and pretty much I think in the room, a lot of them would fall into that category of saying 20 to 30. So what does Generation Alpha need, right? Does it need traditional coaching? Does it need hand-holding? Does it need to be told how to do things, how to use technology? For example, if I have to teach using WhatsApp to my father or to my uncle, I don't have to teach WhatsApp or any of the technology for that matter to any of the youngsters today. They will teach it back to me. So today, firstly, Generation Alpha is using technology as their native language. So it is out there, we know it, right? We just have to use it. And they are more comfortable
using these technologies, digital innovations, whether it's devices that they have. Secondly, the Generation Alpha is accustomed to interactive learning. So gone are the days where I do tailored presentation, I would see half of the members in the class sleeping, or half of the members in virtual groups on video off. So we have to push everybody, can you please, the video is there because we need to see you. Unfortunately, we are virtual, right? Then comes the excuses. Oh, the network is not right. Oh, my camera is not working. It simply signifies that the session is boring, right? And that's why they choose to keep it off. So Generation Alpha earns for interactive learning. They are more comfortable. The traditional lecture style is gone. And that is what we have to accept. All of them thrive on content that allows them to be active participants in the learning process. The third thing that the Generation Alpha wants is personalized learning experience, right? I have a youngster at home too, right? And I push them, oh, you have to study engineering, or you have to study something that can get you a job, right? They turn to me and say, why? I want to be a chef. Do you think a chef doesn't earn? Look at the Michelin star in New York or in Leela or anything, they earn more than an engineer. So they are so adapted to personalized learning, saying, I will learn what I want, right? So they choose with the help of technology, with the help of the mediums that are there. Fourthly, they are multitaskers, right? So they are impatient because they jump from one topic to the other and they quickly grasp it. Their ability to do multitasking is great. Lastly, they are totally connected. So I cannot say, like in this room, right, if most of the people that don't know each other will be the front row or the second row. But row behind, I'm pretty sure either through the break or through the sessions, they will get to know each other very quickly. Right? So they are able to break the connected barrier very fast. When we talk about the corporate, right, and because one day some of you may work in corporates, some of you may have your own organization, some of you may work with different institutions to help the ecosystem and social. But in the corporate world, I would speak, what is that the corporate world looks at? It looks at agility and continuous learning, right? And when I say agility, you have to adapt to the market quickly. Because what is out there yesterday is not what will be out there tomorrow. And as organizations focus on earning more revenue, right, they will always have to be agile, and so will the learner within the organization. It's a continuous learning process, empowering the employees to rapidly comprehend these new situations in work and learn. Upskilling, reskilling is given. Right? To the younger generation, I don't have to speak about upskilling and reskilling. But to native corporates, everybody has to learn a new skill. So today you may be in HR, tomorrow you may have to have in another team and another skill. And that skill has to be developed. Remote working and virtual training is the norm, as I spoke about. Gamification and interactive content, quite a lot. So we thought gaming and interactive sessions are only what youngsters would like to have. Actually, we find that it's more attractive to the generation behind, because for them to comprehend and understand what the fundamental concept is with their experience, it's easy with gaming. And they feel it's not the native because they are bored. They are also bored about everything that they have been taught about in the native way. Everything is about micro-learning. Nobody has a time to sit in a room for 20, 30 minutes, and I'm not saying even hours, right? So that's how the thing is. So bite learning is very important.
which means can you teach me something in 5 minutes? Rest I will learn and I'll come back to you if I have a query or I need to understand more, right? So micro learning is becoming more popular, and that is where organizations are also struggling to generate this content, because they are used to creating content for an hour. They are not used to creating content for 5 minutes. So what do they look at? They look at younger generations, Generation Alpha, saying, you know, this is the context, this is what we want to convey, can you help us create? And Generation Alpha just creates it in a snaps, comes back, mishmashes it, puts some music content, puts some super infographics, and there it is. So that's how we are tapping Generation Alpha for micro-learning. And everything is user content generated. So content today is very easy. ChatGPT is there. So if I have to say, prepare me a speech for MuLearn Generation Alpha, it will come, right? It will give you the content in 5 minutes. So access to content is become very easy. So it's not about the content anymore. It's about visualization. And visualization is also come into ChatGPT, where you say, but personalization is something that technology cannot do. Content personalization has to be the human today to say, what do I want to convey? What's the emotion I want to carry? And what is, and it won't be very long by which, it will be. Just yesterday, somebody forwarded me, a young coder forwarded me a conversation. And the conversation was between a patient and another person. Now, just because it was English language and there was a slight accent, I could understand that the other side is not human. Apart from that, the framing of sentences was so seamless, absolutely seamless, that if I did not pay attention to the verbiages there, I would say this is a human speaking to a human. And that's what we are coming to, right? So it's going to knock off a lot of these jobs in contact centers, in other things. So we will have to continuously keep evolving to stay ahead of the race. MuLearn is about peer learning, and that's my favorite way of learning, because peer learning means I can ask questions to somebody and not a superior, right? So we have this phobia about, if I ask my senior, maybe he will judge me, maybe he'll say, you don't know anything, but the fact is that he would not know it, right? So the best way to push away is, you don't know it. So peer learning breaks that boundary. Totally, there is no inhibitions. And so I would encourage, and I know MuLearning thrives on peer learning in the Discord platform, in everything that it does. But I think peer learning is developing the critical thinking skills, right? So there is no one solution to a problem anymore. There are multiple ways to attack a problem. It also interacts social. It promotes the social interaction, which means that if I have to talk to two people, I cannot be an introvert anymore, can I? Right? And that is what it promotes. So 2 people become 4, 4 people become 6, 6 people become 8, and that becomes a community. That's exactly what the core ethic of MuLearn is. It also provides new perspective. I'm not shy to counter-challenge you saying it is not this way. And that opens up that new perspective. Knowledge retention is superb in peer learning. No questions about it. If I have a conversation with a human being and I know these things and somebody has taught me, by discussion and dialogue, I remember that much more longer. So knowledge retention is definitely there. And typically, it bridges the gap between theory and practical, because people, in academia also, my colleague professor was there, and he would vouch for me is, professors have to change their way of teaching, right? At some point, the professor has to come to the level of the student, right, and interact with that. So we have this huge divide gap saying, if my professor has a white hair, I am shy to approach him, but not with any intention, but your personality is what will attract the youngsters, right? So
that is something that this generation is looking. They are looking for motivation. They are looking for boosting their recognition, right? So continuous motivation, a pat on the back, appreciating what they do, looking at there, and not you don't have to spend 20 minutes with them, right? It's 5 minutes looking at their deliverable and passing a comment. It's not a PhD or a thesis. But if you give a positive comment, it goes a long way with this. And so peer learning definitely is. So I would conclude by saying that I'm very happy to be here. I feel very energized to be here, right? And though I can see some people dozing, I'm thinking that I am boring, right? But, or maybe you're tired, but typically I'm saying use this opportunity that is out there with MuLearn. Use it to your benefit, because at the end of the day, what this organization will help you, or what this community will help you, is to develop yourself. And one day, when you are sitting or standing at this side of the podium, you will always remember how this community has provided you back. So thank you, and wishing all the success for MuLearn, for all, and thanks to all its coordinators, founders, practitioners, people on ground, because I think they're doing a fabulous job. I don't think we can do it from the corporate, but I think it helps the corporate world in a much more bigger way than it is imagined. So thank you, and have a good 3 days. Continue doing what you're doing, because everybody is on the right track, and I'm pretty sure everybody will be successful as you go. Thank you so much. Thank you, Richard. So 3 years of MuLearn. So what's MuLearn? എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എല്ലാവർക്കും their own definitions for MuLearn. So all your eyes into the screen. What's MuLearn? എൻ്റെ പേര് ആമി. ഇതെൻ്റെ കഥയാണ്. എല്ലാ പെൺകുട്ടികൾക്കും ഒരു സ്വപ്നമുണ്ട്, പഠിച്ച് ജോലി ഉണ്ടാക്കുക, നല്ല പൈസ ഉണ്ടാക്കുക. അങ്ങനെ നല്ല സ്വപ്നങ്ങളുമായി ഞാൻ എൻജിനീയറിംഗ് കോളേജിലെത്തി. സത്യത്തിൽ പഠിച്ചു തുടങ്ങിയവരാണ് കോഴ്സിനെക്കുറിച്ചും ജോലി സാധ്യതയെക്കുറിച്ചും കൂടുതൽ അറിയുന്നത്. എല്ലാ കോഴ്സുകളും പോലെ വേറൊരു കോഴ്സല്ലേ എന്നൊരു തോന്നൽ. സ്വപ്നം കണ്ടതല്ലേ ഇനി വെറുതെ ആയോ? ഇതുവരെയുള്ള പ്രയാസവും ഉപ്പാൻ്റെ കഷ്ടപ്പാടുകളും മനസ്സിൽ തെളിഞ്ഞു വന്നു. വലിയ പ്രതീക്ഷയോടാണ് ഓല എന്നെ എൻജിനീയറിങ്ങിന് അയച്ചത്. ഓല വിഷമിപ്പിക്കാൻ പറ്റൂലല്ലോ. മനസ്സിലാകെ ഒരു മരവിപ്പ്. ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി വിഷമം പറയുമ്പോഴാണ് ഒരു കുഞ്ഞു നക്ഷത്രം മിന്നാരം പോലെ പായുന്നത് ഞാൻ കണ്ടത്. അതിൻ്റെ നീണ്ട വാല് എൻ്റെ ഓർമ്മയിൽ എവിടെയോ തട്ടിയ പോലെ. ഹായ് MuLearn. നിങ്ങൾക്ക് മുന്നിൽ 1000 അവസരങ്ങളാണ്. മാഷിൻ്റെ ശബ്ദം ഇപ്പോഴും മുഴങ്ങുന്നു. സത്യത്തിൽ ഞാൻ എക്സൈറ്റഡ് ആയി. MuLearnൻ്റെ ആകാശത്ത് ഞാനും ഒരു കുഞ്ഞു നക്ഷത്രമായി മാറി. പിന്നെ അങ്ങോട്ട് ഒരാവേശമായിരുന്നു. അങ്ങനെ ഞാൻ MuLearnലെ ചങ്ങായിമാരെ പരിചയപ്പെടുത്തുന്ന ഡിസ്കോഡ് ചാറ്റ് റൂമിലെത്തി. എന്നെപ്പോലെ തന്നെ കുറേ പേർ. എത്ര പെട്ടെന്നാണ് എല്ലാവരും കൂട്ടായത്. സത്യം പറയട്ടെ, എൻ്റെ പേടിയൊക്കെ മാറി. ഹായ്, മൈ നെയിം ഈസ് ആമി. ഐ ആം ഫ്രം കണ്ണൂർ. ഒട്ട ഇംഗ്ലീഷാണ്. കുറേ മുടിയുള്ള ഒരു വട്ടക്കണ്ണട വെച്ച സൽമാൻ ചേട്ടനാണ് എന്നെ സോൾട്ട് മാംഗോ ട്രീയിൽ എത്തിച്ചത് എൻ്റെ ഇംഗ്ലീഷ് ശരിയാക്കാൻ. അന്നേരമാണ് ഏഞ്ചൽ ഏച്ചി വന്ന് ടൈപ്പിംഗ് സ്പീഡിനെ പറ്റി പറഞ്ഞത്. എൻ്റെ സ്പീഡ് പോരെ പോലും. അടക്ക്, ഇപ്പോൾ കാണിച്ചു തരാം. ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റോടെ ആമി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. കണ്ണെട്ടി ടൈപ്പ് ചെയ്തു. ഇപ്പം അന്തം വിട്ടു. ടൈപ്പിംഗ് സ്പീഡിൽ ഈ ആമി ഇപ്പോൾ ഒരു പുലിയാ. അനക്ക് തന്നെ എന്നെപ്പറ്റി ഇപ്പോൾ ഒരു മതിപ്പുണ്ട്. എൻ്റെ ആവേശം പോവാതെ നിർത്തിയത് MuLearn ഇൻസ്പിറേഷൻ റേഡിയോ ആണ്. ഞാൻ കേട്ടതും പഠിച്ചതും എൻ്റെ ട്യൂഷൻ കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തു. പിന്നെ
പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ പഠിച്ചു. ഗിറ്റ്ഹബ്, കമാൻഡ് ലൈൻ, HTML, അങ്ങനെ പലതും. അങ്ങനെ എനിക്ക് കുറേ കർമ്മ പോയിൻറ്റ്സും കിട്ടി. അപ്പോഴത്തേക്കും പരീക്ഷയായി. MuLearn എക്സാം പ്രിപ്പറേഷൻ ഉള്ളതുകൊണ്ട് പരീക്ഷ ഈസിയായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ വന്ന് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിനെ കൊണ്ടൊരു ക്ലാസ് എടുത്തു. ഹോ, എന്താ സാധനം അത്! ഞാൻ ഏതായാലും IoTയും വെബ് ഡെവലപ്മെൻറ്റും UXും പഠിക്കാൻ തീരുമാനിച്ചു. കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ തമാശയാണ്. ഉമ്മക്ക് ചെടിക്ക് വെള്ളമൊഴിക്കാനും നമ്മൾ സോയ്ക്ക് കാറ്റ് ഫീഡ് കൊടുക്കാനും വരെ സാധനങ്ങളായി. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നോളജ് മിഷനിൽ നിന്നും ഒരു ഗിഫ്റ്റ് കിട്ടി. എന്നായിരിക്കും അത്? ഹായ്, ഒരു IoT ടൂൾ കിറ്റ്. എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റിയില്ല. നമ്മളെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാ ആഴ്ചയും ഓഫീസ് അവേഴ്സിലൂടെ ഇൻഡസ്ട്രിയിലെ ടോപ്പ് മെൻറ്റേഴ്സുമായി സംസാരിക്കാനും സംശയം ചോദിക്കാനും ഉള്ളൊരു അവസരമാണ് പിന്നെ വന്നത്. വേറെ കോളേജിലെ കുട്ടികളുടെ പ്രൊജക്റ്റിനെ പറ്റിയും അറിയാൻ പറ്റി. അന്നേരമാണ് നമ്മളെ പെരുന്നാൾ വരുന്നത്, ബൂട്ട് ക്യാമ്പ്. ഇപ്രാവശ്യം ഈ ആമിക്കും കിട്ടി ഒരു ഇൻവിറ്റേഷൻ. തിരുവനന്തപുരത്തേക്കൊരു യാത്ര. ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ഉപ്പ വിടുമോ? പക്ഷെ ഉപ്പ വിട്ടു. ഉപ്പ അന്നെക്കാളും കോൺഫിഡൻസ് ഉപ്പാക്കാം. ടെൻഷൻ അടിച്ചാണ് പോയതെങ്കിലും തിരുവനന്തപുരത്ത് എന്നെ സ്വീകരിക്കാൻ എൻ്റെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിലെ എല്ലാവരും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഓരെന്നെ സർപ്രൈസ് ചെയ്തു. അങ്ങനെ ഈ ആമി ടെക്നോ പാർക്കിലെത്തി. ടെക്നോ പാർക്കിലെ ബൂട്ട് ക്യാമ്പ് ഉഷാറായി. പൊളിയായിരുന്നു കേട്ടോ. കേട്ട് മാത്രം പരിചയമുള്ള കുറേ ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു. അടിച്ചു പൊളിക്കാൻ പിന്നെയുണ്ടായിരുന്നു കാര്യങ്ങൾ. ഓപ്പൺ മൈക്ക്. എനിക്ക് തന്നെ എന്നെ വിശ്വസിക്കാനായില്ല. ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി പറഞ്ഞു, അതും ഇംഗ്ലീഷിൽ. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ചിരിച്ചു കേട്ടോ. ഈ ആമിയാരാ മോള്. താങ്ക്സ് ടു സോൾട്ട് മാംഗോ ട്രീ. ബൂട്ട് ക്യാമ്പിൻ്റെ ഒച്ചപ്പാടൊക്കെ കഴിഞ്ഞ് പുരയിലെത്തി. കോളേജിലാണെങ്കിൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൽ പുതിയ കുട്ടികളും എത്തി. ഇപ്പോൾ ആമി ജൂനിയേഴ്സിന് ക്ലാസ് എടുത്തു തുടങ്ങി. പിന്നെ വന്നത് ഹാക്കത്തോണാണ്. രാത്രിയും പകലും എന്നില്ലാണ്ട് ഉറക്കം ഉളച്ചിരുന്ന് പ്രോബ്ലം സോൾവിങ്ങും ബ്രെയിൻ സ്റ്റോമിങ്ങും നടത്തി. ഓരോ ആക്ടിവിറ്റി കഴിയുമ്പോഴും എൻ്റെ കർമ്മ പോയിൻറ്റ്സ് കൂടി. MuLearnൽ എൻ്റെ പ്രൊഫൈലും മെച്ചപ്പെട്ടു. അതിൻ്റെയൊക്കെ എൻ്റെ കോൺഫിഡൻസും. ഉപ്പാക്കാണ് പേയ്മെൻറ്റിന് QR കോഡായി. ഇപ്പോൾ ഉപ്പാൻ്റെ ചായപ്പീടിയിൽ വ്ളോഗേഴ്സ് എല്ലാം എത്തിത്തുടങ്ങി. പിന്നെ എന്തെല്ലാം മാറിയത്! നമ്മളെ നാട്ടിലെ കുറുക്കൻ പാറയും പെരിങ്ങത്തൂർ പുഴയും ട്രിപ്പ് അഡ്വൈസറിൽ കയറി. എല്ലാം ഈ ആമി കാരണം. നമ്മളെ ഹാർഡ് വർക്ക് നമ്മളിൽ കുറേ പേരെ മ്യൂവേഴ്സിൽ എത്തിച്ചു. മ്യൂവേഴ്സ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു സ്വർഗ്ഗമാണ്. കുറേ ഫ്രീലാൻസ് പ്രൊജക്റ്റ്, പിന്നെ ഓഫേഴ്സ്. എനിക്കിപ്പോൾ ജോലി അന്വേഷിച്ച് എവിടെയും പോണ്ട. ഈ MuLearnഉം അവസരങ്ങളൊക്കെ സൗജന്യമാണ് കേട്ടോ. താങ്ക്സ് ഫോർ MuLearn. യു മെയ്ഡ് മീ. ഹായ്, ഗുഡ് മോർണിംഗ്. സോ നമ്മളിപ്പോൾ ആമിയുടെ കഥ കണ്ടു അല്ലേ? അപ്പോൾ MuLearn നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 3.5 വർഷം ആവുകയാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ്, നമ്മുടെ കേരളത്തിൻ്റെ IT കമ്പനീസിൻ്റെ ഏകദേശം 280ഓളം IT കമ്പനീസിൻ്റെ ഒരു കൺസോഷ്യമാണ്. സോ ദർ വാസ് എ പ്രോബ്ലം ദാറ്റ് എവരി വൺ വാസ് ഫേസിങ്, സ്കിൽ ഗ്യാപ്പ്. നമ്മളെല്ലാവരും പറയുന്നു, ഒരുപാട് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദർ ആർ മെനി ഏജൻസീസ്, അത് ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ വെൻ വി thought of building something, we just had a thought like, why should we have another thing? കുറേ കമ്മ്യൂണിറ്റീസ് ഇല്ലേ, കുറേ ഏജൻസീസ് ഇല്ലേ? അപ്പോൾ അതിനകത്തൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ലിവിങ് ഇൻ ദ മോസ്റ്റ് ഡിസ്ട്രപ്റ്റീവ് പീരീഡ് അല്ലേ? ടെക്നോളജി ഇപ്പോൾ അഡ്വാൻസ് ചെയ്യുന്ന പേസ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള പല പല ജോലികളും
നമ്മളിന്ന് ജോലികളായിട്ട് കാണുന്ന ജോലികളും ഡിസ്പ്ലേസ്ഡ് ആക്കി ഡിസ്ട്രപ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യാൻ പോകുന്ന ടെക്നോളജി might not have been invented yet. അവർ സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ്, ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് എ പ്രോബ്ലം യെറ്റ്. അത്രയ്ക്ക് വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പുതിയൊരു ടെക്നോളജി വരുമ്പോൾ ആ ടെക്നോളജിയെ പ്ലാൻ ചെയ്ത് കുറേ ആൾക്കാരിരുന്ന് സിലബസ് ഉണ്ടാക്കി അത് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് നൽകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെലോസിറ്റി ഇല്ലേ, അതിൻ്റെ നിന്നും 100 times വേഗത്തിലാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. 100 അതിലധികം. സോ വി ഷുഡ് ഹാവ് സംതിങ് ദാറ്റ് ഹെൽപ്പ് ബ്രിങ് ടുഗദർ എവരിവൺ. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ഈ ഒരു പ്രോബ്ലം. ബിക്കോസ് 85 million ജോബ്സ് ആർ ഗോയിങ് ടു ബി ഡിസ്പ്ലേസ്ഡ്. തമാശയല്ല കാര്യം. ഇന്ന് ഈ വർഷം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനികളെന്ന് പറയുന്നത് ഓരോ ജോലികളായിട്ട് നോക്കിയിട്ട് ദേ ആർ ട്രൈങ് ടു ഫൈൻഡ് ഏജൻറ്റ്സ് ഫോർ ദാറ്റ്. ഇഫ് ഇറ്റ് ഈസ് കോൾ സെൻറ്റർ, ഇഫ് ഇറ്റ് ഈസ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, യു വിൽ സീ technologies that generate front end. So what the people currently working in the industry will do if the job doesn't exist? There is a challenge, and we are foreseeing that in future. So the most important skill anybody need today in the industry is the capability to self-learn, peer learn, and build things. സ്വന്തമായിട്ട് ഒരു കാര്യം ഡോക്യുമെൻ്റ് നോക്കി വായിച്ച് അതല്ലെങ്കിൽ കൂട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും സഹായം ചോദിച്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ് വേണ്ടത്. കാര്യം അവരിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ അതല്ല ടെക്നോളജി പുതിയത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യേണ്ടത്. ആ സ്കില്ല് നമ്മുടെ കോളേജ് സിസ്റ്റത്തിനകത്ത് നമുക്കിപ്പോൾ കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മളിപ്പോഴും നമ്മുടെ ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഡെക്കേഡ്സിന് മുമ്പാണ്. അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മെമ്മറൈസ് തിങ്. കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നത് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു. അന്ന് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നിയൊരു പുസ്തകം കണ്ടെത്തണം, അല്ലെങ്കിൽ ഒരാളിനെ കണ്ടെത്തണം. ഇൻഫർമേഷൻ ആൻഡ് നോളജ് വാസ് സോ സ്കേഴ്സ് ആൻഡ് ഫിക്സ്ഡ് ഇൻ്റലിജൻസ് വാസ് സോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിക്സ്ഡ് ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നൊരു കാലത്ത് മെമ്മറൈസേഷന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻസ്, അതിനു വേണ്ടിയുള്ള പഠന രീതികൾ, ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ കരിക്കുലംസ് കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്തത്. നമുക്കൊരു 90s അല്ലെങ്കിൽ 2000 ആയിരുന്ന സമയത്ത് ഗൂഗിൾ വന്ന സമയത്ത് തന്നെ എന്ത് സംഭവിച്ചു? ഇൻഫർമേഷൻ ഫ്രീലി അവൈലബിളായി, ഇൻഫർമേഷൻ എല്ലാത്തിനും ആക്സസിബിളായി. ആൻഡ് ടുഡേ വി ഹാവ് GPTs അല്ലെങ്കിൽ ChatGPT പോലുള്ള ടൂളുകൾ ഉണ്ട്. എന്ത് ചെയ്യും? ആ നോളേജിനെ സിന്തസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഈ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നത് മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ സിസ്റ്റത്തിനകത്താണ്. ആൻഡ് ഇന്നത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ വെരി ഫാസ്റ്റ് ലേണേഴ്സ്. MuLearn'ലകത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെറ്റയുടെ ഗ്ലോബൽ ഹാക്കത്തൺ ഉണ്ടായിരുന്നു, ഫേസ്ബുക്ക് നടത്തിയ. സ്പാർക്ക് എയർ എന്നുള്ള ടെക്നോളജി പഠിക്കണം, ആൻഡ് ദേ ഹാവ് ടു submit and compete in the global competition. അപ്പോൾ സ്പാർക്ക് എയർ ആർക്കും അറിയില്ല. വാട്ട് MuLearn did is പടം വരയ്ക്കാൻ അറിയാമെന്ന് ചോദിച്ചു. പടം വരച്ച ഒരു 56 കുട്ടികൾ പടം വരച്ച് സബ്മിറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് 3 days സ്പാർക്ക് എയർ പഠിപ്പിച്ചു. ദേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഗ്ലോബൽ ഹാക്കത്തോൺ ഓഫ് മെറ്റ. ഗ്ലോബലിൽ 200 വിന്നേഴ്സ് ഉണ്ടായിരുന്നതിൽ 27 പേര് ഈ ബാച്ചിൽ നിന്നായിരുന്നു. They won 18 lakh rupees. What does it mean? Our students today, they have that potential to compete globally. 200 പേരെന്ന് പറയുന്നത് ഗ്ലോബൽ വിന്നേഴ്സ് എന്ന് വെച്ചാൽ ബാക്കി ഹാർവാർഡും സ്റ്റാൻഫോർഡും ഒക്കെയുള്ള ആൾക്കാർ അവിടെ പങ്കെടുത്തിട്ടുണ്ടാവാം. അവരോടൊപ്പം കമ്പീറ്റ് ചെയ്ത് 3 ദിവസം കൊണ്ട് പഠിച്ചിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അവരുടെ പഠനത്തിൻ്റെ ആ വേഗതയുണ്ടല്ലോ, നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് മുമ്പത്തെ ജനറേഷനെ പോലെ അല്ല. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ധീരജ് ഷെഡ്ഡി ഈസ് ദർ ഫ്രം ബക്കറ്റ്.
ദർ ഇസ് സംതിങ് കോൾഡ് ബെക്കൻ പ്രോട്ടോകോൾ. ബെക്കൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമ്മുടെ UPI അല്ലെങ്കിൽ ആധാർ പോലെ പുതിയ ഒരു ഓപ്പൺ നെറ്റ്വർക്ക്. ONDC ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നമ്മയാത്രയൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇതിനെല്ലാം പവർ ചെയ്യുന്ന ഓപ്പൺ നെറ്റ്വർക്കാണ്. നമ്മൾ ടോപ്പ് 100 കോഡേഴ്സിനകത്ത് വി കെപ്റ്റ് എ ചലഞ്ച് ആസ് ബെക്കൻ പഠിച്ചിട്ട് നിങ്ങൾക്കൊരു സാധനം ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ദീപുവിന് വട്ടാണ്. It takes months to learn Beckon because it is just a protocol. You have to learn and implement it. അത് പറ്റില്ല. ഞാൻ പറഞ്ഞു ബെക്കൻ്റെ ഒരു എഞ്ചിനീയർ വരും. അപ്പം ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന ആളിനെ ഞാൻ കൊണ്ടുവരാം, ഉണ്ടാക്കിയ ആളിനെ കൊണ്ട് നിനക്ക് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മുടെ പിള്ളേർക്ക് കൊടുത്തു. 2-ാം ദിവസം ഈ പറഞ്ഞ ആളിനോട് വിളിച്ചിട്ട് പിള്ളേർ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ആറ്റം ബോംബ് ഉണ്ടാക്കി. They made the open network up in 3 days. അതിൻ്റെ CEO ആയിട്ടുള്ള സുജിത് നായർ, he came down to Trivandrum to meet these guys. എന്തുകൊണ്ടാണ് അറിയോ? They actually have hundreds of customers who want to build ONDC ആയിക്കോട്ടെ, ബാക്കി ബെക്കൻ ചെയ്യാനായിട്ട് 200-ന് പുറത്ത് കമ്പനികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ they do not have resources. As of now, what they are doing is like they are going for bigger companies, hiring resources, train them for 1 month. It will take another month to make the network up, and these people were able to build it in 3 days. So we have to respect the capability. അപ്പോൾ അവിടെ അവർക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് അവർക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റണം. We are bundling everyone together in a classroom, everyone going through the same examination, and they are coming up with certificates, and then they are preparing for interview cracking, then they are getting in companies. One of the bigger companies in Technopark, like they were telling like they are struggling just because they are taking people just based on marks. And what happened? These people are not getting transferred to പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലേക്ക് അവർക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. കാര്യം ഇവർക്ക് ടീച്ചർ പഠിപ്പിച്ചു തന്നാലേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ദേ ആർ ഗുഡ് ഇറ്റ് ലേണിംഗ് ആൻഡ് ബൈ ഹാർട്ടിങ് തിങ്സ്, ബട്ട് ദേ കനോട്ട് ഇംപ്ലിമെൻറ്റ് ഇറ്റ് ആൻഡ് ക്രാക്ക് ദ ക്ലയൻറ്റ് ഇൻ്റർവ്യൂസ്. ആൻഡ് ദോസ് കമ്പനീസ് ആർ ഓൾസോ കമ്മിങ് ടു MuLearn, സോ ദാറ്റ് വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് ലൈക്ക് അവർ പുതിയതായിട്ട് ഓഫർ ലെറ്റർ കൊടുത്തിട്ടുള്ള ആയിരക്കണക്കിന് റിസോഴ്സസ് ഉണ്ട് എങ്കിൽ ദേ ആർ ആസ്കിങ് ദം ടു ഗോ ടു MuLearn, get through the path and show your karma points. So karma is the proof of their perseverance in learning and their aspiration in learning. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞത് വൈ MuLearn എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റത്തിനകത്ത് എല്ലാവരും ഫിനിഷിംഗ് സ്കൂൾ മോഡലാണ് ഇപ്പോഴും നോക്കുന്നത്. പുതിയൊരു ടെക്നോളജി വരുന്നു, അതിന് കോഴ്സ് ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരെ വിളിച്ചിട്ട് അത് കൊടുക്കുന്ന സമയത്ത് ദർ ഇസ് എ ഫ്രിക്ഷൻ ഇൻ ഗെറ്റിംഗ് ന്യൂ നോളേജ് ഡിസിമിനേറ്റഡ് ടു ദ ലോവർ ലെയർ. താഴേക്ക് എത്തുന്നതിനകത്ത് ഒരു ഭയങ്കരമായിട്ട് ഡിലേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെന്നും ഫോളോവേഴ്സ് ആയിപ്പോയത്. ടെക്നോളജി അവിടെ അമേരിക്കയിൽ വരും, 10 വർഷം കഴിയുമ്പോൾ ഇന്ത്യയിൽ വരും, നമ്മളത് ഉപയോഗിക്കും, അവിടെ ബിൽഡ് ചെയ്യും, ഇവിടെ വരും, ഇവിടെ ഉപയോഗിക്കും. വി ഓൾവേസ് ബിലോങ് ടു ദ ഫോളോവർ കാറ്റഗറി. ബട്ട് ടുഡേ അവിടെ എന്താ വരുന്നത്? അവിടെ എല്ലാം അവിടെ പുതിയത് റിലീസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ജെമിനിയുടെ പുതിയ API വന്നിട്ടുണ്ടെങ്കിൽ ദ സെയിം ഡേ അവർ സ്റ്റുഡൻസ് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ്. അലോഹയുടെ റോബോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ദേ ആർ ലുക്കിംഗ് ഫോർ ഇറ്റ്, how to implement it today itself. And there are hundreds of such projects happening in MuLearn with the support of mentors and peers, and everything in a free knowledge sharing system. അപ്പോൾ ഇതിനകത്ത് സൗജന്യമാണ് ഈ കാര്യങ്ങളെന്ന് പറയുന്ന സമയത്ത് എല്ലാവരും എന്നോട് ചോദിക്കേണ്ടത് എന്താ, ഒരു 50 രൂപയുടെ ചാർജ് വെച്ചുകൂടെ അതിനകത്ത്? പീപ്പിൾ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു പേ. ബട്ട് ഈ ഒരു താഴേക്ക് ആ ഒരു മണി എന്ന് പറയുന്നത്, കാശ് എന്ന് പറയുന്ന ഒരു ഫ്രിക്ഷൻ അതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. ദിസ് ഇസ് എ വോളണ്ടിയർ ഡ്രിവൺ സിസ്റ്റം. വോളണ്ടിയറിസമാണ്, ഒരു കളക്റ്റീവിസമാണ്. എന്താണ്, നമ്മൾ ഫ്ലഡൊക്കെ വന്നില്ലേ, ഫ്ലഡ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വി ഹാഡ് കളക്ഷൻ സെൻറ്റേഴ്സ് ചെയ്യാം. എന്ത് ചെയ്തു? എല്ലാവരും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന സ്ഥലത്ത് നിന്ന് വി ടേൺ ടു എ കളക്റ്റിവിസ്റ്റിക് ഹ്യൂമൻ ബീയിങ്, റാഷണൽ തിങ്കിങ് നിന്ന് ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറി. എന്നിട്ട് നമ്മളെന്ത് ചെയ്തു? എല്ലാവരുടെയും പോക്കറ്റിലെ കാശെടുത്ത് അവിടേക്ക് എന്താ വേണ്ട, എന്തൊക്കെ സാധനമുണ്ടോ അതെല്ലാം അവിടെ കൃത്യസമയത്തിന് എത്തിച്ചു കൊടുക്കാൻ പറ്റി. നമ്മുടെ ഫ്ലഡിൽ കഷ്ടപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടെക്നോപാർക്കിനകത്ത് GTech ചെയ്തൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ബോട്ടും കൊണ്ടുപോയ ആൾക്കാരെ മുഴുവൻ തിരിച്ച് അവിടെ ബോട്ട് നഷ്ടപ്പെട്ടു പോയ മുഴുവൻ ബോട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുത്ത് ദേ ഗെറ്റ് ബാക്ക്. സോ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കളക്റ്റിവിസ്റ്റിക് മൂവ്മെൻ്റാണ് MuLearn. സോ ഇതിന് 3 layers ഉണ്ട്. Layer 1 is the
തിങ്ക് ടാങ്ക് ഗ്രൂപ്പ്. തിങ്ക് ടാങ്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വി ഹാവ് Mudit here. Mudit is from Pathway. He challenges students to learn LLM, and hundreds of students are working on LLM projects today. But there is a think tank group. There is a people from Google. There is another guy called Nias. So there are different people from different companies come together, meet every month, and decide what is the learning path for the student. അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണ്ട, അവർക്ക് എന്താണ് പഠിക്കേണ്ട പാത്ത് കൊടുത്താൽ മതി. ആൻഡ് കം അപ്പ് വിത്ത് എ ചലഞ്ച് വിച്ച് ഈസ് എ പ്രൂഫ് ഓഫ് വർക്ക്. എന്താ പ്രൂഫ് ഓഫ് വർക്ക്? മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കാണിച്ച് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചലഞ്ച്. വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കുന്ന ഒരാൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയല്ല, ദേ ഹാവ് ടു ബ്രിങ് വൺ ടീ ഷോപ്പ് ഓൺലൈൻ. തൊട്ടടുത്ത ചായക്കടയിൽ പോയി അവിടുത്തെ റിക്വയർമെൻറ്റ് കളക്ട് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യണം? ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കണം. ആ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ അത് ലൈവാക്കാൻ അറിയില്ല. ദർ ഈസ് എ മിഡിൽ ലെയർ കോൾഡ് ഓഫീസ് അവേഴ്സ്. വെബിൻ്റെ ഓഫീസ് അവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ വെബിൻ്റെ പല ക്യാമ്പസിലെ കുട്ടികൾ ഒരുമിച്ച് വന്നിട്ട് അവർ കണക്ട് ചെയ്ത് പരിചയപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ സോൾവ് ചെയ്തോളും. സോ ഇറ്റ് ഈസ് എൻ അഫിനിറ്റി സ്പേസ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ ഈച്ച് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ആൻഡ് ഇത് ക്യാമ്പസിൽ എങ്ങനെയാണ് നടക്കണേ? ക്യാമ്പസിൽ ഇപ്പോൾ ഇൻഡിവിജ്വലി കുറേ ആൾക്കാർ MuLearn വന്നിട്ട് കർമ്മ പോയിൻറ്റ്സ് എടുത്ത് പോവുകയാണെങ്കിൽ വി ആസ്ക് ദം ടു ക്രിയേറ്റ് ലേണിംഗ് സർക്കിൾസ്. അപ്പോൾ ആ ലേണിംഗ് സർക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടം സൈബർ സെക്യൂരിറ്റി ആണ് എങ്കിൽ ഐ ഹാവ് ടു ഫൈൻഡ് വൺ കോംപ്ലിമെൻ്ററി പാർട്ട്ണർ. എനിക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറോട് കണ്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്ന് പറയുന്നു. ആൻഡ് വി ആർ ജസ്റ്റ് പബ്ലിഷിംഗ് ദ ടൈം ആൻഡ് ലൊക്കേഷൻ വെർ വി മീറ്റ്. ഞാൻ 4 മണിക്ക് ക്യാൻറ്റീനിൽ ഞാനും ഇപ്പോൾ മുദിത്തും എന്ത് ചെയ്യാൻ പോവാണ്? സൈബർ സെക്യൂരിറ്റി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ലൈക്ക് പീപ്പിൾ ഫ്രം അതർ ക്ലാസ്സസ് ഓർ ഈവൻ ഫാക്കൽറ്റീസ് ദേ ക്യാൻ നോ ദാറ്റ് ദർ ഈസ് എ ഡിസ്കഷൻ ഹാപ്പനിങ്. ഐ വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് ഡിസ്കഷൻ. നേരത്തെ അക്ഷയ പറഞ്ഞു തുടങ്ങിയതുപോലെ വായനശാലകളിൽ പണ്ട് ഒരുപാട് ചർച്ചകൾ ഇതുപോലെ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളം മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ സാക്ഷരത എന്ന് പറയുന്നൊരു സാധനത്തിൽ കേരളം മുമ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? യുവാക്കൾ ഇറങ്ങിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എങ്കിൽ ദിസ് ഈസ് എ മൂവ്മെൻറ്റ് ദാറ്റ് ഈസ് ലെഡ് ബൈ സ്റ്റുഡൻസ്. വോ ദേ ആർ കമ്മിങ് ടുഗെദർ ബേസ്ഡ് ഓൺ their area of interest. Finding people, connecting the people together. എന്താണ് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ളത്. അവിടെയാണ് ഫൺ ഉണ്ടാകുന്നത്, അവിടെയാണ് അവരുടെ ഇൻട്രസ്റ്റ് വരുന്നത്. ബിക്കോസ് സെൽഫ് ഡിറ്റർമിനേഷൻ, എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് കുട്ടികൾ വരിക. സോ വി ആർ ജസ്റ്റ് പ്രൊവൈഡിങ് ദാറ്റ് അഫിനിറ്റി സ്പേസസ് ഫോർ ദം ആൻഡ് ട്രൈങ് ടു ഫൈൻഡ് ദം ആൻഡ് കണക്ട്. ദെൻ എന്താണ്? അവൻ്റെ ഇഷ്ടം കണ്ടെത്തി അതിനവന് സ്കില്ലുണ്ടാവണം. ആ സ്കില്ലിന് എന്ത് ചെയ്യണം? കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ആരെങ്കിലും അവന് കാശ് കൊടുക്കാൻ തയ്യാറാവണം. സോ ദാറ്റ് ഈസ് വാട്ട് ദ ഏൺ വൈൽ യു ലേൺ പ്രോഗ്രാം. ദർ ആർ ഡിഫറെൻറ്റ് ടൂൾസ് ദാറ്റ് യു ക്യാൻ ബിൽഡ് ആൻഡ് showcase, and there is something called trivial ideas which we are launching today, which actually pays them solid money every month for building small products, and even they get access to Geekworks. അപ്പോൾ ഇഷ്ടം കണ്ടെത്തി അതിൽ സ്കില്ല് ഉണ്ടാക്കി അതിനകത്ത് എന്ത് ചെയ്തു? അതിനകത്ത് കാശ് കിട്ടുന്നു. ആൻഡ് ദേ സ്റ്റാർട്ട് ബിൽഡിങ് സംതിങ് ദാറ്റ് ദ വേൾഡ് നീഡ്സ്. ദാറ്റ് ഈസ് കോൾഡ് ഇക്കിഗായ, റൈറ്റ്? സോ I recently met the Ikigai writer, and what he was telling is like he had that Ikigai model, and MuLearn is the Ikigai pathfinder, and he is ready to help us with the strategies that he is building, because there are different types of people, there are different methods to find your Ikigai. So he is from Barcelona, Francis, so he is also supporting us on that. So here ഈ ഒരുമിച്ച് ആൾക്കാരുടെ ഇഷ്ടമുള്ള കാര്യത്തിൽ വന്നിട്ട് ബിൽഡ് ചെയ്ത് പോകുന്നൊരു മെത്തേഡാണ് MuLearn. ആൻഡ് ദിസ് ഈസ് ജസ്റ്റ് എ പ്രോട്ടോകോൾ. ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാർ എന്താണ് പഠിക്കുന്നത് ക്യൂറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇറ്റ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ടു ദ സ്റ്റുഡൻസ്. അവരൊരുമിച്ച് പിയേഴ്സായിട്ട് ലേൺ ചെയ്യുന്നു. ദി ബിൽഡ് ആൻഡ് ഷിപ്പ് തിങ്സ്. അവരൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് പ്രൂഫ് ഓഫ് വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫീഡ്ബാക്ക് കിട്ടും. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? നമ്മൾ പരീക്ഷ എഴുതിച്ചിട്ട് ആ മാർക്ക് ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ റീവാലുവേഷന് വീണ്ടും കാശ് കൊടുക്കും, വീണ്ടും ഒളിപ്പിച്ച് വെക്കും. വാട്ട് MuLearn സ്റ്റാൻഡ്സ് ഫോർ ഈസ് പബ്ലിക്കലി വെറ്റബിൾ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ മെത്തേഡാണ് MuLearn കർമ്മ സിസ്റ്റം വഴി കൊണ്ടുവന്നിരിക്കുന്നത്. അവർ പഠിച്ചത് എന്തായിക്കോട്ടെ, ദേ ഷുഡ് ബി റെഡി ടു ബി റിഡിക്യൂൾഡ് ബൈ ഷോയിങ് ഇറ്റ് ടു അതേഴ്സ്. ഞാനിത് ചെയ്തു, ഞാനൊരു പാട്ടാണ് എൻ്റെ ഇഷ്ടം, എൻ്റെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എങ്കിൽ എന്ത് ചെയ്യണം? പാട്ട് പാടി
പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ആൾക്കാർ കളിയാക്കും. ദാറ്റ് ഈസ് ഫൈൻ. ഏത് നല്ല പാട്ടുകാരാണെങ്കിലും ഏത് നല്ല ബ്ലോഗറാണെങ്കിലും ആദ്യത്തെ കുറേ സ്ഥലത്ത് കളിയാക്കപ്പെട്ടിട്ടുണ്ടാവും. ആ കളിയാക്കലിനെ നേരിട്ട്, ആ ഫെയിലൂറിനെ നേരിട്ടിട്ട് മുമ്പിലോട്ട് പോകാനായിട്ടുള്ള ധൈര്യം കൊടുക്കുകയും അത് ഒരുപാട് പേര് അതിനെ നേരിടുന്ന ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോൾ ദേ ഡു നോട്ട് ഫീൽ ഇറ്റ് ബാഡ് ആൻഡ് ദർ ആർ സ്റ്റുഡൻസ് ഓർ ഫ്രണ്ട്സ് ദെയർ ടു സപ്പോർട്ട് ദം. അപ്പോൾ എന്താണോ പഠിക്കേണ്ടത് അതിനകത്ത് പ്രൂഫ് ഓഫ് വർക്ക് ബിൽഡ് ചെയ്യും. ആ പ്രൂഫ് ഓഫ് വർക്ക് ആരാ റിവ്യൂ ചെയ്യുന്നത്? നമുക്ക് സെൻട്രലി ഒരാൾക്ക് ഇരുന്നിട്ട് എല്ലാം ചെയ്യാൻ പറ്റുമോ? അത് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആർക്കാണോ അവർക്കത് റിവ്യൂ ചെയ്ത് എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് കൊടുക്കാം. ആൻഡ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ്, ദെൻ ദ വെൻഡേഴ്സ് ക്യാൻ അപ്രൂവ് ആൻഡ് ദെൻ ദേ ഗെയിൻ ദ കർമ്മ പോയിന്റ്. സോ ദാറ്റ് ഈസ് ദ കർമ്മ സിസ്റ്റം. അപ്പോൾ MuLearn നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ആലോചിച്ചു നമുക്ക് ഇങ്ങനെ ഒരു സാധനം വേണം, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് വിളിക്കുന്ന സമയത്ത് ദർ ഈസ് ഡിഫറെൻറ്റ് ഗവൺമെൻറ് ഏജൻസീസ്. സോ പീപ്പിൾ നോർമലി ഡു നോട്ട് വർക്ക് ടുഗെദർ. എല്ലാവരും അവരുടെ ടെറിട്ടറി ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദേ ഹാവ് ആസ്പിറേഷൻ ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ. എനിക്ക് പട്ടിണി മാറ്റണമെങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് പേരും ചേർത്തിട്ട് എൻ്റെ വീടിനടുത്തുള്ള കുറച്ച് പേർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും. So it would never go to a population level implementation. So what we asked is that let us come together, let us join hands and work together towards this. അപ്പോൾ കഴിഞ്ഞ ദിവസം ജയശങ്കർ സാറുണ്ട്, ഡോക്ടർ ജയശങ്കർ പ്രസാദ്. He's one of my mentor who actually helped me in lot of these philosophies what I speak today. So he was telling like 2 പക്ഷികളുണ്ടായിരുന്നു. One is blue jay and second one is robin. അപ്പോൾ ഒരു കാലത്ത് ഇംഗ്ലണ്ടിൽ ഈ പക്ഷികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പാലിൻ്റെ ക്രീമുണ്ടല്ലോ അത് കുടിച്ചാണ് അതിൻ്റെ പവറൊക്കെ നിലനിർത്തിയിരുന്നത്. അവരെന്ത് ചെയ്യും, രാവിലെ അവിടുത്തെ ഒരു പാലിൻ്റെ മിൽക്കിൻ്റെ ഡെലിവറി സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽസിലാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ബോട്ടിൽസ് എല്ലാ സ്ഥലത്തും എത്തി അത് രാവിലെ ഇത് വന്ന് കുടിക്കും. 2 പക്ഷിയുടെ ഗണങ്ങളും ഇത് വാസ് എ റിസർച്ച്, ലോങ് റിസർച്ച് ഓൺ ദാറ്റ് ആൻഡ് ഹൗ ഇറ്റ് ട്രാൻസ്ഫോംഡ് ആഫ്റ്റർ ഇൻട്രൊഡക്ഷൻ ഓഫ് സിൽവർ ഫോയിൽ. ഇതിനെ കവർ ചെയ്യുന്നൊരു സിൽവർ ഫോയിൽ ഉണ്ടാക്കി. അങ്ങനെ ഡെലിവറി സിസ്റ്റം മാറി. എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ജേ ഒരു ഡയറക്ഷനിലേക്ക് പോയി, ഇറ്റ് വെൻ ഡൗൺ. അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ വരുന്ന സമയത്ത് ബട്ട് റോബിൻ ഫ്ലറിഷ്ഡ്. അതായത് കുപ്പിയിൽ ഒരു സിൽവർ ഫോയിൽ എന്ന് പറയുന്നൊരു ഇൻട്രഡക്ഷൻ ചെയ്ത സമയത്ത് 2 ബേർഡിൻ്റെ ഗണങ്ങളും 2 രീതിയിലാണ് അതിൻ്റെ ലൈഫ് പോയത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ജേ ഈസ് എ ടൈപ്പ് ഓഫ് ബേർഡ്, ടെറിട്ടറി കീപ്പ് ചെയ്യുന്ന ബേർഡാണ്. അത് ഭയങ്കര അഗ്രസീവ്. വേറെ ആരെങ്കിലും അതിൻ്റെ ടെറിട്ടറി വന്നു കഴിഞ്ഞാൽ കൊത്തി ഓടിക്കും. എൻ്റെ ടെറിട്ടറി ഇതാണ്, അതിനകത്ത് ഞാനാണ്. ബട്ട് റോബിൻ എന്താണെന്ന് വെച്ചാൽ അവർ കൂട്ടത്തോടെയാണ് പോകുന്നത്. 2 പക്ഷികളും ഈ സിൽവർ ഫോയിൽ തുറക്കം പഠിച്ചിട്ടുണ്ടാവും. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഈസ് ലൈക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത വെലോസിറ്റി ഉണ്ടല്ലോ, അതായത് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകണം അല്ലേ. പുതിയൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെലോസിറ്റി ഏതിലാണ് കൂടുതൽ? റോബിനെ സംബന്ധിച്ചിടത്തോളം റോബിൻ ഇറ്റ് ട്രാൻസ്മിറ്റഡ് ആൻഡ് എവരി വൺ ന്യൂ ദാറ്റ് ഹൗ ടു സർവൈവ് ഈവൻ ആഫ്റ്റർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സിൽവർ ഫോയിൽ. വാൾ ദ അതർ ടൈപ്പ് ഇവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ എന്ത് സംഭവിച്ചു? കുറേ പേര് ചെയ്തിട്ട് അവർക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും പോവില്ല. അപ്പോൾ ഈ നോളേജ് ഷെയറിങ് എക്കോസിസ്റ്റത്തിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ MuLearn is setting up an ecosystem where anything that comes in that will be shared easily and everyone come together and learn. ഒരു എക്സാമ്പിളോട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഫയർ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഇൻവെൻഷൻ എന്ന് നമുക്ക് പറയാം. തീ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടെത്തിയ ആൾ പറയുകയാണ് ഞാനിത് ആർക്കും കാണിച്ചു കൊടുക്കുക, എൻ്റെ മാത്രം ഇൻവെൻഷൻ ആണെന്ന് പറഞ്ഞ് വെച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേ? It would never have propagated and civilization would not have progressed. And today there are a lot of innovations that is happening around the world, and what we need is a free knowledge sharing ecosystem that actually have the highest velocity of transmitting knowledge. അപ്പോൾ ക്യൂറേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്യുന്നൊരു ഫ്രെയിംവർക്കാണ് ആക്ച്വലി MuLearn. ഫസ്റ്റ് വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് നമുക്കറിയില്ല. ആദ്യം മാർ ബസേലിയസ് കോളേജ് വാസ് ദ ഫസ്റ്റ് കോളേജ് ടു സൈൻ MOU with us and we started experimenting and the team is here. And then what happened is like അവിടുത്തെ കുട്ടികൾ അവിടെ ജസ്നോ എന്ന് പറയുന്ന കുട്ടി ഉണ്ടായിരുന്നു. ഷീ ജസ്റ്റ് കീം വോയിസ് നോട്ട് വെച്ച് ഓരോ ക്ലാസ്സിലേക്കൊക്കെ അയച്ച് വാട്സാപ്പിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് കുട്ടികൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ 100 പേരെങ്കിലും വരുമോ എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് 100 കഴിഞ്ഞു, 200 കഴിഞ്ഞു. then we thought like let's take to the other campuses also. അപ്പോൾ അങ്ങനെ നമ്മുടെ MuLearn 1.0 എന്ന് പറയുന്നത് MuLearn എന്താണെന്ന് ആൾക്കാരെ അറിയിക്കുക. ബിക്കോസ് nobody know that what MuLearn is. അപ്പോൾ അവിടെ ബിജോയ് സിജോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, വിനു ബാലഗോപാലുണ്ട്, അക്ഷയ രാജേഷ് വാസ് there. So they just came there and started
പ്രൊപ്പഗേറ്റിംഗ് ഒരു ഓണമൊക്കെ നമ്മളങ്ങ് നടത്തി. കാര്യം MuLearn എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഒരു ഓണാഘോഷമൊക്കെ നടത്തി. അങ്ങനെ കുറേ ആൾക്കാർ 5000 പേരിലേക്ക് നമ്മളെത്തി. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് ഇത് എന്താ ഡിസ്കോഴ്സ് അവിടെ പടപടപടേ കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ ആൾക്കാർ. നമ്മൾ സാധാരണ ഒരു സ്ഥലത്തൊക്കെ പറയും, നമ്മളൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് നോക്കിയപ്പോഴത്തേക്ക് അവിടെ സാൻഡ്ര എന്ന് പറഞ്ഞൊരു കുട്ടി, സെൻറ്റ് ജോസഫ് പാലയിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് 100, 200, 300 ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് സ്റ്റുഡൻസ് അതിനകത്തേക്ക് കയറുകയാണ്. ദെൻ സ്ലോലി ഇറ്റ് ഗോട്ട് ട്രാൻസ്മിറ്റഡ്. ആൻഡ് ആസ് ഓഫ് ടുഡേ ഐ തിങ്ക് നമ്മൾ നേരത്തെ ആമിയെ കണ്ടതുപോലെ അറൗണ്ട് 30,000+ സ്റ്റുഡൻസ് ആർ ഇൻ ദ പ്ലാറ്റ്ഫോം. 500+ institutions, 2,000+ learning circles, and 1,000+ projects these students are working on. And 18+ domains are part of it. And today, actually, 12 million+ karma points ഇവിടെ എല്ലാവരും കൂടി മൈൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നൗ MuLearn 3.0 എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഉടനെ തന്നെ അറിയാനായിട്ട് പറ്റും. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ദീസ് ഫ്രീ നോളജ് ഷെയറിംഗ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ഇപ്പം നോർമലി ആൾക്കാർ പറയും ഇവിടെ നമ്മുടെ നാട്ടിൽ ടെക് കൾച്ചർ പോരാ, അല്ലെങ്കിൽ ഇവിടെ ആർക്കും അങ്ങനെ നോളജ് ഷെയർ ചെയ്യാൻ കണക്ട് ചെയ്യാനുള്ള സ്ഥലമില്ല. ഇപ്പോൾ നേരത്തെ റിച്ച് പറഞ്ഞ പോലെ തന്നെ ടെക്നോ പാർക്ക് എന്ന് പറയുന്ന സ്പേസ് ബിൽഡ് ചെയ്തത് യൂണിവേഴ്സിറ്റിയുടെ സ്പേസ് എടുത്തിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷൻ ബെറ്റർ ആവണമെങ്കിൽ കോളേജിനകത്ത് ഇൻഡസ്ട്രി വരണം. ദ പ്രോബ്ലം ഹിയർ ഈസ് ഇൻഡസ്ട്രി വന്നു, ബട്ട് ദേ ഡു നോട്ട് ഹാവ് ആക്സസ്. ഉണ്ടോ? ടെക്നോ പാർക്കിനകത്ത് കയറണമെങ്കിൽ ആക്സസ് ഉണ്ടോ? ടെക്നോ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ ദ സ്പേസ് ഓഫ് കാര്യവട്ടം കേരള യൂണിവേഴ്സിറ്റി. അതിന്ന് 60,000 പുറത്ത് ആൾക്കാർ ഇതിനകത്തുണ്ട്, 300 പുറത്ത് കമ്പനീസ് ഇതിനകത്തുണ്ട്. ബട്ട് സ്റ്റിൽ ദേ സ്ട്രഗിൾ വിത്ത് ആക്സസ്. ഇപ്പോൾ സെസ് ആണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ട് എങ്കിൽ ഇറ്റ് ഈസ് ടെക്നോ പാർക്സ് റെസ്പോൺസിബിലിറ്റി ടു ബിൽഡ് എ കമ്മ്യൂണിറ്റി സെൻറ്റർ ഔട്ട്സൈഡ് വേർ ദീസ് പീപ്പിൾ ക്യാൻ കൊളാബറേറ്റ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആക്സസ്. അപ്പോൾ ഒരു 10 years മുമ്പ് when we were struggling with these things, we just thought like we will start something. There was an organization called Kerala Startups. അപ്പോൾ നമ്മൾ in 50 hours എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഇത്രയേ ഉള്ളൂ, ഒരു ആശയമുണ്ടെങ്കിൽ വന്നിട്ട് പലർക്കും ഒരുപാട് ഐഡിയാസ് ഉണ്ട്, പക്ഷേ ഐഡിയാസ് ബിൽഡ് ചെയ്യാനായിട്ട് ടെക്നോളജി അറിയില്ല എന്ന് പറയുന്നൊരു കാലഘട്ടം. അപ്പോൾ MuLearn 1.0 ഒക്കെ തുടങ്ങുന്നതിന് 10 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു ഐഡിയ ടു പ്രോട്ടോടൈപ്പ് ഇവന്റ് നടത്തിയിട്ടുണ്ട്. അത് in 50 hours എന്ന് പറഞ്ഞു. അത് എന്തു തന്നെയായാലും പ്രാവർത്തികമാക്കാനുള്ള സാങ്കേതിക സഹായം DBG നൽകും. 50 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ആശയങ്ങൾക്ക് ഏകദേശ രൂപം ലഭിക്കും. അതും നൂലാമാലകളോ ചുവപ്പ് നാടകളോ ഇല്ലാതെ. ഒപ്പം നിങ്ങളുടെ ആശയങ്ങളെ നിക്ഷേപകരുടെ ശ്രദ്ധയിലും ഇവരെത്തിക്കും. മുൻപിലുള്ള തലമുറയിലെ ആൾക്കാർക്ക് അവരുടെ ആശയങ്ങൾ പുറത്തേക്ക് സമ്മതിക്കാനായിട്ടൊരു വേദിയില്ലായിരുന്നു. ഇപ്പോൾ ഇവർക്ക് തുറന്ന് സംസാരിക്കാനായിട്ടൊരു വേദിയും അതിൻ്റെ നല്ലതും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഗ്രൂപ്പ് ഓഫ് മെൻറ്റേഴ്സിനെയും കിട്ടുക എന്നുള്ളതാണ് in 50 ഹവേഴ്സിൻ്റെ പ്രത്യേകത. അപ്പം അതിൽ വന്ന് ഇവർക്ക് ഈ ഐഡിയ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ഐഡിയ ആണ് എങ്കിൽ അവർക്ക് കൊണ്ടുപോകാനായിട്ടൊരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് കയ്യിൽ കിട്ടുന്നു. അവർക്കതൊരു കമ്പനിയായിട്ട് വികസിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റായിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ടും അവസരമുണ്ട്. അതായത് ടെക്നോളജി അറിയില്ല എന്നുള്ളൊരു പ്രശ്നം കാരണം ആരുടെയും ആശയങ്ങൾ പുറം ലോകം കാണാണ്ടിരിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അന്ന് ഇത് ചെയ്യുന്ന സമയത്ത് എല്ലാവരും എന്നോട് ചോദിച്ചു 50 മണിക്കൂറുണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ടാണ്. വാട്ട് കുഡ് ഹാപ്പൻ ഇൻ ദാറ്റ് 50 hours? കുറേ ആൾക്കാർ വരുന്നു, പരിചയപ്പെടുന്നു, പോകുന്നു എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ടോപ്പ് 100 കോഡേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവിടെ ആ വേദിയിലേക്ക് ഒരാൾ വന്നു. ആൻഡ് ഹി ജസ്റ്റ് കെയിം ആൻഡ് ടോക്ക് ടു ദ സ്റ്റുഡൻസ് ദാറ്റ് 10 years before he was there in that in 50 hours and that is where he built his first prototype. അപ്പോൾ നമുക്ക് നമ്മുടെ Permute MuLearn 3.0 ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ആ സുഹൃത്താണ്. വെൽക്കം അജീഷ്. നമ്മുടെ ഓപ്പൺ ഫിനാൻഷ്യൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ യൂണിക്കോൺ ആണ്. അതിൻ്റെ ഫൗണ്ടർ ആൻഡ് CTO ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദ 100th യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യ. ആൻഡ് ഇന്ന് ഏഷ്യയുടെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഫിൻടെക്കിൻ്റെ നിയോ ബാങ്കിങ് സൊല്യൂഷനാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. സോ ലെറ്റ്സ് ലിസൺ ടു ഹിം. താങ്ക്സ് ദീപ് ചേട്ടാ. ആ പഴയ വീഡിയോ കാണിക്കണ്ടായിരുന്നു.
നമ്മൾ കുറച്ച് വയസ്സായി. അതിലുണ്ടായിരുന്ന ഒരാളും കൂടി ഉണ്ട്, നിജിൽ, എൻ്റെ കൊളീഗാണ് ആസ് വെൽ ആസ് കസിൻ. സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. എൻ്റെ പേര് അജീഷ്. ഞാൻ ഓപ്പണിൻ്റെ കോ ഫൗണ്ടറാണ്. ദീപചേട്ടൻ പറഞ്ഞ പോലെ 10 വർഷം മുന്നേ 2013 കോളേജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കറങ്ങി നടക്കുമ്പോഴാണ് ഇൻ 50 ഹവേഴ്സിൻ്റെ ഈവെൻറ്റിനെ കുറിച്ചിട്ട് നിജിൽ എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ട്. സോ നമുക്കൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ചെറിയൊരു ഫ്ലാഷ് ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2011 ആ ടൈമിലൊക്കെ ഞങ്ങളിടയ്ക്ക് ബാംഗ്ലൂർ പോകുമായിരുന്നു, ഞങ്ങൾ കസിൻസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഷോപ്പിംഗ് മോളിലൊക്കെ പോകുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ വലിയ ഷോപ്പിംഗ് മോൾസൊക്കെ കാണുന്നത് സമയത്ത്. അപ്പം അകത്ത് കയറിയിട്ട് ഒരു ഷോപ്പ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്സ് വർക്ക് ചെയ്യില്ല, ഒബ്വിയസ്ലി, ബിക്കോസ് ജി പി എസ് ബിൽഡിങ്സിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യില്ല. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു എന്തുകൊണ്ട് ഇൻഡോർ പൊസിഷനിങ് വെച്ചിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൂടാ. ജസ്റ്റ് ഒരു ഐഡിയ ആയിരുന്നു. വി ജസ്റ്റ് ലെഫ്റ്റ് ഇറ്റ് റൈറ്റ് ദെയർ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തെത്തി. അങ്ങനെയാണ് നിജിൽ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് ഇൻ 50 ഹവേഴ്സ്, ലെറ്റ്സ് ഗോ ദെയർ. നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, നമുക്കൊന്ന് ചുമ്മാ പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ സൈനപ്പ് ചെയ്തു. വി വെൻറ്റ് ടു ദാറ്റ് ഇവൻറ്റ്. ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പം ഈ ഒരു ഐഡിയ അവിടെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് തന്നെ നമുക്കറിയില്ലായിരുന്നു. കാരണം ഇറ്റ് വാസ് ജസ്റ്റ് എ വൺ ലൈനർ ഐഡിയ. നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ലൊക്കേഷൻ കണ്ടെത്താൻ, നമ്മുടെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്സും നമുക്കറിയായിരുന്നു. കാരണം എല്ലാ ഷോപ്പിംഗ് മോൾസിലും വൈഫൈ റൂട്ടേഴ്സ് ഉണ്ട്. വൈഫൈ സിഗ്നൽ സ്ട്രെങ്ത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ആപ്പിൽ കിട്ടും. ഇത് രണ്ടും നമുക്കറിയായിരുന്നു. പക്ഷേ ഇതെങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ട് ഒരു ആൻഡ്രോയിഡിൽ ഡെവലപ്പ് ചെയ്യണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സോ വി വെൻ ദെയർ. അന്ന് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വി റിയലൈസ് ദാറ്റ് ദ നെക്സ്റ്റ് 50 ഹവേഴ്സ് ഹാസ് ചേഞ്ച്ഡ് അവർ ലൈഫ് കംപ്ലീറ്റ്ലി. കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് മെൻറ്റേഴ്സും ഡെവലപ്പേഴ്സും ദേ ഓൾ സപ്പോർട്ടഡ് അസ് ത്രൂ ഔട്ട് ദ ജേണി. ആ ഒരു 50 ഹവേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം 5 o'clock ടു നെക്സ്റ്റ് 2 days ഇവരെല്ലാം നമ്മുടെ കൂടെ ഇരുന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു. അത് രാവിലെ 4 മണി വരെ ഇരുന്ന് നമ്മൾ ഉറക്കുളച്ചിരുന്നിട്ടാണ് ഇവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ദീപചേട്ടൻ പറഞ്ഞ പോലെ ഇറ്റ് വാസ് എ സെൽഫ്ലെസ് എഫേർട്ട് ഫ്രം ഓൾ ദ പീപ്പിൾ അറൗണ്ട് ദാറ്റ് ഗ്രൂപ്പ്. ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റി തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് അതിൽ നിന്നുള്ള ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ലേൺഡ് എ ലോട്ട് ഓഫ് തിങ്സ്. വൺ ഡെഫിനറ്റ്ലി ഈസ് ഈ 50 ഹവേഴ്സ് എന്നുള്ള 50 ഹവേഴ്സ് എന്നുള്ള പേരിൻ്റെ ഒറിജിനലി ഐ ഡോണ്ട് നോ വൈ ദേ നെയിംഡ് ഇറ്റ്. പക്ഷേ ദാറ്റ് 50 ഹവേഴ്സ് മാറ്റേഴ്സ് എ ലോട്ട്. കാരണം വൺ ഓഫ് ദ ലേണിംഗ് വിച്ച് ഐ ഹാഡ് ഇൻ മൈ ലൈഫ് ഇസ് ദാറ്റ് എന്തൊരു ഐഡിയ ആണെങ്കിലും എന്ത് പ്രോഡക്റ്റ് കമ്പനീസ് ആണെങ്കിലും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി നീഡ് ടു ലോഞ്ച് എ പ്രോഡക്റ്റ് ആസ് സൂൺ ആസ് പോസിബിൾ ഇൻ സച്ച് എ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ്. ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ബിൽഡ് ഇൻ 50 ഹവേഴ്സ്. ഞങ്ങൾ അന്ന് ഉണ്ടാക്കിയ ആ പ്രോട്ടോടൈപ്പ് ഞങ്ങൾക്ക് 50 മണിക്കൂർ വെച്ചുണ്ടാക്കാം, 50 വീക്സ് വെച്ചുണ്ടാക്കാം, 50 മാസം വെച്ചുണ്ടാക്കാം. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ഡൂയിങ് ദാറ്റ് ഇൻ ജസ്റ്റ് 50 ഹവേഴ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ HDFCയുടെ ബിസിനസ് ഡിജിറ്റൽ ബാങ്കിങ് പ്ലാറ്റ്ഫോം പ്രൊഡക്ഷനിലേക്ക് പോയത്. ഇറ്റ് ഈസ് ലൈവ് അക്രോസ് ദ കൺട്രി. HDFC ഞങ്ങളെ ചൂസ് ചെയ്യാൻ കാരണം ആസ് എ വെൻഡർ ദർ വാസ് വൺ റീസൺ. ദ റീസൺ ഈസ് അജിലിറ്റി. നമ്മളാ സ്പീഡ്, ആ ഒരു പ്രൊഡക്ഷനിലേക്ക്, ഐഡിയേഷൻ ടു പ്രൊഡക്ഷനിലേക്കുള്ള സ്പീഡ് കണ്ടിട്ടാണ് HDFC had signed up with us because of other projects which we have with other banks. In a way, ആ ഒരു ഇൻ 50 ഹവേഴ്സിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന ആ എക്സ്പീരിയൻസ് മൈറ്റ് ഹാവ് ഗിവൺ us that feeling that okay, products has to be developed prototype faster. So build fast, fail fast എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റായിരുന്നു ഞങ്ങളുടെ ഓപ്പൺ തുടങ്ങിയപ്പോഴും ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. സോ വി ലോഞ്ച്ഡ് ഇറ്റ് ഇൻ 2017. ഞങ്ങളൊരു ചെറിയ MVP വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ടുഡേ വി പവർ ദ 3 ലാർജസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. SBIയിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ലൈവാണ്. ആൻഡ് വി ഹാവ് അറൗണ്ട് 4 million കസ്റ്റമേഴ്സ് യൂസിങ് അവർ പ്ലാറ്റ്ഫോം. ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ളത് ആ ഒരു 50 ഹവേഴ്സിൽ ഞങ്ങൾക്ക് ആ ഒരു ചെറിയൊരു MVP വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. കമ്മിങ് ബാക്ക് ടു ഇൻ 50 ഹവേഴ്സ്, എനിക്ക് തോന്നുന്നു ഇന്നും 5 മണി തൊട്ട് you guys are going to go through the same experience. എനിക്കുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ദാറ്റ് 50 ഹവേഴ്സ്. കാരണം ഒന്ന്, നിങ്ങൾ മേ ബി യു മൈറ്റ് ഫൈൻഡ് എ കോ ഫൗണ്ടർ.
നിങ്ങൾക്ക് ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ, എങ്ങനെ ഇത് ബിൽഡ് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഇതുണ്ടാവില്ല. ഫോർ ദാറ്റ് യു ഹാവ് ഡെവലപ്പേഴ്സ്. Second, you might build a product which can be the next big thing from Kerala. So we believe that you will be able to do that. Third thing, enjoy that experience of 50 hours. കാരണം ഫൈനലിസ്റ്റിൽ വരുന്നതിൻ്റെല്ല, how do you enjoy the process of building a product from just an idea to a real prototype and presenting it in front of your investors. So all the best to the participants, and thanks to MuLearn for inviting me and Nijil for the event, and thanks to Nijil എവിടെ? Where is Nijil? ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? ഈ പുള്ളിയുടെ വീഡിയോ ആണ് നിങ്ങൾ രണ്ടാമത് കണ്ടത്. അപ്പോൾ നിജിൽ, അപ്പോൾ ഇവർ അന്ന് പറയുന്ന സമയത്ത് they were just students, and ഐഡിയ ചെയ്ത് ഒരു പുഷ് നോട്ടിഫിക്കേഷൻ അയക്കുന്നൊരു സംഭവം. And I think Muthoot was the one who actually told, like, നിങ്ങൾക്ക് അതായത് ഒരു ഷോപ്പിംഗ് മാളിൽ നമ്മൾ നടന്നു പോകുമ്പോൾ എനിക്ക് ഏത് കടയുടെ മുമ്പിലാണോ അതിൻ്റെ പരസ്യത്തിൽ എനിക്ക് പുഷ് നോട്ടിഫിക്കേഷൻ 10% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് വരണം. അപ്പോൾ ആരോമൽ എന്ന് പറയുന്ന അവൻ വന്നു, ഞാൻ അതിന് സഹായിച്ചു തരാം. ബീക്കൺസ് വെച്ചിട്ട് 3 ബീക്കൺസ് വെച്ചു, അതിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നൊരു സാധനം വെച്ചു. എന്നിട്ട് ഒരാൾ നടക്കുമ്പോൾ അടുത്തുള്ള 3 ബീക്കൺസ് കണ്ടെത്തുന്നു, ട്രയാങ്കുലേഷൻ വഴി അയാളുടെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടെത്തുന്നു, അതിൻ്റെ ഏറ്റവും അടുത്തുള്ള കടയിൽ നിന്ന് പുഷ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോട്ടോടൈപ്പാണ് ഇവർ ബിൽഡ് ചെയ്തത്. ആൻഡ് അന്ന് മുത്തൂറ്റ് പറഞ്ഞതെന്ന് പറയുന്നത്, ദേ വോണ്ട് ടു ഇൻവെസ്റ്റ് നോട്ട് ടു സെൻഡ് ദ പുഷ് നോട്ടിഫിക്കേഷൻ. അവർക്ക് വേണ്ടതെന്ന് പറയുന്നത് മുത്തൂറ്റിൽ ബീക്കൺ വെക്കുക, ഒരാൾ മുത്തൂറ്റിലേക്ക് വരുന്ന സമയത്ത് ഇയാളാണ് വരുന്നതെന്നറിയാം, റിസപ്ഷനിൽ അവിടെ കാണിച്ചു കൊടുക്കാതെ റിച്ചി ഈസ് ഹിയർ, ഹായ് റിച്ചി എന്ന് പറഞ്ഞാൽ ഗ്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ബെറ്റർ കസ്റ്റമർ എക്സ്പീരിയൻസ്, ബെറ്റർ കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറ്റുന്നൊരു സൊല്യൂഷനാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ കാലം കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഹീ ചാറ്റഡ് വിത്ത് മീ ആൻഡ് ടോൾഡ് ലൈക്ക് അത് നമുക്ക് അങ്ങനെ ബിൽഡ് ചെയ്ത് മുമ്പിലേക്ക് പോകാനായിട്ട് പറ്റില്ലായിരുന്നു. ദേ ഹാഡ് ഡിഫറെൻറ്റ് ചലഞ്ച്. പിന്നെ ഒരു ഇൻറ്റേൺ പോലെ എവിടെയായിരുന്നു പറഞ്ഞു. ആൻഡ് ദെൻ അഗെയിൻ ഹീ റീബൗൺസ്. അതായത് എത്ര പ്രാവശ്യം നമ്മൾ വീഴുന്നു എന്നുള്ളത് ദെൻ അഗെയിൻ തിരിച്ചു വന്ന് ബിൽഡ് ചെയ്യാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റിയാണ് ശരിക്കും സക്സസ്സിലേക്ക് ഉണ്ട്. ദാറ്റ് പെർസവറൻസ് ആൻഡ് ഗ്രിറ്റ്. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് അജീഷ്. ആഫ്റ്റർ ചിലരൊക്കെ അത്രയും നല്ല ഇതായിട്ട് കഴിഞ്ഞാൽ പിന്നെ ദേ നെവർ കം ബാക്ക് ആൻഡ് അക്നോളജ് അല്ലേ. വി നെവർ എക്സ്പെക്ട് ദാറ്റ് ഓൾസോ. ബട്ട് ഐ വാസ് സോ ഹാപ്പി ടു സീ യു ഓൺ ഇൻ 50 hours ആൻഡ് ഹി വാസ് ടെല്ലിംഗ് ദ സ്റ്റുഡൻസ് ലൈക്ക് ഞാൻ അന്നിരുന്നാണ് എനിക്ക് ഓർമ്മ വന്നത് അവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അജീഷിൻ്റെ ചേട്ടനുണ്ട്, അനീഷ്, ഹീ ഈസ് ദർ ഓൺ സ്ക്രീൻ. സോ ഹീ ആസ്ക്ഡ് ആൻഡ് ഹീ കോൾ മീ ആൻഡ് ഹീ ടോൾഡ് ലൈക്ക് ഐ വാണ്ട് ടു മീറ്റ് യു. ഓപ്പൺ 10 years ആയി, അല്ല ഈ എക്കോസിസ്റ്റത്തിന് മുമ്പ് വന്നിട്ട് പോയിട്ട് ഇൻ 50 hours കഴിഞ്ഞിട്ട്. ബട്ട് ഹൗ ക്യാൻ വി കോൺട്രിബ്യൂട്ട് ബാക്ക്? ദേ ആർ ഇൻട്രസ്റ്റഡ് ടു കോൺട്രിബ്യൂട്ട്. ആൻഡ് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം? അജീഷ് സർക്കാർ ഉദ്യോഗസ്ഥനാവാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നിട്ട് അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരുന്നിടത്തിനെ എങ്ങനെ ഓൺട്രപ്രണർ ആക്കി 9 മണിക്കൂർ ഉണ്ടെന്നുള്ളതാണ് അവൻ്റെ സർപ്രൈസ്. സോ ഐ ജസ്റ്റ് ആസ്ക്ഡ് ഹിം ഓൾസോ ടു കം ഓൺലൈൻ ബിക്കോസ് ദേ വിൽ ബി കംപ്ലീറ്റ്ലി ലോഞ്ചിങ് ദ MuLearn 3.0. സോ അനീഷ കേൾക്കാവോ? കേൾക്കുന്നില്ല ഓഡിയോ. Hello. കേൾക്കുന്നുണ്ട്. പറഞ്ഞോ അനീഷ്. ഹായ്. Okay. Hey, good morning, Deepu. Good morning, everyone. Firstly, thanks for inviting me to be part of this session today. And in fact, നേരിട്ട് വരണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ പറ്റില്ല. അപ്പം ഒന്ന് ലൈക്ക് ഒരു 10 years മുമ്പ് ആണ് ഞാൻ ആദ്യമായിട്ട് ഇൻ 50 hours കുറിച്ച് കേൾക്കുന്നത് ത്രൂ അജീഷ് ആൻഡ് നിജിൽ. ആൻഡ് ഐ ഹാഡ് പേഴ്സണലി സീൻ ഹൗ ദിസ് ഹാസ് ഇമ്പാക്റ്റഡ് both for them as well as for open in this journey. So one thing which I have always realized is that നമ്മുടെ കേരളത്തിൻ്റെ talent potential, especially in specific sectors like fintech, we are underutilized. And many times, like, I meet a lot of startup entrepreneurs who techies basically, who have an idea. But എനിക്ക് തോന്നുന്നത് പല സമയത്തും the challenge they face is how do I take this further to a bank or to the go to market. ആ ഒരു ഏരിയയിലാണ് ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് മേ ബി ഐ തിങ്ക് through this type of initiatives, we are also thinking is there somewhere we can also contribute back in terms of solving some of this gap. And that's where
I met Deepu last time. Can we, as an industry forum, bring in more volunteers basically in other domains to help എന്നുള്ളത്. So അതിന് തൊട്ട് before that, I just firstly wanted to thank all of you for being part of these things and the initiatives which MuLearn, Deepu, and the rest of the team is actually doing in in building such an ecosystem. So, like Ajish mentioned, the first thing what I wanted to tell all of you is that നമ്മള് ഒരു structured ലേണിംഗ് പ്രോസസ്സിലൂടെ പോകുന്നതിനിടയ്ക്ക് ഇതുപോലെയുള്ള ഇനിഷ്യേറ്റീവ്സ് ദിസ് വിൽ help you to explore more about like what's really happening, come up with innovative solutions. And not only this helps in terms of like building your careers, but even when companies look for, so in the openly we have around 600 people. The bigger challenge we face is that എല്ലാവരും ചോദിക്കും why are you not going for campus recruitment? We go for campus recruitment every year across India. The challenge is that നമ്മുടെ domain specific skill sets പലപ്പോഴും ഒരു mismatch ആണ്. And it will take us like around ഒരു 6 to 9 months of training to skill someone to adapt to our product or like our industry. അപ്പം ഇതുപോലുള്ള initiatives വഴി when you are working on like on a hackathon, when you are actually working on Okay. look around like other. ഓക്കെ അപ്പോൾ അനീഷ് എന്നോട് ചോദിച്ചു എങ്ങനെ നമുക്ക് തിരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാം. സോ വാട്ട് ഐ ആസ്ക്ഡ് ഹിം ഈസ് ലൈക്ക് ഹി ഹാസ് നെറ്റ്വർക്ക്. ലോകത്തിലെ എല്ലാ ഒത്തിരി ബാങ്കുകൾ ഇവരായിട്ട് വർക്ക് ചെയ്ത് വിസ ഒക്കെ ഇവരുടെ കസ്റ്റമർ, ഗൂഗിൾ എല്ലാം കസ്റ്റമേഴ്സ് ആണ്. Enhances your potential of your potential as well by around the potential by around 3x. So that's where like this is very important for all of you to be part of these things. And one important point which Deepu also was casually mentioning that ഇതൊരു just after a hackathon, like ഇതൊരു continuous process ആണ് basically. And when you are actually working on an idea, you will be either meeting a co-founder or a group of people working on an idea and then take it to the next level. Now, specifically, one thing from an opens perspective, what we really wanted to ensure is that we would like to really support the community. And in terms of like, so today, like some of the strengths as a company that we have is like access to our banking partners. We work with around 16 out of the top 19 banks in the country. We manage internet banking for some of the larger banks like HDFC and Axis. We work with NPCI. We are also an RBI licensed entity. So some of those innovations in terms of like taking this to your prospective clients if they are banks or through partnerships, that is one area definitely where we can support. Plus we also wanted to give an opportunity for all the aspiring developers or the techies or the innovators to for them, like if they need access to specific infrastructure or the technology that we can and also get involved in some of the live projects that we are actually working on that thing. So that is where we would like to very strategically associate with MuLearn and this initiative as well. So that's probably what I have to tell you. And I think, like Ajish mentioned, this is the right time to get started. And all you have to understand is that India, I mean, India is going through a complete digital transformation. We have the payment infrastructure. We have the digital public infrastructure like the KYC, കാര്യങ്ങളെല്ലാം ഉണ്ട്. And the entire world will be looking at India for the next set of technologies. While Silicon Valley will continue to have its own value, but generally the entire world will really look upon these things. And that gives us a lot of opportunities in every segment, health tech ILM, fintech ILM, and even emerging technologies like AI. And I know like, every other guy I'm talking about, AI is now flavor of the season, but it's the opportunity is not only just in AI, in every segment. And just another simple thing which I wanted to talk about is like today, every
bank is trying to build innovative solutions which the fintechs were earlier building, and they were felt left back in that race. So today they wanted to actually, they're looking for partners who can actually help them with the technology, whether it is wealth management, whether it's on lending, whether it is on various other financial services. So there is like immense potential opportunities. I was specifically talking about fintech, but if you really look at like, all the other segments. So this is the right time to get into it. And the best engineers are the one who actually discover solving problems, building their own products while being part of their during their college. നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ചെയ്യുന്നവരാണ് ultimately they end up like scaling up the career ladder or starting up this thing. So this is a right time for all of you guys to actually get started into this. And the good part is that there is MuLearn, there is like a community of like, volunteers or, people who are there to support. And from Open's perspective, we will be very happy to volunteer and support in whatever ways we can. താങ്ക് യു അനീഷ്. Thank you. അപ്പോൾ നമ്മുടെ MuLearn, ഇറ്റ് ഷുഡ് ആക്ച്വലി നമ്മൾ MuLearn 2.0 പറഞ്ഞു. നമ്മൾ എന്താണ് എല്ലാവരും കയറി കർമ്മ പോയിന്റ്സ് എടുക്കുന്നുണ്ട്. റൈറ്റ് നോ വി ആർ മെയിൻറ്റെയിനിങ് എ ഗാർഡൻ. എന്താണ് ഓരോ സ്ഥലത്തും പോയിട്ട് ഓരോ ക്യാമ്പസിൽ പറയുന്നു, ക്യാമ്പസ് ഓറിയൻറ്റേഷൻ എടുക്കുന്നു, ചെയ്തു പോകുന്നു. ആൻഡ് നൗ നെക്സ്റ്റ് വി ഹാവ് ടു സ്കെയിൽ. സോ സ്കെയിൽ വി ഹാവ് ടു ബിൽഡ് എ ഫോറസ്റ്റ്, അല്ലേ? ഫോറസ്റ്റാണ് ഓട്ടോമാറ്റിക്കായിട്ട് സ്കെയിൽ ചെയ്ത് പോകാനായിട്ട് പോകുന്നത്. അതിനകത്ത് ഓരോ മരവും അതിന് വേരോട്ടമുണ്ടായി അത് സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ട് പോകുന്നൊരു സിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ MuLearnൻ്റെ 3.0യുടെ ഇനാഗ്രേഷൻ എന്ന് പറയുന്നത് ദാറ്റ് MuLearn ഷുഡ് ബി സെൽഫ് സസ്റ്റെയിനബിൾ. അപ്പോൾ ഇതിൻ്റെ അലൂമിനി നെറ്റ്വർക്ക് ആവണം MuLearnനെ പവർ ചെയ്ത് കൊണ്ടുപോകുന്നത്. ലാസ്റ്റ് നമ്മൾ കൂടുതലും മിനിസ്റ്റേഴ്സും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഇനാഗ്രേഷന് പകരം നമ്മൾ ഇത് പ്ലാൻ ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ഇന്നിവിടെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കണം നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട് വന്നിട്ട് MuLearnൻ്റെ 4.0യും 5.0യും ഒക്കെ പെർമ്യൂട്ടൊക്കെ ഇനാഗ്രേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് I officially welcome Ajish and Anish to inaugurate MuLearn 3.0. Yeah, so I take this opportunity to unveil the new MuLearn 3.0. Thank you. So, good morning all. I am Arun. I am working in Mar Basilius College of Engineering and Technology, Trivandrum, and faculty enabler of GTech MuLearn.
സോ എന്താണ് MuLearn 3.0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ടു സ്റ്റാൻഡ് ഹിയർ ആസ് എ MuLearner ആൻഡ് ലോഞ്ച് ദിസ് third version of our learning revolution. ഒരു ചോദ്യം ചോദിച്ച് തുടങ്ങാം. ബീയിങ് എ ഫാക്കൽറ്റി, നമുക്കിതുപോലെ പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണല്ലോ. സോ how many of you think or how many of you feel that there should be some change that is required in the current education system? ഇപ്പോൾ ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാകും? I think that is close to 100%, almost. So, നമ്മൾ മോസ്റ്റ് ഓഫ് ദ സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമുക്കിതുപോലെ ചേഞ്ച് വേണോ? ഉറപ്പായിട്ടും ആൾക്കാർ ചേഞ്ച് വേണം. എന്ത് ചേഞ്ചാണ് നമുക്ക് വേണ്ടത്? എക്സാംസ് വേണ്ട, അറ്റൻഡൻസ് വേണ്ട, മാർക്ക് വേണ്ട. ഓക്കെ, സോ ഓൾ ടുഗെദർ നമ്മുടെ സിസ്റ്റം എന്താണെന്ന് ഉള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഡിസ്കസ് ചെയ്ത് വന്നു. റിച്ചാർഡ് ഓൾറെഡി മെൻഷൻ ഹൗ ജെൻ സി ഓപ്പറേറ്റ്സ്. അതുപോലെ ദീപ് പറഞ്ഞു ഫാസ്റ്റ് ലേണേഴ്സ് എങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ, എത്ര അജൈലായിട്ടാണ് അവരുടെ ഒരു തോട്ട് പ്രോസസ്സും കാര്യങ്ങളും ഒന്നും ഉള്ളതെല്ലാം. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്ത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പോലെയാണോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഇവോൾവിങ് വിത്ത് ടൈം എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പോൾ ഞാൻ കുട്ടികളോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹാർട്ട്? നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്, ഹാർട്ടിൻ്റെ പടം വരച്ച് ചേമ്പേഴ്സ് എല്ലാം മാർക്ക് ചെയ്ത് അതിൻ്റെ എവിടെ നിന്ന് ബ്ലഡ് വരുന്നു, എങ്ങനെ അത് ഫിൽട്ടർ ചെയ്യുന്നു, എങ്ങനെ പോകുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറ്റത്തില്ല. ഹാർട്ട് വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ഇത് സിമ്പിൾ വരച്ച് തരും. അപ്പോൾ ഹാർട്ടിൻ്റെ വർക്കിംഗ് നമ്മൾ സ്കൂളിൽ പഠിച്ചു, പക്ഷേ നമുക്കിപ്പോൾ അത് പറയാൻ അറിയില്ല. അപ്പോൾ അതിനുള്ള റീസൺ എന്തായിരിക്കും? അതിനുള്ള റീസൺ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ട് പഠിച്ചു, പരീക്ഷയ്ക്ക് എഴുതി, പേപ്പർ കൊടുത്ത് വിട്ടതിൻ്റെ കൂട്ടത്തിൽ നമ്മളതിന് ഹാർട്ടുമായിട്ടുള്ള ബന്ധം നമ്മളങ്ങ് ഉപേക്ഷിച്ചു. കാരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് ലങ്സാണ്, അത് കഴിഞ്ഞ് കിഡ്നി വരും, ബ്രെയിൻ വരും. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റാൻഡം വോളറ്റൈൽ മെമ്മറിയിൽ കാര്യങ്ങൾ സേവ് ചെയ്യുന്നു, ഇറേസ് ചെയ്യുന്നു, പുതിയ സാധനം സ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുന്നൊരു മോഡിൽ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, നമ്മൾ ബാഹുബലി എന്ന് പറയുന്ന സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട്? യെസ്, ബാഹുബലിയിലെ ഒരു സീനുണ്ട്, ബാഹുബലിയും ദേവസേനയും കൂടി കുറേ പന്നികളെ ഹണ്ട് ചെയ്യാൻ പോകുന്നൊരു സീൻ ഇല്ലേ? അതിൽ ഒരു ബോ ആൻഡ് ആരോ ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഇവർ യൂസ് ചെയ്യുന്ന ബോ ആൻഡ് ആരോയുടെ കളർ എന്താണെന്ന് ഓർമ്മയുണ്ടോ? യാ, പിങ്ക് ആൻഡ് ബ്ലൂ അല്ലേ? എല്ലാവർക്കും അറിയാം അല്ലേ? ഒന്ന് ആലോചിച്ച്, നമ്മുടെ ജീവിത വിജയത്തിന് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഫർമേഷനാണ്. ബാഹുബലിയും ദേവസേനയും യൂസ് ചെയ്തത് ബ്ലൂവും പിങ്കും ആയിട്ടുള്ള ആരോസ് ആണ്, പക്ഷേ ഹാർട്ടിൻ്റെ വർക്കിംഗ് നമുക്ക് പറയാൻ അറിയത്തില്ല. സോ വിച്ച് അഗെയിൻ മീൻസ് ദാറ്റ് എന്തുകൊണ്ട് നമ്മളിത് ഓർത്തിരിക്കുന്നു? ഇറ്റ് വാസ് എൻഗേജിങ് അല്ലേ? അപ്പോൾ കണ്ടൻറ്റ് എൻഗേജിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓർത്തിരിക്കാനോ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനോ ഒക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു. നമുക്ക് ഒരു കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഇൻസ്റ്റെഡ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് വി ആർ ബിൽഡിങ് എ ന്യൂ മോഡൽ വിച്ച് ഇസ് മേക്കിംഗ് ദി എക്സിസ്റ്റിംഗ് മോഡൽ ഒബ്സൊലീറ്റ്. ഓക്കെ, അപ്പോൾ MuLearn'കത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്നത്തെ ഇൻഡസ്ട്രിക്ക് വേണ്ട ടാസ്കുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽസ് അതിനെ നമ്മൾ ടാസ്കുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ശ്രീകുമാർ സാറ് പറഞ്ഞു നമ്മുടെ ടെക്നോ പാർക്കിലേക്ക് കയറുന്ന പ്രോസസ്സ് എന്തുമാത്രം കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ വെന്യൂലേക്ക് വരാൻ വേണ്ടിയിട്ട് ഗേറ്റിൽ വന്നപ്പോഴേക്കും എഗെയിൻ നമ്മുടെ അവിടുത്തെ സെക്യൂരിറ്റി നോക്കുന്ന പോലീസ് ഓഫീസേഴ്സ് വളരെയധികം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ നമ്മളെ ചോദിച്ചു എങ്ങോട്ടാണ് വന്നത്, എന്താണ് പരിപാടി, അപ്പോൾ എവിടെ നിന്നാണ് വിളിച്ച് പറഞ്ഞത്, കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റാർട്ടപ്പ് മിഷൻ, നമ്മുടെ തേജസ്വിനി ബിൽഡിംഗ്, ബീഗിൾ, ഫായ എല്ലാം പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ എവിടെയോ GTech MuLearn എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചു GTech MuLearn. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ, അതായത് GTech MuLearn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഗ്യാപ്പുകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച്
അത് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ടാസ്കുകളൊക്കെ ഉണ്ടാക്കി കുട്ടികളെ കൊണ്ട് ഈ ടാസ്ക് കുട്ടികൾ ചെയ്യുന്നു, ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പോയിൻറ്റ്സ് കിട്ടുന്നു. പുള്ളി തിരിച്ചു വയ്ക്കണം, അതല്ലേ കർമ്മ പോയിൻറ്റ്സ്. പുള്ളിയുടെ വൈഫ് ഓൾറെഡി ഇത് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ ഇങ്ങോട്ട് വന്ന എല്ലാ ആൾക്കാരോടും പുള്ളി നിന്ന് നിർത്തി എന്താണ് ജിടെക് മ്യൂലേൺ എന്നുള്ളത് കേട്ട് മനസ്സിലാക്കി പുള്ളി അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അറ്റ് ദാറ്റ് പോയിൻ്റ് ഐ റിയലി ഫെൽറ്റ് പ്രൗഡ്, ബിക്കോസ് നമ്മൾ ഇതുപോലൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നു, അതിനകത്തേക്ക് ആൾക്കാർ വരുന്നു, പഠിക്കുന്നു എന്ന് പറയുമ്പോഴും ദ കൈൻഡ് ഓഫ് ഡെമോക്രാറ്റൈസേഷൻ ഇറ്റ് ഹാസ് ഓൾറെഡി ക്രിയേറ്റഡ് എന്ന് പറയുന്നത് ഇസ് റിയലി റിയലി അമേസിങ്. അപ്പോൾ ഈ ഒരു 2.0 വേർഷനിൽ നിന്ന് 3.0 വേർഷനിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് മെയിനായിട്ടും എന്താണ് വേണ്ടത്? നമ്മുടെ പ്ലാറ്റ്ഫോം സെറ്റായി സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ ഈ പറഞ്ഞ പോലുള്ള കോവിഡിൻ്റെ ക്രൈസിസ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആൻഡ് വി ഗോട്ട് എ വെരി സോളിഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ത്രൂ വിച്ച് വി ക്യാൻ റോൾ ഔട്ട് അവർ ഡ്രീംസ്. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇങ്ങനൊരു മാറ്റം വേണം എന്നുള്ളതിനെ ഡിജിറ്റലി ക്യാപ്ചർ ചെയ്ത് നമുക്ക് കുട്ടികളിലേക്ക് കൊണ്ടുവരാനും മാസീവായിട്ട് ആദ്യം തന്നെ സ്കെയിൽ ചെയ്ത് 30,000+ സ്റ്റുഡൻസിനെ ഇപ്പോൾ ഓൺബോർഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകാൻ പോകുന്ന ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ സ്പേസിൽ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് വരുന്നു, അവർക്കുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, അവർ ഡിജിറ്റൽ സ്പേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ അവിടെ നിന്ന് ക്യാമ്പസുകളിലേക്ക് നമുക്ക് ഫിസിക്കലി എങ്ങനെ കൊണ്ടുവരാം. ദാറ്റ് ഈസ് ദി ആക്ച്വൽ കോൺസെപ്റ്റ് ഓഫ് MuLearn. നമുക്ക് മൈക്രോ ലേണിംഗ് ഗ്രൂപ്പ്സ് എങ്ങനെ ഉണ്ടാക്കാം. ദീപു പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയൊരു ടെക്നോളജി വരുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ തിങ് ടു ഗെറ്റ് ആഡഡ് ഇൻ ടു ദ കരിക്കുലം ആൻഡ് പ്രൊപ്പഗേറ്റഡ് ത്രൂ ക്ലാസ് റൂംസ്, ഒരു സീനിയർ വന്നിട്ട് പറയാണ്, എടാ ഇങ്ങനൊരു ടെക്നോളജി വന്നിട്ടുണ്ട്, നമുക്കിന്ന് വൈകുന്നേരം 4:30 ശേഷം ഒന്ന് ലാബിലിരുന്ന് ഒന്ന് പഠിച്ചു പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ക്രിയേറ്റ് സം സോർട്ട് ഓഫ് എക്സൈറ്റ്മെൻറ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള മൈക്രോ ലേണിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് MuLearnൻ്റെ കോർ ഫിലോസഫി. പ്യുവർ ലേണിംഗ് തന്നെയാണ് MuLearnൻ്റെ കോർ ഫിലോസഫി. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഒരു ഫിസിക്കൽ സ്പേസിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ആ ഒരു ഫിസിക്കൽ സ്പേസിൽ വരുമ്പോഴേക്കും പുതിയ ടെക്നോളജി വന്നു. അപ്പോൾ ക്യാമ്പസുകളിൽ നിങ്ങൾ ആമിയുടെ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IoT, എന്ത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് വേണം? ആ ക്യാമ്പസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അല്ലെങ്കിൽ 2-3 പേരായാലും മതി, അവർക്ക് താല്പര്യമുള്ള ഒരു ഏരിയ കണ്ടെത്തി അവർ അത് പഠിക്കാൻ തയ്യാറാകുന്നു. അത് തന്നെയാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഇതിനൊക്കെ നമ്മൾ ഈ പേരുകൾ ഇട്ടിട്ടുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ദീപു ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ നമുക്ക് സെൻട്രൽ ലെവലിൽ വി ഹാവ് ദി സിസ്റ്റം, വി ഹാവ് എ തിങ്ക് ടാങ്ക് ദാറ്റ് വർക്ക്സ് ഓൺ വാട്ട് ഓൾ തിങ്സ് ടു ബി ലേൺഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനെ നമുക്ക് ഡീസെൻട്രലൈസ് ചെയ്ത് ക്യാമ്പസുകളിലേക്ക് വരുമ്പോൾ അവിടെ ദ ഗാർഡൻ ടു ഫോറസ്റ്റ് ട്രാൻസിഷൻ പറഞ്ഞ പോലെ അലുമിനൈ നെറ്റ്വർക്ക് വച്ചിട്ട് വി വിൽ ബി ക്രിയേറ്റിംഗ് തിങ്ക് ടാങ്ക്സ്. സോ ബേസിക്കലി നമ്മൾ ഇനിയുള്ള സ്ട്രക്ചർ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴേക്കും ക്യാമ്പസുകളിൽ ക്യാമ്പസ് ലീഡും ടീമും കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്തെടുക്കാം. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിന് ഓരോന്നിനും ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ലീഡ്സ് ഉണ്ടാകും, ക്യാമ്പസിലെ സ്റ്റുഡൻസ് തന്നെയായിരിക്കും. ഇവർ എല്ലാ മന്തും വാട്ട് ഇസ് ദി ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ദാറ്റ് ആർ ഹാപ്പനിങ് ഇൻ ദി ഇൻഡസ്ട്രി എന്നുള്ളത് അവരൊന്ന് അഗ്രസീവായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ദേ ആർ പ്രസൻറ്റിങ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി തിങ്ക് ടാങ്ക്. എന്ന് പറഞ്ഞാൽ കോളേജ് ലെവൽ തിങ്ക് ടാങ്ക്. കോളേജിലെ തിങ്ക് ടാങ്കിൽ ആരൊക്കെ വേണം? നമ്മുടെ അലുമിനൈ നെറ്റ്വർക്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ IoT ആണെന്നുണ്ടെങ്കിൽ IoTയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അലുമിനൈ മെമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ കോളേജ് തിങ്ക് ടാങ്കിൽ ഉണ്ടാകുന്നത്. ആൻഡ് കളക്റ്റീവ്ലി ദേ വിൽ ഡിസൈഡ് ഹൗ ആൻഡ് എങ്ങനെയാണ് കുട്ടികളിത് പഠിക്കേണ്ടത് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ തന്നെ പ്ലാൻ ചെയ്ത് ഫ്രണ്ടിലേക്ക് പോവാം. ആൻഡ് ഓൾസോ ക്യാമ്പസ് ടു ക്യാമ്പസ് കണക്റ്റ്. ഇപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി ക്ലോസ് ടു 3:30 വരെയൊക്കെ നമ്മളിവിടെ ഈ ക്യാമ്പസിലുണ്ടായിരുന്നു. ആൻഡ് വാട്ട് വി സീ ഇസ് പല കോളേജസിലെയും കുട്ടികൾ വന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ ഒരു എഫേർട്ട് ഇടുന്നത്. ആൻഡ് ദ camaraderie or the warmth which we see around here is superb. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്തേക്ക് വീണ്ടും വീണ്ടും കണക്ട് ചെയ്യിപ്പിച്ച് നിർത്തുന്നൊരു സംഭവം. അപ്പോൾ ഇപ്പോൾ ഡിസ്കോർഡിനകത്തിരുന്നിട്ട് നമ്മൾക്ക് ഒരു ഡൗട്ടുള്ള 10 പേരുണ്ടെങ്കിൽ അതിൽ 5 പേരെ ഹെൽപ്പ് ചോദിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഫിസിക്കലി കൊണ്ടുവരുമ്പോഴേക്കും ഡെഫിനറ്റ്ലി കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടായി വരും, ലേണിംഗ് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഉണ്ടാകും.
this is what we intend to do. So, yeah, with that, നമ്മൾ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ വെനെവർ സം പല പഴയ രാജാക്കന്മാർ നമ്മുടെ നേഷൻ ഇൻവേഡ് ചെയ്യുന്ന സമയത്ത് ബിഫോർ ലൂട്ടിങ് ദി വെൽത്ത് ദി ഫോക്കസ്ഡ് ഓൺ ഡിസ്ട്രോയിങ് ദ നോളജ് ക്രിയേറ്റഡ് ബൈ ദ യൂണിവേഴ്സിറ്റീസ് അല്ലേ. അപ്പോൾ ഇപ്പോഴാണ് ഒരു ഇൻവേഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ MuLearn സെർവറിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യാൻ സാധ്യത. പക്ഷേ നമ്മുടെ സൈബർ സെക്യൂരിറ്റിയിലെ പിള്ളേരത് സമ്മതിച്ചു കൊടുക്കത്തുമില്ല അല്ലേ. യാ, അപ്പോൾ ഈ ഒരു ഡീസെൻട്രലൈസേഷനിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ലൈക്ക് ആരോൺ ചേട്ടൻ ഹൂ അവാർഡ്സ് കർമ്മ പോയിൻറ്റ്സ്, നമുക്കിതുപോലൊരു മെക്കാനിസം നമ്മുടെ ക്യാമ്പസുകളിൽ ഓപ്പറേറ്റ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. അതായത് ഇപ്പോൾ ഒരു സെൻട്രൽ ഡിസ്കോർഡ് സെർവറാണ് ഉള്ളത്, പക്ഷേ നമുക്ക് ക്യാമ്പസിനകത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ടൊരു സെർവർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുമോ പിള്ളേരെ? ഷഹീൻ, ഓപ്ഷൻ ഉണ്ടോ? യെസ്, ചെയ്യാവുന്നതാണ്. അപ്പോൾ സാറ് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MuLearn സെൻട്രലിയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, അതിന് പകരം ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഓരോ ക്യാമ്പസിലും ഓരോ സെർവറാണ്, അതല്ലേ? യെസ്. സോ ഹിയർ യെസ്, ആരോൺ ബ്രോ. സോ നമ്മൾ ആരോൺ ചേട്ടൻ എന്ന് പറഞ്ഞ ബോട്ടിനെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് ഇതുവരെ. സോ വി ആർ ഇൻട്രൊഡ്യൂസിങ് ആരോൺ ബ്രോ. സോ ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ക്യാമ്പസ് ബോട്ട്. ക്യാമ്പസ് എന്ന് മാത്രമല്ല, ഏതൊരു ഓർഗനൈസേഷനകത്തും MuLearn പോലെ ഒരു റെപ്ലിക്ക ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ബോട്ട് അല്ലെങ്കിൽ ഡിസ്കോർഡ് സെർവറാണ് ആരോൺ ബ്രോ എന്ന് പറയുന്നത്. സോ ആരോൺ ബ്രോ ഹാവ് ലീഡർ ബോർഡ്സ്. ഓക്കെ, സോ MuLearn പോലെ തന്നെ ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ആരോൺ ബ്രോനെ യൂസ് ചെയ്തിട്ട്. ആൻഡ് ആൾക്കാർക്ക് ടാസ്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, ആൾക്കാർക്ക് കർമ്മ പോയിൻറ്റ്സ് മൈൻ ചെയ്യാൻ പറ്റും. ആ ക്യാമ്പസിനകത്ത് അവരെ അലുമിനി നെറ്റ്വർക്കിന് അവിടെ മെൻറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സോ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ദേ വിൽ ഓൾസോ ഹാവ് സിമിലർ കർമ്മ പോയിൻറ്റ്സ് വിച്ച് വിൽ നോട്ട് ബി കൗണ്ടഡ് ഇൻ ടു അവർ സെൻട്രലൈസ്ഡ് സെർവർ. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് അവർക്ക് MuLearn റെപ്ലിക്ക പോലെ ഓരോ ക്യാമ്പസിലും അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനിലും റൺ ചെയ്യാം. ഈവൻ കമ്പനീസിലും റൺ ചെയ്യാൻ പറ്റും. ഈവൻ വി ഹാവ് ഫ്യൂ എൻക്വയറീസ് വിത്ത് സം കമ്പനീസ് ഓൾസോ. സോ ലീഡർ ബോർഡ്സ്, റാങ്ക് കാർഡ്, എവറിത്തിങ് ഇറ്റ് വിൽ ബി ദർ. സോ നെക്സ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പബ്ലിക്ലി ഷെയറബിൾ പ്രൊഫൈലാണ്. മുഹമ്മദ് നിന്നെ തന്നെ കാണിച്ചു ലെവൽ 4 ആയത് ഞാൻ അറിഞ്ഞു. സുമോട്ടി താഴേക്ക് കാണിക്കും, നിന്റെ ഇൻഡസ്ട്രിയിൽ എത്ര കർമ്മയുണ്ടെന്ന് കാണാൻ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ബി റെഡി ടു ബി റിഡിക്യൂൾ. താഴോട്ട് പോരട്ടെ, സ്ക്രോളി. സോ നമ്മളിതൊരു പബ്ലിക്ലി ഷെയറബിൾ പ്രൊഫൈലാണ്. ഒരു ലിങ്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ കമ്പനീസ് ക്യാൻ ഇവാലുവേറ്റ്, അല്ലെങ്കിൽ ബാക്കി ആർക്കും നമ്മളെ പറ്റി അറിയാൻ പറ്റും. മുഹമ്മദ് IoTയിൽ 1000 കർമ്മമുണ്ട്. അപ്പോൾ മുഹമ്മദിന് IoTയിലാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് മനസ്സിലായി. UI UX നോക്കണ്ട, 0 ആണ്. അപ്പോൾ ആവറേജ് കർമ്മ 13K. ലൈക്ക് ഇങ്ങനത്തെ കുറേ ഇൻസൈറ്റ്സ് കിട്ടും. ഒന്നുകൂടെ താഴേക്ക് എടുക്കുമോ? കാണിക്കാൻ പറ്റൂല അല്ലേ. പറഞ്ഞു പോയാൽ മതി, കുഴപ്പമില്ല. നമ്മൾ ഗിറ്റപ്പിൻ്റെ പോലെ ഒരു ഹീറ്റ് മാപ്പ് ചെയ്യുന്നുണ്ട്. അതാ മുഹമ്മദിൻ്റെ ഹീറ്റ് മാപ്പ് എംപ്റ്റി ആണ്, ഒന്നും ചെയ്തിട്ടില്ല ഈ വർഷം. 2023 കാണിച്ചു കൊടുക്കും മുഹമ്മദേ. ജിബിൻ സാറിനെ കാണിച്ചാൽ മതിയായിരുന്നു. പിന്നെ വി ഹാവ് കണക്ട് വിത്ത് മീ, ലൈക്ക് വി ക്യാൻ ഇൻറ്റഗ്രേറ്റ് ഗിറ്റപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ലൈക്ക് അവർ സോഷ്യൽ മീഡിയാസ് എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ ഈ ഒരു ജസ്റ്റ് വൺ ലിങ്ക് വെച്ചിട്ട് ആൾക്കാർക്ക് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. And if you have any suggestions, you can also incorporate all those also into this profile.
സോ നമ്മളെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ അവർ കർമ്മ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ എല്ലാം എവിടുന്ന് ഓരോ ഇൻഡിവിജ്വൽ കർമ്മ പോയിന്റ്സും എവിടുന്ന് കിട്ടിയെന്നുള്ളത് പബ്ലിക്കലി വിസിബിൾ ആണ് എന്നുള്ളതാണ്. യെസ്. സോ നെക്സ്റ്റ് വി ആർ ഇൻട്രൊഡ്യൂസ് വൺ ക്വസ്റ്റ്യൻ. ഇത് പബ്ലിക്കലി വിസിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ പ്രൈവസിയെ ബാധിക്കില്ലേ? ഇഫ് ദേ വാണ്ട് ദേ ക്യാൻ മേക്ക് ഇറ്റ് പ്രൈവറ്റ്. സോ അങ്ങനെയാണെങ്കിൽ അവർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവറ്റ് ആണെന്ന് പറയും, ഒന്നും ആക്സസിബിൾ ആവില്ല. ഓക്കെ ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഇവൻറ്റിൻ്റെ ഒരു 2-3 ഡേയ്സ് മുമ്പ് ദീപചേട്ടൻ വന്ന് പറഞ്ഞു നമുക്കൊരു ചെറിയ ആപ്പ് ഉണ്ടാക്കിയാലോ, ഇവിടെ കാണിക്കുകയും ചെയ്യാം. നെക്സ്റ്റ് ഒരു ഫോർവേഡിലേക്ക് ഒരു ആപ്പ് പോലെ. ഇപ്പോൾ നമ്മളെല്ലാം വെബിലാണ് എല്ലാം ഉള്ളത്. സോ അപ്പോഴാണ് വെറും ഒരു 3-4 ഡേയ്സിൻ്റെ ടൈം സ്പാൻ വെച്ചിട്ട് ലൈക്ക് അമൽ ജെനിൻ ഒരു ചെറിയൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. സോ ഹാൻഡ് ഓവറിങ് ടു അമൽ ഫോർ. ഓക്കെ. സോ ഈ 3 to 4 days എന്ന് പറഞ്ഞ സംഭവം വെറുതെ പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ആ കൂടി കിട്ടിയ സമയം 15 മണിക്കൂറായിരുന്നു. ഡിസൈൻ കം ഡെവലപ്മെൻറ്റിന് 15 മണിക്കൂറാണ് കിട്ടിയത്. അതിൽ തന്നെ കുറേ ഡിസൈൻ ക്യൂറേഷൻ, പിന്നെ വേറെ വേറെ ഫീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഫങ്ഷനാലിറ്റീസ്. ഇൻ 50 hours നമ്മൾ ഇനി ഇൻ 15 hours മാറുകയാണ്. ഓക്കെ. സോ ദീപചേട്ടൻ ഭയങ്കര മോട്ടിവേഷനാണ്. പിന്നെ ഷഹീനയ്ക്കായിട്ട് ഭയങ്കര മോട്ടിവേഷൻ തന്ന് നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഉറങ്ങാണ്ടൊക്കെ ഇരുത്തി നമ്മളെ ചെയ്യിപ്പിക്കും. ഓക്കെ. സോ ദീപചേട്ടൻ പറഞ്ഞ ആ കൂടി ഒരു കൺസേൺ ആണ് ഞങ്ങളിത് ആപ്പിലേറ്റ് കൺവേർട്ട് ചെയ്യാനുള്ളൊരു റീസൺ. അതായത് സ്റ്റുഡൻസിന് എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ളത് ആപ്ലിക്കേഷൻസ് ആണ്. ഒരാളും പോയിട്ട് വെബോ അല്ലെങ്കിൽ അതിലേക്ക് പോയിട്ട് ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇത് ജസ്റ്റ് 1 ക്ലിക്കിൽ നമുക്കിപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, പിന്നെ ഇപ്പോൾ ഒരു ലേണിംഗ് സർക്കിൾ നമുക്കിപ്പോൾ ഒരു IG ഗ്രൂപ്പിലേക്ക് അറിയണം, പിന്നെ IG ഗ്രൂപ്പിൽ എന്തൊക്കെ ലേണിംഗ് സർക്കിൾസ് ഉണ്ട്, അപ്പോൾ അതിലേക്കൊക്കെയുള്ള ഒരു ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളത്. പിന്നെ MuLearnൽ കുറേ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എനിവൺ നോസ് വാട്ട് ആൻഡ് ഓൾ ഇവൻറ്റ്സ് ആർ കറൻ്റ്ലി ഗോയിങ് ഓൺ? ഐ തിങ്ക് എനിക്ക് അറിയണ്ടായിരുന്നില്ല ഈ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്കൊരു 3 to 4 ഇവൻറ്റ്സ് ആണ് കറൻ്റ്ലി ഓൺ ഗോയിങ് അറിയേണ്ടതെന്ന്. ബാക്കിയുള്ള ഇവൻറ്റ്സ് ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ആയിരുന്നു. സോ അതിലേക്കൊക്കെയുള്ള ഒരു ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. കറൻ്റ്ലി ആൻഡ്രോയിഡ് യൂസേഴ്സിനാണ് ഞങ്ങളിപ്പോൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. വെബ് ഫോർ iOS യൂസേഴ്സ് വി ആർ പ്രൊവൈഡിങ് വെബ് ലിങ്ക്. ദെൻ MuLearn.org, അതായത് MuLearn ഒരു ആപ്പ് നേരത്തെ കാണിച്ചൊരു app.mulearn.org ഒരു വെബ്സൈറ്റ്, അതായത് പബ്ലിക്കലി ഷെയറബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് ഉണ്ട്. അതും കൂടി ഞങ്ങൾ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു പ്രൊഫൈൽ ഷോക്കേസിങ് പ്ലാറ്റ്ഫോം കൂടി ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തു. സോ ദിസ് ഈസ് ദ ലിങ്ക് ഫോർ ദി ആപ്ലിക്കേഷൻ. ഓക്കെ. സോ നമ്മുടെ ടെക് ടീം ചെയ്ത കുറേ സംഭവങ്ങൾ കണ്ടു. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് പുറത്ത് കാണുന്ന കുറച്ച് വളരെ മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അൺവീൽ ചെയ്തത്. ആൻഡ് ഈ ലാസ്റ്റ് ഒരു ഇയറിൽ ലൈക്ക് വി ഹാവ് അച്ചീവ്ഡ് മെനി ലോട്ട് ഓഫ് തിങ്സ്. ലൈക്ക് വി ഹാവ് ക്രിയേറ്റഡ് ഒരു സ്റ്റുഡൻറ്റ് ഡ്രിവൺ ടെക് ടീമാണ് ഇത് മൊത്തം. ഇപ്പോൾ അമലാണെങ്കിലും ഇവരെല്ലാവരും സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ടാണ് ഹവേഴ്സിൻ്റെ ടൈം കാര്യമൊക്കെ പറഞ്ഞത്. സോ നമ്മളിതിനകത്ത് കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തു. ആൻഡ് ലൈക്ക് മോർ ദാൻ ദാറ്റ് വി ഹാവ് ഓൾസോ സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ ലൈക്ക് നെയിംഡ് മ്യൂടെക്. സോ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ കൊടുന്ന് ലൈക്ക് ടെക്നോളജി ബേസ്ഡ് കാര്യങ്ങൾ കുറച്ചുകൂടി ആൾക്കാരിലോട്ട് സിംപ്ലിഫൈ ചെയ്ത് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഓക്കെ. സോ ഇതിനകത്ത് കുറേ ട്യൂട്ടോറിയൽ സീരീസ്, പിന്നെ പോഡ്കാസ്റ്റ്, പിന്നെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുക, പിന്നെ കുറച്ച് ഫൺ വീഡിയോസ് കാര്യങ്ങൾ, ഇങ്ങനത്തെ കൺസെപ്റ്റ്സാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഇത്രയാണ് നമ്മളൊരു ടെക് ടീം അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ MuLearn 3.0 എന്നുള്ളതിനകത്ത് നമ്മൾ ലൈക്ക് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ദ മെയിൻ കൺസെപ്റ്റ് ഈസ് നമ്മളൊരു സെൻട്രൽ MuLearn എന്നുള്ളതിനകത്ത് നിന്ന് ഫുള്ളി ഡീസെൻട്രലൈസേഷനിലോട്ട് പോവുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഓക്കെ. അപ്പോൾ MuLearn നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് പോകാണെന്ന് മനസ്സിലായി അല്ലേ? സോ കാര്യം ഓരോ ക്യാമ്പസിനും അവിടെ തന്നെ അതിൻ്റെ വേരുകൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് മെൻറ്റേഴ്സ്, ബട്ട് യു ഷുഡ് പ്രൊവൈഡ് ദം അവന്യൂസ് ടു എൻഗേജ് വിത്ത് ദ സ്റ്റുഡൻസ്. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റുഡൻസുമായിട്ട് എൻഗേജ് ചെയ്യാണ്ട് അവരെ കൊണ്ടുവരാൻ സ്റ്റുഡൻസ് തന്നെ ഏൽപ്പിച്ചാൽ മതി. ആൻഡ് ഈ സ്റ്റുഡൻറ്റ് അവർക്ക് എത്ര അലൂമിനീസിന് അറിയാമെന്നുള്ളത് തന്നെ അവരുടെ ഒരു ബെഞ്ച് മാർക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ദേ വിൽ ബി സക്സസ്ഫുൾ. അപ്പോൾ അത് സെറ്റ് ചെയ്യാണ് ഡീസെൻട്രലൈസേഷൻ വഴി ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് MuLearn അകത്ത് നമ്മളെപ്പോഴും MuLearn ഈസ് നോട്ട് എ കണ്ടൻറ് ക്രിയേറ്റർ. വി ക്യൂറേറ്റ് everyone come together and let's work together. അപ്പോൾ അതിനകത്തേക്ക്
ഒരിക്കലും ഒരു കച്ചവടം നടത്താൻ പറ്റാത്തൊരു സ്ഥലമാണ് അല്ലേ? പക്ഷേ വോളണ്ടറി ആയിട്ട് ഞങ്ങൾ കച്ചവടം അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത പ്രോഡക്റ്റ് അല്ലെങ്കിൽ കോഴ്സസ് ആണെങ്കിലും സൗജന്യമായിട്ട് MuLearnൽ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പേര് പാർട്ട്നേഴ്സായിട്ട് MuLearnോടൊപ്പം വന്നിട്ടുണ്ട്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം നിഖിൽ, ടിൽറ്റ് ലാബ്സ്, നമ്മുടെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന AR/VR XR കമ്പനിയാണ്. ദേ ആർ ഹിയർ ആൻഡ് ദേ ആക്ച്വലി വാണ്ട് ടു കോൺട്രിബ്യൂട്ട് ടു MuLearn. Let's welcome Nikhil. Hi, myself Nikhil, and I run a company called Tilt Labs, which focuses on spatial computing, AR, VR, and also run small, education arm called Tilt Studio, which give young generation how to develop AR, VR, and AVGC XR content. And I've been working with Debu for quite long for several educational institutions and programs. When Debu told me about the MuLearn concepts, I'm very much interested because I also have similar interest where we all come together from the group discussions, meetings, and finding friends. I found my partner from my college itself. So this initiative is very great. So we are able to provide a lot of training courses, training materials to MuLearn from the last 1 year. And our aim is to create very good game developers and programmers from this ecosystem. And I think we did very justice to that dream. And now, not only creating developers, but also the next generation of gaming and AR/VR content creations, where people can play and build a career according to that. That's called esports. We're planning to bring that ecosystem into MuLearn. I remember Pawan, we are very much initiated about this esports segment. And from next couple of years, next 1 year, we are going to initiate a lot of esports event inside MuLearn. Along with that, we are trying to create a grand esports-based program and competition in next Permute. That's our main goal. Thank you, Tibu. താങ്ക് യു. അതായത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് പവൻ്റെ ഒരു ആഗ്രഹമാണ് സ്പോർട്സിൻ്റെ ഒരു ക്ലബ്ബ് തുടങ്ങുമെന്ന് പറഞ്ഞു. വാട്ട് ഹീ ഈസ് ട്രൈങ് ടു ബിൽഡ് ഈസ് സ്പോർട്സിൻ്റെ ഗെയിം ബിൽഡ് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റിയെ ആ ക്ലബിലൂടെ മുമ്പിലേക്ക് കൊണ്ടുവരികയും അടുത്ത വർഷം പെർമ്യൂട്ടിനകത്ത് നമ്മുടെ സ്റ്റുഡൻസ് ഗെയിം കളിച്ചും ഗെയിം അതിനെ മനസ്സിലാക്കിയിട്ട് അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന അതിനെ വെച്ചിട്ടൊരു കോമ്പറ്റീഷൻ നടത്തും. ആ ഗെയിം ആൾക്കാർ മത്സരത്തിലുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത് പവൻ്റെ സ്മരണയ്ക്കായിട്ട് we will be taking it forward. And thank you so much, Nikhil. And one more thing, there is an MOU exchange that is going to happen. I would like to invite Richard, the Vice Chairman of GTEC. So we are അതുപോലെ തന്നെ ഇപ്പോൾ സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗെയിം എപ്പോഴും വളരെ മോശമാണ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഗെയിം ഗിവ്സ് ദം ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ ചെന്ന് വീഴുമ്പോൾ അവിടെ എങ്ങനെ മുമ്പിലോട്ട് ചെയ്ത് പോകണമെന്ന് പറയുന്ന ഇൻ്റലിജൻസ് അവിടെ ഉണ്ടാവുക. അപ്പോൾ MuLearn itself is a game അല്ലേ? ഈ ഗെയിമുകളിലെ ഒരു ഗെയിമാണ് MuLearn. എല്ലാവരും അക്രോസ് ദ സ്റ്റേറ്റ് സ്റ്റുഡൻസ് ആർ പ്ലേയിങ് വൺ ഓഫ് ദ ഗെയിം. ആൻഡ് അതിനകത്തെ മ്യൂവേഴ്സ് എന്ന് പറയുന്ന 7th ലെവൽ. ദർ ആർ 7 ലെവൽസ്. ഫസ്റ്റ് ലെവൽ എന്താണ്? അവർ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സെക്കൻഡ് ലെവലിൽ അവരെന്ത് ചെയ്യുന്നു? കുറേ ദിവസം പെർസെവറൻസ് ആൻഡ് ഗ്രിറ്റ് കാണിക്കുന്നു. ടൈപ്പിംഗ് ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ തേർഡ് ലെവലിൽ വരുമ്പോൾ കുറേ ടൂൾസുകൾ പഠിക്കുന്നു. ദേ ആർ ഗ്രാബിങ് ദ ഗിയേഴ്സ് ടു മൂവ് ഫോർവേഡ്. ഫോർത്ത് ലെവലിൽ അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്നു. സിനിമയാണെങ്കിൽ നമ്മുടെ ദുൽഖറിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ട്. ദേ ആക്ച്വലി ഇൻട്രസ്റ്റഡ് ടു കണ്ടക്ട് വർക്ക്ഷോപ്സ് ഫോർ സ്റ്റുഡൻസ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. മ്യൂസിക് ആണെങ്കിലും ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടെക്നോളജി. ദിസ് select their path, and level 5 they get access to boot camps, and then they build, and level 7 is Muverse. And Muverse is the virtual reality thing that we actually plan to build as an impact project for the AR/VR segment. And thank you so much, Nikhil. Yeah. So creative part, or the one side is AR/VR. It is having a lot, or Meta. It has a lot of scope. At the same time,
LLMs are the buzzwords right now. And as of today, do you know that hundreds of students are building LLMs in MuLearn? And there is one company based out of Paris, right? Yeah. They are getting into Silicon Valley. Yeah. And they came forward to help students come up with challenges on LLMs and taking them through different steps and work towards that. And Mudit is here from Pathway. Welcome, Mudit. Thank you so much for flying down to Trivandrum. Thanks, Deepu. So this particular topic is super important for me, open education and educating people. And I'm quite inspired by what MuLearn is doing. We've been working with them for a long period of time, but then seeing it firsthand, interacting with everyone, has been truly transformational. So a quick intro of Pathway. It's a Parisian company. These logos would tell you that typically it's a framework for data processing. It's an easy way of saying that, most of the logistics or deliveries in Europe happen because of Pathway. Companies, banking sector, they detect frauds because of Pathway. We are in the LLM space as well. Essentially, we are a research company, and our team includes people who have walked down the halls of some of the best AI labs like the Googles and the Facebooks of the world. And that made us believe that, okay, fair enough, we are actually going and probably making some awesome tech, helping good companies out there. But it's important to also go and give back to the community. And there's a very strategic reason behind it. We see that this is something that it's my belief and ours at Pathway, that the change makers of tomorrow are not just in the boardrooms. They're literally in the dorm rooms, building stuff, creating impact. And it's our responsibility that if we are creating something which is useful enough for the industry, we should go and educate them. So that's why we started working. This is, by the way, some of our people, Lukash Kaiser, the team, ChatGPT, there's Jan Chorosky, who's seed of Pathway. He worked on attention mechanism when it was being developed. He has published papers with Geoff and Yoshua Bengio, etc. But keeping that aside, on those veins, in terms of giving back to the community, we started open education initiatives. And I'm extremely proud to say that MuLearn was our first partner in India. And since then, thank you. And since then, we have worked with, right now, folks at IT Bombay, Kharagpur, Kanpur, Varanasi. Most universities are they are going and teaching around the stuff that we are building and the importance of it. But the best impact that we have seen, the best conversion rate, has been through MuLearn actually, which is very splendid. I was kind of surprised. We had just 50 people in the pilot batch, and more than 15 out of those 50 people had actually built production-ready RAG-based applications like using LLMs. That is splendid. That's massive industry impact that students are going to create. And with this in line, we plan to definitely scale this impact and ensure that more students in the MuLearn ecosystem can learn state-of-the-art LLM technologies and build impactful things that can solve meaningful problems. Yeah. Thank you, Mudit. And actually, we plan to set an impact project for Malayalam Samsarikana Arun Chetan. It is just like we want to have LLMs talk in vernacular languages. The data is one of the problem, and translation. And we have a project that we started where all the this will be translated automatically using Google, but there will be verifiers who will actually correct it in Malayalam and make more data in the local languages available. We are starting it at that. So mostly our LLM direction for next year is to create LLMs in that speak vernacular languages. Yeah, that's awesome. And I'm quite sure that by that time, a lot of people within the MuLearn ecosystem, they'll themselves be able to build more applications using these Malayalam-based LLMs. Yeah, and there is also a team working on voice notes, search inside voice notes, LLM, and then just talk in Malayalam, you just record it, and then it just convert and transcribe and keep it, and it can alert you like you have something today. So there are certain things that are working on, and I think that is we will take it as an impact project and work together with you to make it. 100% sure. And next Permute we will make it happen. 100%, yeah. Thank you so much. Thank you, sir. Okay. So we spoke about AR/VR. We spoke about AI, and we are always
like something that happens in America or the West, and then we start adopting it. And all of us should know that there are certain things that is happening in India. Right now the world is looking very, very open. Because you had seen Aadhaar, right? As of today, 99% people have Aadhaar. Initially, when Aadhaar came, I also didn't take Aadhaar, that is, we didn't trust it. But later, it flourished as a forest, right? Everyone started taking Aadhaar just because others start asking it. When it went to bank was asking for KYC, like you can get 2 minutes bank account or SIM card, you can get it for 2 minutes, etc. That is the model where we work for creating forest. Build the necessary and let the world build the sufficient. And then PhonePe came or Google came and built the front-end apps. So similarly, actually unbundling and then allowing different people to come together and work together in that. And that is the same happened in UPI, right? All the banks today works in an interoperable manner. And right now you are listening to something called ONDC, right? ONDC, in the digital commerce, everyone can interoperably sell and purchase products. So that is going to be another one. And many might have heard about Nammayatri if you are in Bangalore. That is the auto rickshaw. That is, you are paying directly to the auto driver, but you have the app and which is owned by the auto driver's owner. There is no middleman in between. So all these things are possible with one technology, which is a protocol, which is called backend protocol. So as I said earlier, we gave it as a challenge to the students in top 100 quarters. They cracked it and their CEO came here, and we have the first backend open collective community here in Kerala. And I would like to welcome Dheeraj Shetty. So we are running a series of backend ONDC and open network because that is the future, and world will be adopting open network because right now we are creating silos and that need to be broken. We have learned, even if you look at emails, you see like you send it any email ID, you can send it and it goes. It works interoperably. Telephone you can call into different things, but it also happens interoperably. But in the e-commerce system, if you see like you have to go to Amazon, you can purchase certain things. If you want to another thing, you have to go to another website, right? So when the digital technology progressed, it progressed very fast, but that interoperability was not there. And backend is something that is trying to solve that. And you must know that UPI is an innovation from India, right? In US, if we go, right now people still carry credit card and should have a POS machine to charge it. And right now it is not required in India. That is, you can see the street vendor having QR code. So population level implementation of things, that is the speciality of protocol layer definition. That is, we define the spec, then the platform, it is platform agnostic, then SaaS platform, anything can be built above that. So I would like to invite Dheeraj. Thank you, Deepu. That was kind. Yeah. So, good day, folks. My name is Dheeraj Shetty, and I'm the community manager at Backend Open Collective. Super excited to be here and be part of this very vibrant community at MuLearn. So, talking about Backend is a super lightweight specifications which enables the creation of decentralized open networks which can enable or facilitate pan-sector economic transactions. In other words, what HTTP is for internet or SMTP is for mailing systems, backend is that for economic transaction. Anything that can be discovered on internet, be it a skill, resource, product, it can be facilitated through backend. So backend at its core has an idea, is technology and sector agnostic. So it's, and as Deepu mentioned, it's platform agnostic too. So all our code is open source, free, out there in our GitHub, waiting to be tinkered with. And like Deepu mentioned, ONDC, Nammayatri, and a few other to mention would be Honest for skilling and education, UVI for energy, and we also have a couple of other open networks in Brazil, Gambia, in West Africa, and here, right here in Kerala, we have KOMN, that is Kochi Open Mobility Network. These are a few open networks that have been powered by backend. And our community, that is Backend Open Collective,
is a diverse and dynamic community around backend, with folks coming in from every walk of life, be it tech, policy, developers, all the way from professionals to students, are actively contributing to backend, mapping it to new use cases every day, and overall evangelizing backend on a global stage. Here in Kerala, MuLearn has been very instrumental in driving this cause, be it organizing networking sessions, meetups, or creating interest group for backend, creating office hours for backend. Every time we are here, the MuLearn community has been warm and welcoming. We are super grateful, and also we are very looking forward for our collaborative future. And we also do have a small announcement to make. We are creating a backend courseware. We are creating a 2-stage course for anybody who is interested in learning backend. We do understand there is a slight unlearning and then learning curve involved with backend. So to make this process easier, we are launching a course, backend course, in the upcoming weeks. So the registration, pre-registration links for that would be communicated to you via the Discord and also through the event communications. So when I mentioned the 2-stage backend courseware, the first one will be very beginner friendly, covering the basics, while the second one will be a more of an advanced technical deep dive. No matter where you are in your backend journey, be it you just heard backend today, or you have tinkering with it for a while now, or you're already building on top of it, I would actively encourage you to sign up for this course and try your luck at it. Also, thank you, Deepu. Thank you, MuLearn community. Thank you for having us here. Happy beckoning. So you can just simply, you can go. So there are certain commitments that was made. Like one was like they will be bringing in the backend course in MuLearn, and because but what happens whenever they want to do some course, it is not just about course. It is just like a learning path, and we need to have publicly vettable prototypes or proof of work on backend. So students who learn backend, they will have, like right now, if it is a website for a tea shop, it might be connecting to ONDC, building more network in ONDC in Kerala. That might be one thing. And also, there are 200 plus companies who are adopting backend. They lack resources, and what they suggested is like the coursework, they all are willing to provide the certificates which give internships as well as jobs for the students who actually learn backend, because there is a huge need for people who knows backend. Okay. But we also need an impact project here, right? So the backend engineering team is headed by Fayaz. He is working with our team on creating MuLearn as an open network, open protocol that can be adopted and it can scale. And there is Raja Rahim here. He is actually the one who was there with me from the beginning. When I started MuLearn, he created the Discord server. He created the Aaron Chetan board, his team. So right now he is giving me the direction and taking it forward to the next step, which is MuLearn Open Protocol. And we have the backend Open Collective has created the backend team, Michelle and Vishal. Yeah. So I think you already heard a lot about decentralizing MuLearn. So still, many of you didn't understand what it is like. So when we started to thinking how to scale, so I was asking Deepu and team, we need to scale. Just if MuLearn is sticking around only with us or only with the teams that's heading MuLearn, that's not a scalable project. So I was asking Deepu how to scale it. And during top 100 coders, I asked Deepu to put a challenge. Like it's for the 100 coders of Kerala, top 100 coders of Kerala. So I asked Deepu to put a challenge, which is really a challenge, not just using an API and building some project or something. So building something from the very basic. That's how we thought of bringing up backend. So before that,
during an event. Which was that? After the top 100, like. No, before that. And fast came, right? No, I was initiating you the event, right? Course, yeah. At that event, I met this team. I think they pitched an idea. Like the idea behind MuLearn was a vetted something like all the karma points that are not just mined. Somebody from the technical team or somebody from the mentors, they are vouching for that karma points. So that's a there is something happening in between. So to make that happen, like we were searching a proper or a proper technological platform to run this one. That's what the team presented. We actually built a Web3 based community learning platform. So after a user or a learner learns certain lessons and pass the test, he or she will be rewarded a NFT. So it's like how Web3 works, and each NFT will be serving as a badge, like a badge, level 1, level 2, like that. So that was our project, and from there we came to Technopark and met Deepu Chetan, Raja Chetan and Chiku Chetan also. Yeah, one problem with that was that's also not scalable, because we need to invest heavily on the blockchain for to implement that. That's where we trying to find an alternative and end up with backend. And I asked them to build something in backend, and it was also like somebody was mentioning around 15 hours. But I asked them to build at the basic, like backend has two or three components. So I asked them to build a component just before the hackathon. And someone from our team itself mentioned is like that, you are asking them to build a bomb, atom bomb. So it's not possible. And yeah, maybe. ആറ്റം ബോംബ് ബിൽഡ് ചെയ്ത് പറഞ്ഞപ്പോൾ ജിക്കു തിരിച്ചു വന്നിട്ട് പറഞ്ഞത്രേ ഉള്ളൂ, നീ ആറ്റം ബോംബ് പൊട്ടിച്ച് കാണിക്കാനാണ് പറയണേ. ബിൽഡ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, യു ഹാവ് ടു മേക്ക് ഇറ്റ് വർക്കിംഗ്. ആൻഡ് ആക്ച്വലി ഓൺ March 9th we have a national conclave that is coming on DPAs and DPGs by Sunbird, and on that day നമ്മുടെ MuLearnനെ ഒരു DPA ആയിട്ട് അതിനകത്ത് ആ ഒരു ദിസ് ഇസ് എ പ്രോട്ടോകോൾ ഹൗ ടു ലേൺ. ഒരുമിച്ച് എല്ലാവരും കളക്റ്റീവായിട്ട് എങ്ങനെ പഠിക്കണം, അത് എവിടെ വേണോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടോക്കോളാണ്. ആൻഡ് GTech MuLearn is the biggest implementation of that protocol, right? And then ഓരോ ക്യാമ്പസിനകത്തും അതുണ്ടാവണം, ഓരോ കമ്പനിക്കകത്തും അതുണ്ടാവണം എന്ന് പറയുന്ന രീതി. ആ പഠനം ഒരുമിച്ച് കൂട്ടായി പഠിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ട്രൈങ് ടു ബിൽഡ്. ആൻഡ് ഓക്കെ, അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇവർ കംപ്ലീറ്റ് ഒരു പ്രോട്ടോക്കോൾ ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ബ്ലോക്ക് പ്രോട്ടോക്കോൾ ഒറ്റ ദിവസം കൊണ്ട് ബിൽഡ് ചെയ്തു. അതായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആൻഡ് സുജിത്ത് ഇവിടെ വന്നു, കംപ്ലീറ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് എന്താ പറയുക, ഇനി നെക്സ്റ്റ് MuLearn 3.0 should be a decentralized. How it should be decentralized is the answer. It's backend. It should be a backend, and it will be the backbone. Thank you. So as you mentioned, നമ്മളൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇതിലേക്ക് പോവുകയാണ്, എല്ലാം ഓപ്പൺ ആൻഡ് ഫ്രീ ഇതെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇത് വിദ്യാർത്ഥികൾ മാത്രമുള്ളൊരു കമ്മ്യൂണിറ്റി അല്ല. ദിസ് ഈസ് ദ പ്ലേസ് വേർ എവരിവൺ കം ടുഗദർ ഫോർ ലേണിംഗ്. ഇപ്പോൾ MuLearnനകത്ത് ടോപ്പായിട്ട് നമ്പർ 1 നിൽക്കുന്ന വിദ്യാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥിയല്ല. നമുക്കവിടെ ഒരു ബോട്ടുണ്ട്, ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കുന്ന ബോട്ട്. ജിവിൻ സാറുണ്ട്, ഇത് എവിടെ ഇരിപ്പുണ്ട്. So enablers are the one who actually helped us propagate from 15,000 to 30,000 people in just 2 months. ഓരോ ക്യാമ്പസിലേക്കും ഈ MuLearnനെ കൊണ്ടെത്തിക്കുന്നതിലും അത് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്ത എനേബിളേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഒരു വളരെ ഇതുണ്ട്. There are hundreds of faculties who actually came together here to understand MuLearn. Then they got into MuLearn and they are right now learning faster than students because they want to teach. അല്ലേ, എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അവരെ അധ്യാപകർ. So I would like to welcome the representative Serju sir to
mention how actually this enabler community is growing in MuLearn? താങ്ക് യു ദീപു. നമ്മളിവിടെ സ്റ്റുഡൻറ്റ് പെർസ്പെക്റ്റീവിൽ MuLearnൻ്റെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ടു, ആൻഡ് ഫ്രം ദ കമ്മ്യൂണിറ്റി പെർസ്പെക്റ്റീവ് ആൻഡ് ഫ്രം ദ ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവ്, അങ്ങനെ പല പല പെർസ്പെക്റ്റീവിൽ കണ്ടു. ആൻഡ് നെക്സ്റ്റ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഫാക്കൽറ്റി ഇനേബിൾ പെർസ്പെക്റ്റീവ് എന്ന രീതിയിൽ. ആക്ച്വലി ലാസ്റ്റ് ഒക്ടോബറിലാണ് നമ്മൾ ഒരു ഫാക്കൽറ്റി മീറ്റപ്പ് കോൾ ചെയ്തത് ഫോർ 30 ഫാക്കൽറ്റി മെമ്പേഴ്സ് ടു ഇൻട്രൊഡ്യൂസ് MuLearn. അതായത് MuLearn എന്ന് പറയുന്നത് എക്സ്പെഷ്യലി നമുക്കറിയാം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു, അതായത് ടീച്ചേഴ്സിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പുതിയ കാര്യങ്ങളിൽ ചേഞ്ച് കൊണ്ടുവരാൻ ഭയങ്കര ഡിഫിക്കൽട്ട്. ബിക്കോസ് നമ്മൾ പറയും, സ്റ്റുഡൻസിന് എപ്പോഴും പറയും ലെറ്റ്സ് ബ്രേക്ക് ദ എക്കോ ചേമ്പേഴ്സ് എന്ന് പറയും. പക്ഷേ സ്റ്റുഡൻസിനെക്കാട്ടിയും വലിയ എക്കോ ചേമ്പേഴ്സിൽ ഇരിക്കുന്നത് ഫാക്കൽറ്റി മെമ്പേഴ്സാണ്. അവരവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാൻ തയ്യാറാവാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെ ഒരു എക്കോ ചേമ്പറിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ആ ഒരു സ്റ്റുഡൻറ്റിന് ബെനിഫിറ്റഡ് ആവുമെങ്കിൽ അവിടെ നമ്മൾ ഒരു ഫാക്കൽറ്റിയെ നമുക്ക് ആ എക്കോ ചേമ്പറിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ബെനിഫിറ്റഡ് ആകാൻ പോകുന്നത് ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസിനായിരിക്കും. അപ്പോൾ അതിന് ഒരു ഒബ്ജക്റ്റീവോട് കൂടിയാണ് ശരിക്കും കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മൾ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയും നമുക്കൊരു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്, അതായത് എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പോളിടെക്നിക് കോളേജസിനൊക്കെ ആയിട്ട് ഒരു 30 സെലക്റ്റഡ് ഫാക്കൽറ്റി മെമ്പേഴ്സിനെ കൊണ്ടുവന്ന് നമ്മൾ എന്താണ് ഡിസ്കോഡ് പ്ലാറ്റ്ഫോം, എന്താണ് MuLearn എന്ന് 2 ദിവസം ഹാൻഡ്സ് ഓൺ തന്നെ ചെയ്യിപ്പിച്ച് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്ത് ഒരു ആക്ടിവിറ്റി കർമ്മ പോയിന്റ് കൊടുത്താണ് നമ്മൾ അവരെ വിട്ടത്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദ ഒക്ടോബർ, അതായത് ഒക്ടോബറിന് ശേഷം സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദീപ് പറഞ്ഞ പോലെ ദ ടോപ്പ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കർമ്മ മൈൻഡ് ചെയ്തിരിക്കുന്നത് ജിബിൻ സാറാണ്. ഇറ്റ്സ് 40,000 കർമ്മ പോയിൻറ്റ്സ് ആണ് മൈൻഡ് ചെയ്തിരിക്കുന്നത് വിത്തിൻ 3 to 4 months. അതായത് സ്റ്റുഡൻസ് ഇപ്പം നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സ്റ്റുഡൻസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു വർഷം കൊണ്ട് മൈൻഡ് ചെയ്ത കാര്യങ്ങളാണ് 3 months കൊണ്ട് ടീച്ചേഴ്സ് മൈൻഡ് ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മൾ നോക്കണമെങ്കിൽ സുനിൽ സാർ, അതുപോലെ അരുൺ സാറ്, പിന്നെ കുറച്ചൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്കി വിനോദ്, നമ്മളെല്ലാവരും ഒരു ഓൾമോസ്റ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ് സ്റ്റാർട്ടഡ്. ഇതെല്ലാം ഹാപ്പൻ ചെയ്തേക്കുന്നത് ആഫ്റ്റർ ദ മന്ത് ഓഫ് ഒക്ടോബർ 2023 ശേഷമാണ് ഇത് ഹാപ്പൻ ചെയ്തേക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും പറയുന്ന കാര്യമുണ്ട്, അതിപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് എപ്പോഴും പരാതി പറയുന്ന കാര്യമുണ്ട്, വി ആർ ഓൾവേസ് ബ്ലെയിമിങ് അബൌട്ട് ദ യൂണിവേഴ്സിറ്റീസ്, ദേ ആർ നോട്ട് സെറ്റിംഗ് ദ കരിക്കുലം ആസ് പെർ ദ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും ബ്ലെയിം ചെയ്യുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ സബ്ജക്ട്സ് നമ്മൾ കഴിഞ്ഞ 10 years ബിഫോർ നമ്മൾ പഠിപ്പിച്ച അതേ സബ്ജക്റ്റുകൾ തന്നെയാണ് നമ്മളിപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി ദർ വിൽ ബി ദ ഡിഫറൻസ് വിത്തിൻ ദ നമ്പർ ഓഫ് മോഡ്യൂൾസ്, അതായത് 6 മോഡ്യൂൾ 5 മോഡ്യൂളാകും, തിരിച്ച് 5 മോഡ്യൂൾ 6 മോഡ്യൂളാകും. ഇങ്ങനെയുള്ള ഡിഫറൻസ് മാത്രമാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത്. ബട്ട് നമുക്ക് ഈ ഒരു സെഷനോട് കൂടി നമുക്ക് എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് എന്തായിക്കോട്ടെ, 10 വർഷം അല്ലെങ്കിൽ 5 വർഷം സെയിം സിലബസ് ആയിക്കോട്ടെ, എങ്ങനെ നമ്മൾ ഈ സിലബസിനെ ഡെലിവറി ചെയ്യുന്നു എന്നതിലാണ് നമുക്ക് അതിനകത്ത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നത്. സോ ബിഫോർ 10 അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഞാനൊരു എടുത്ത സബ്ജക്റ്റിന് ഇന്ന് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഡെലിവറി ചെയ്യേണ്ടത് 10 വർഷം മുമ്പത്തെ സ്ട്രാറ്റജിയിലല്ല. നമ്മൾ ഇപ്പോഴത്തെ എന്ത് സ്ട്രാറ്റജിയാണ് നമുക്ക് കുട്ടികൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ആ വേ ഓഫ് സ്ട്രാറ്റജിയിൽ വേണം ആ സബ്ജക്റ്റിന്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സി പ്രോഗ്രാമിംഗ് എന്ന സബ്ജക്റ്റാണ് ഞാൻ 10 വർഷം മുമ്പ് എടുത്ത സി പ്രോഗ്രാമിങ്ങിൻ്റെ അതേ ക്ലാസ് തന്നെ ഞാൻ 2024 വന്ന് എൻ്റെ ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ സി പ്രോഗ്രാമിംഗ് പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല, ആരും നമ്മൾ ശ്രദ്ധിക്കില്ല. അതേസമയം ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ സെയിം സിലബസിനെ സെയിം കണ്ടന്റ് ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് കുട്ടികളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്താണ് MuLearn പ്ലാറ്റ്ഫോം. അതായത് അതിലെ ഓരോ ടാസ്കുകളും എനിക്ക് തോന്നുന്നു കുട്ടികൾ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് തന്നെ നമുക്കറിയാം ടീച്ചേഴ്സിന് പ്രത്യേകം കഴിവുണ്ട് മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ടാസ്കിൻ്റെ അകത്തെ മിസ്റ്റേക്സ് ഞങ്ങളിങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ 3 മാസം എനിക്ക് തോന്നുന്നു MuLearnൻ്റെ ടെക് ടീം വെറുതെ ഇരുന്നിട്ടില്ല. ശരിക്കും ഫാക്കൽറ്റീസ് അതിനകത്തേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ടെക് ടീമൊക്കെ ശരിക്കും കാര്യങ്ങൾ അവർ എത്രത്തോളം പ്രശ്നങ്ങൾ അതിനകത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. അന്ന് തൊട്ട് ഓരോ ഹാഷ്ടാഗും ഓരോ കാര്യങ്ങളും അതിനകത്ത് ഇത് കറക്റ്റല്ല, അവിടെ ഇത് വന്നു, അത് ഈ കർമ്മ പോയിന്റ് തൊട്ട് 1/2 മണിക്കൂർ ലേറ്റായി, ഇത് 1 മണിക്കൂർ 2 മണിക്കൂറായി, അവിടെ ഇവർ പിന്നെ ഓട്ടമായി ഇതായി. അപ്പോൾ ശരിക്കും ആ ഒരു റിഗറോട് കൂടി MuLearn മുമ്പിലോട്ട് പോയി തുടങ്ങിയത് വൺസ് ദ ഫാക്കൽറ്റീസ് കെയിം ഫോർവേഡ് ആൻഡ് സ്റ്റാർട്ടഡ് ബിൽഡിങ് ഇറ്റ്. അതിന് നമ്മുടെ സിയാസ് സാർ അവിടെയുണ്ട്. സിയാസ് സാറ് ശരിക്കും എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുറേ അധ്യാപകരുടെ സ്ഥിരം വള്ളിക്കെട്ടുകൾ വാങ്ങുന്ന അധ്യാപകരെന്നാണ് സാർ വിളിക്കുന്നത്, എല്ലാ ക്യാമ്പസിനകത്തുള്ള അങ്ങനെയുള്ള കുറേ അധ്യാപകരെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വന്തം കയ്യിൽ കാശ് മുടക്കി തിരുവനന്തപുരത്തേക്ക് വരാമോ, നിങ്ങൾക്കും പ്രയോജനം ഉണ്ടാകും പിള്ളേർക്കും പ്രയോജനം ഉണ്ടാകും, താല്പര്യമുള്ളവർ വന്നാൽ മതി. ആൻഡ് ഐ തിങ്ക് അറൗണ്ട് 40+ people came here and they spent 2 days with MuLearn understanding it and building things.
ആൻഡ് ദാറ്റ് ഈസ് വോ ദേ അവർ പിന്നെ പുറത്തേക്ക് പോയിട്ട് ഇപ്പോൾ സിയാസ് സാർ ഇപ്പോൾ ഫ്രണ്ടിൽ സെക്യൂരിറ്റിയെ വളഞ്ഞിരുത്തി MuLearn പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. എവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇവരെ MuLearn മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ആൻഡ് ദാറ്റ് ആക്ച്വലി മെയ്ഡ് ദ പ്രൊപ്പഗേഷൻ മച്ച് ഫാസ്റ്റർ. ഇപ്പോൾ 3.0 എന്താണ് നമ്മളിനിപ്പോൾ ആസ് എ ഫാക്കൽറ്റി സൈഡിൽ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ക്യാമ്പസുകളിലുണ്ട്. പക്ഷേ നമുക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ സിമിലർ ഇൻട്രസ്റ്റഡ് ഫാക്കൽറ്റി മെമ്പേഴ്സിനെ കിട്ടാൻ പാടായിരിക്കും. ബട്ട് വി ആർ ട്രൈങ് ടു ബിൽഡ് ദ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എമംഗ് ഡിഫറെൻറ്റ് ക്യാമ്പസസ്. ഇപ്പം IoT ആഗ്രഹിക്കുന്ന അധ്യാപകർ മൾട്ടിപ്പിൾ ക്യാമ്പസുകളിലുണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ ക്യാമ്പസുകളിലെ അധ്യാപകരെ കൂട്ടിക്കൊണ്ട് വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് എൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഫോർ ദ IoT അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് പറയുന്ന അങ്ങനെ ഡിഫറെൻറ്റ് ക്യാമ്പസുകളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് അവിടെ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ, പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ. ഒരിക്കലും നമ്മൾ ക്ലാസ് റൂമിൽ നമ്മളിപ്പോൾ കുട്ടികളുടെ കൂടെ നമുക്ക് എത്താൻ പറ്റില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പുതിയ പോസിബിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും എക്സ്പ്ലോർ ചെയ്ത്, കാര്യം നമുക്ക് ക്ലാസ് റൂമിൽ നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടൻറ്റിന് അവർക്ക് ഇപ്പം പണ്ടായിരുന്നെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നത് മാത്രമായിരുന്നു അവർക്കൊരു ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഇപ്പം നമ്മളെക്കാട്ടിയും ബെസ്റ്റ് വീഡിയോസും ബെസ്റ്റ് ഫാക്കൽറ്റിയുടെ വീഡിയോസൊക്കെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ് റൂംസ് ഒന്നും അവർക്ക് അത്യാവശ്യമല്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വി ക്യാൻ ക്രിയേറ്റ് ദ ക്യൂരിയോസിറ്റി ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിനകത്ത് ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ക്ലാസ് റൂംസിനകത്ത് ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്ന കണ്ടൻസ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അങ്ങനത്തെ കണ്ടൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഏരിയയിലൂടെ നമ്മൾ കടന്നു പോകണം. അതിനുള്ളൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് MuLearn എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതുവരെ ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാത്ത ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ബിക്കോസ് നമുക്കും കുട്ടികളെ പോലെ തന്നെ ഈ പോയിന്റ് സാറ് ദീപ് പറഞ്ഞ പോലെ പോയിന്റ്സ് കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾ വിളിക്കാറുണ്ട്. 2 ദിവസമായി ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് ഇതുവരെ നമുക്ക് പോയിന്റ്സ് കിട്ടിയില്ല. പെട്ടെന്ന് പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ അടുത്ത അധ്യാപകൻ വേറെ കയറി പോകും. ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. ശരിക്കും സുനിൽ സാറും ജിബിൻ സാറും തമ്മിൽ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഓരോ ദിവസവും 1 മണിക്കൂർ വെച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ ഈ പോയിന്റ്സ് അങ്ങോട്ടും മാറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന 33-യും 40-ലും നിൽക്കുക ജിബിൻ സാറ് നിൽക്കുക. ജിബിൻ സാറിനാണെങ്കിൽ ഓൾറെഡി തന്നെ കോഴ്സസിൻ്റെ കാര്യത്തിലൊക്കെ ഗിന്നസ് റെക്കോർഡുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് മിക്കവാറും MuLearnൻ്റെ കർമ്മ പോയിൻറ്റ്സ് സിസ്റ്റത്തിൽ മിക്കവാറും സാറ് ഗിന്നസ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും ഇങ്ങനെ പോവുകയാണെങ്കിൽ. പക്ഷേ നിങ്ങൾ പുതിയ ടാസ്ക് ഇടരുത്. ടാസ്ക് എല്ലാം ഓൾറെഡി എല്ലാം തീർന്നു. ഇനി പുതിയ ടാസ്ക് ഇട്ടാലേ പുള്ളിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിലവിൽ കുറച്ച് കഴിഞ്ഞ് ടാസ്ക് ഇട്ടാൽ മതി. അപ്പോൾ താങ്ക് യു MuLearn ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. അധ്യാപകർക്കും എന്താണ് നമുക്ക് MuLearnലൂടെ മുന്നോട്ട് വരാൻ പറ്റുന്നതെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്തതിന് MuLearnന് വളരെ വലിയ നന്ദി. ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണാതെ പോകരുത്. നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാകട്ടെ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ നമ്മുടെ മറ്റ് കമ്മ്യൂണിറ്റി പാർട്ട്നേഴ്സായിട്ട് നിരവധി പേരുണ്ട്. ഐ എം നോട്ട് മെൻഷനിങ് ഒരു, ബട്ട് വി ഹാവ് അതേഴ്സ് ഫ്രം കേരള ബ്ലോക്ക് ചെയിൻ അക്കാഡമി ഹിയർ. IC ഫോഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നേരത്തെ രാജീവ് വന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് നവനീത് ഈസ് ദ റൈറ്റ്. ആൻഡ് സൈബർ ഡോമിൻ്റെ ഭാരവാഹിയുണ്ട്. ഫോക്സ് ലാബിൻ്റെ നദീമുണ്ട്. സിംഗുലാരിറ്റി യൂണിവേഴ്സിറ്റി ഈസ് ദ. And all these, Google developer, Google is already there. We already have the MOU with them, and they are actually coming forward with the course or curriculum for Gemini, and they want to make it reach 1 lakh students. 1 ലക്ഷം കുട്ടികളെ നമ്മുടെ ജെമിനി എത്തിക്കാവുന്നതാണ് അവരുടെ അത്. because we have given OpenAI to the students in the last top 100 coders. So basically we will be having a official calendar announced. Well, we are not going to have different activities. We will be stabilizing it. Every year there will be stable activities like top 100 coders, top 100 designers, top 100 makers. Hardware designers, പിന്നെ coders. പിന്നെ വരുന്നത് പ്രോഡക്റ്റ് ഡെവലപ്പേഴ്സാണ്. ദേ ഹാവ് ടു ബിൽഡ് ആൻഡ് ഷിപ്പ് എവറി മന്ത്. 1 ലക്ഷം രൂപ നമ്മൾ എല്ലാ മാസവും ചെറിയ പ്രോഡക്റ്റുകൾ ബിൽഡ് ചെയ്ത് ഷിപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി കോമ്പറ്റീഷനിൽ വെക്കുന്നുണ്ട്. 7 കുട്ടികൾക്ക് ഒരു മാസം കിട്ടും. ടുഡേ ഇതിനകത്ത് നമുക്ക് ട്രിവിയൽ ഐഡിയാസ് എന്നാണ് അതിന് പറയുന്നത്. ഫസ്റ്റ് വരുന്നവന് 30,000 rupees, സെക്കൻഡ് വരുന്ന 20,000 and 10,000 for 5 people. So what happens is like when somebody in your class get 10,000 for building and shipping a small thing, maybe ക്ലാസ്സിലെ അറ്റൻഡൻസ് അടുത്ത പീരീഡ് എന്താണെന്ന് അറിയുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കാം. എന്ത് സംഭവിക്കും? മറ്റവനും ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ബിക്കോസ് ദേ ഫീൽ ലൈക്ക് ദാറ്റ് ഇസ് ഐ ക്യാൻ ഓൾസോ ഡൂ ദാറ്റ്. സോ വി ആക്ച്വലി വാണ്ട് സ്റ്റുഡൻസ് to move from that is learners towards to doers. They have to build and ship things. അത് ബിൽഡ് ചെയ്ത് ഷിപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ അത് വരുന്നുണ്ടാവും. എല്ലാ മാസവും ട്രിവിയൽ ഐഡിയാസ് ഉണ്ടാവും. 3 months കൂടുന്ന സമയത്ത് നമുക്ക് in 50 hours ഉണ്ടാവും.
ആൻഡ് ഇപ്പോൾ ഫെബ്രുവരി 2nd വീക്കെൻഡാണ് ഇത് നടക്കുന്നത്. അടുത്ത മെയ് 2nd വീക്കെൻഡിൽ ഇൻ 50 ഹവേഴ്സിൻ്റെ അടുത്ത എഡിഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്തവണ വരാൻ പറ്റാത്തവർക്ക് നെക്സ്റ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റിലുണ്ടാവും. പിന്നെ നവംബറിൽ ഹഡിൽ we will showcase all these products that was created here to the world. So that is the plan. This is a stable calendar that we are going to follow. And എല്ലാ മാസവും ഓരോ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൻ്റെ തിങ്ക് ടാങ്ക്സിൻ്റെ മീറ്റിംഗ് ഉണ്ടാവും. എല്ലാ ആഴ്ചയിലും ആ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസ് അവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓഫീസ് അവേഴ്സ് എന്ന് പറയുന്നത് കുട്ടികൾ ലേണിംഗ് സർക്കിളായിട്ട് ക്യാമ്പസിൽ പഠിച്ചിട്ട് വന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ്. സോ ദാറ്റ് ദേ ക്യാൻ ഗെറ്റ് കണക്റ്റഡ് ടു സിമിലർ ഇൻട്രസ്റ്റ് പീപ്പിൾ ഇൻ അതർ ക്യാമ്പസസ്. സോ ഇത് MuLearn എപ്പോഴും കോംപ്ലക്സ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ദാറ്റ് ഇസ് ഇഫ് യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. പീപ്പിൾ കമ്മിങ് ടുഗദർ, കണക്ടിങ് വിത്ത് ദ പീപ്പിൾ, കണക്ടിങ് ദ ഡൗട്ട്സ് നിയർ ബൈ, then connect to the people in the other campuses of similar interest, connecting to the opportunities, connecting to the people who can take you where you actually want to be. Okay? And I think it is time for felicitation. Thank you so much. And Akshaya. ഓക്കെ, അപ്പോൾ അവാർഡ്സ് ആണ്. നമ്മുടെ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കഴിഞ്ഞ വർഷം നമ്മൾ ആർട്ട് ഓഫ് ടീച്ചിങ് കോമ്പറ്റീഷൻ നടത്തി. അതിൻ്റെ അവാർഡ്സ് കൊടുക്കാണ്ട് നമ്മൾ പെർമ്യൂട്ട് നടത്തിയിട്ട് കൊടുക്കാം. പെർമ്യൂട്ട് ഹാസ് ഗോട്ട് ഡിലേഡ്. സോ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കർമ്മ പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കര എന്താ പറയുക, നമ്മുടെ പവർ സോഴ്സാന്ന് പറയാം. എനിക്കറിയാം ഇവിടെ സ്റ്റുഡൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ത് അപ്പുറത്തെ കോളേജിൽ ഇത്ര കർമ്മ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്, ഞങ്ങളുടെ കോളേജിൽ ഇത്രയാണ്. ഭയങ്കര എന്താ പറയുക, ആരെങ്കിലും ഈ 1 hourൽ നമ്മുടെ ലീഡർ ബോർഡ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ ആരെങ്കിലും നമ്മളിൽ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഭയങ്കര പ്രശ്നമാണ്. എല്ലാവരും കൂടെ വരുന്നു, കർമ്മ വീക്ക് വരുന്നു, ഭയങ്കരമായിട്ടുള്ള ആക്ടിവിറ്റീസും ഭയങ്കര ഇറ്റ്സ് റിയലി ഫൺ. സോ നമ്മുടെ 2023 MuLearn Awards are next. So we have the top performance campus, and the first position we have Mar Basilius College of Engineering and Technology. So I'm inviting the management representatives, faculties and students for receiving the award. Inviting Richard and the whole GTech for handing over the award. So Vishnu, Arun. Faculty, students. Top Performance College for the year of 2020-23, Mar Basilius College of Engineering and Technology, Trivandrum. Top Performance College for the second position we have St. Joseph College of Engineering and Technology, Pala. Inviting the management representatives, faculties and students. Students, come up. സെൻറ്റ് ജോസഫിൽ കോളേജിലെ കുട്ടികളല്ലാണ്ട് ഇവിടെ അലൂമിനി നെറ്റ്വർക്കിലുള്ള കുട്ടികളെ ഇവിടെ സർജി സാറെ വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യും. സോ ഗ്ലോബൽ ലീഡർ ബോർഡിൽ ഇപ്പോഴും സെൻറ്റ് ജോസഫ് അല്ലേ 1ാം സ്ഥാനത്ത് നിൽക്കണേ. ഇപ്പോഴും സെൻറ്റ് ജോസഫാണ് ഗ്ലോബൽ ഈ ആനുവൽ ലീഡർ ബോർഡിനെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അത് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അരുൺ സാർ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ. So the top performance campus, the second position we have St. Joseph College of Engineering Technology, Pala.
have College of Engineering, Aranmula. So Aranmula College. Top Performance College, third position we have College of Engineering, Aranmula. Next category, Emerging Campus of the Year 2023, and the first position we have University College of Engineering, Karyavattam. Emerging Campus of the Year 2023, first position, University College of Engineering, Karyavattam. The second position we have College of Engineering, Chenganur. Emerging Campus of the Year 2023, second position, College of Engineering, Chenganur. Third position, we have Siti Sai Memorial Polytechnic College, Tirur. Yay. അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിനൊപ്പം തന്നെ പോളിടെക്നിക് ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട്. സോ വി നീഡ് ടു ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ദിസ് ടീം. ലീഡർ ബോർഡിനകത്തും പോളിടെക്നിക്കുകളുണ്ട്. Emerging Campus of the Year 2023, third position, Siti Sai Memorial Polytechnic College, Tirur. Now we have a special mention for the exceptional dedication and excellence, St. Thomas College of Science and Technology, Trivandrum. സോ ആക്ച്വലി ഈ ഒരു ക്യാമ്പസിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഇപ്പോൾ ബാക്കി ഒരു പിന്നെ എന്താണ് അവിടെ പിന്നെ സ്വന്തമായിട്ട് അവർ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. MuLearnന് വേണ്ടിയിട്ട് മാത്രമല്ല, MuLearn കോളേജിൻ്റെ സബ് ഡൊമൈൻ കൊടുക്കുന്നുണ്ട്. എല്ലാ രീതിയിലും അവിടെ സ്റ്റുഡൻസിനെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ്മെൻറ്റും ഫാക്കൽറ്റീസും ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വന്ന് എന്നെ കാണാനായിട്ട് വരും ടീച്ചേഴ്സ്.
ഓരോ കാര്യങ്ങൾ പറയാനായിട്ട്, കുട്ടികളുടെ കാര്യങ്ങൾ മുമ്പിലോട്ട് പോകാനായിട്ടും. സോ റിയലി അപ്രീഷിയേറ്റ് ഫോർ ദാറ്റ്. ആൻഡ് മുഹമ്മദ് എടുത്ത് പറയണം, ഞാൻ എപ്പോഴും പറയും, നമ്മൾ ലീഡേഴ്സായിട്ട് വരികയല്ല, നമ്മുടെ വീണ്ടും ഞാൻ അടുത്ത ആൾക്കാരിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുള്ള. പലരും ഇവിടെ വന്നിട്ട് ഓർഗനൈസേഴ്സ് ആവും, ദേ ഓർഗനൈസ് ബിഗർ ഇവൻറ്റ്, ബട്ട് മുഹമ്മദ് ഈസ് ദ വൺ ഹു ആക്ച്വലി വെന്റ് ടു ദ ക്യാമ്പസ് ആൻഡ് സ്റ്റാർട്ടഡ് സ്മോൾ വിത്ത് സീറോ സപ്പോർട്ട് ഫ്രം ദ മാനേജ്മെന്റ്. സോ ഇനിഷ്യലി വാസ് ടെല്ലിംഗ് ലൈക്ക് അവിടെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് മുഹമ്മദ് അവിടെ എല്ലാ കാര്യങ്ങളിലും ഇതാണ്. സോ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദാറ്റ്. Because initially started with that because people do not know what MuLearn is, and then he let them know that what it is, and then ഇന്ന് എല്ലാ കാര്യത്തിലും ഏറ്റവും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് നമ്മൾ ഡീസെൻട്രലൈസ് ചെയ്യുന്ന സമയത്ത് സെൻറ്റ് ജോസഫിനോടൊപ്പം നമ്മൾ മാർബസ്റ്റേഷനോട് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസായിട്ട് നമ്മൾ കാണുന്നത് സെൻറ്റ് തോമസിൻ്റെ ആണ്. താങ്ക് യു സോ മച്ച്. Next category, the Art of Teaching 2.0. The first position we have Sindhu AR from St. Gitt's College of Engineering, Kottayam. സോ നമ്മൾ ആർട്ട് ഓഫ് ടീച്ചിങ് ആക്ച്വലി നമ്മൾ തുടങ്ങുന്നത് ഫസ്റ്റ് ഇയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് വെച്ചാൽ ടീച്ചേഴ്സ് ഷുഡ് ആക്ച്വലി എന്താണ് നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യത്തിനെ ഒരു 3 minute വീഡിയോ ആയിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഇയറിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ യൂണിവേഴ്സിറ്റി KTU ആയിട്ട് ചേർന്നിട്ടാണ് ചെയ്തത്. സോ യൂണിവേഴ്സിറ്റി വാസ് ടെല്ലിംഗ് ലൈക്ക് നോ ഫാക്കൽറ്റീസ് ആർ നോട്ട് ദാറ്റ് മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദീസ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ ഒരുമിച്ച് കൊണ്ടുവന്നാണ് ആർട്ട് ഓഫ് ടീച്ചിങ്. 100+ പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ്. അപ്പോൾ ആദ്യത്തെ വർഷത്തെ ആർട്ട് ഓഫ് ടീച്ചിങ് വളരെ സക്സസ് ആയിട്ട് നടന്നു. രണ്ടാമത്തെ വർഷം വന്നപ്പോൾ നമ്മളൊരു പുതിയൊരു കാര്യം കൊണ്ടുവന്നു. വി ജസ്റ്റ് മെൻഷൻ യു ഹാവ് ടു ലേൺ സംതിങ് ന്യൂ ആൻഡ് ടീച്ച്. 6 പാർട്ടിസിപ്പൻസേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യാൻ. വെൻ ഇറ്റ് ഈസ് ലൈക്ക് വെൻ വി ടോൾഡ് ലൈക്ക് യു ഹാവ് ടു ലേൺ സംതിങ് ന്യൂ. എനിക്ക് അറിയുന്നത് പഠിപ്പിക്കുക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ന്യൂ ലേൺ ചെയ്തിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. സോ ഐ റിയലി അപ്രീഷിയേറ്റ് സിന്ധു മാം ടു ലേൺ ആൻഡ് ടീച്ച്. അപ്പോൾ ആ പഠിപ്പിക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ടീച്ചേഴ്സ് എനേബിളേഴ്സ്, ഇറ്റ് ഷുഡ് ബി ആൻ എക്സാമ്പിൾ ഫോർ എനിക്കെല്ലാം അറിയുന്നത് ഞാൻ പറയുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഞാൻ എഴുതുന്ന നോട്ടിൽ തന്നെ മാർക്ക് വാങ്ങണം എന്നുള്ളതല്ല. എവരി വൺ ഹാവ് ടു continuously learn. Thank you so much, ma'am. Second position we have Namita Parikal from Vimal Jyoti Engineering College, Chemperi, Kannur. Art of Teaching third position we have Sharika TR from Adi Shankara Institute of Engineering and Technology, Kaldi. ശാരിക മാം വന്ന് സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വന്ന 40 പേരിൽ ഒരാളായിരുന്നു ശാരിക മാമും. ഇവിടെ വന്ന് MuLearn പഠിച്ചു തിരിച്ച് ക്യാമ്പസിൽ പോയിട്ട് പഠിപ്പിക്കുന്നു. You can just wait because the next one we have the exam preparation, a small token of appreciation for the teachers. So first we have Sharika TR again from Adi Shankara Institute of Engineering and Technology, Kaldi. സോ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇവിടെ എന്ന് പറയുന്നത് MuLearnലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾ പഠനത്തിൽ ഫോക്കസ് മാറുന്നു, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്ത് നമുക്കറിയാം എക്സാമിനേഷൻ്റെ 2 ദിവസം മുമ്പാണ് കുട്ടികൾ പഠിച്ചു തുടങ്ങുക. സോ വാട്ട് വി ആസ്ക് ദ ഫാക്കൽറ്റി എനേബിളേഴ്സ് ഈസ് ലൈക്ക് അതിനകത്ത് അടുത്ത വരാൻ പോകുന്ന പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്താണ്, അതെങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് എനേബിളേഴ്സ് നമ്മുടെ ചാനൽ വന്നു. ആൻഡ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഡിസ്കഷൻ നടന്നു. 500-ലധികം ആൾക്കാരൊക്കെയാണ് ഓരോ എക്സാം പ്രിപ്പിൻ്റെ സെഷനിൽ വരുന്നത്. മറ്റത് ടെക്നോളജി പറയുമ്പോൾ 50 പേര് വരുന്ന സ്ഥലത്ത് അത്രയും ആക്റ്റീവായിട്ട് വന്നു. അങ്ങനെ
എക്സാം പ്രിപ്പിന് വേണ്ടിയിട്ട് വന്ന് സപ്പോർട്ട് ചെയ്ത അധ്യാപകരാണ് ഇവരൊക്കെ. Again for the exam preparation we have Bita T. Rajendran from KME Engineering College. Keerthana PM from KME Engineering College. Jibin AP from Ernadu Knowledge City Technical Campus Manjeri. Shahina MS from KME Engineering College. Asha Dawood from Marian Engineering College. So I suggest more faculties to come forward with എന്താണ് ഈ എക്സാം പ്രിപ്പറേഷൻ. എക്സാം എന്തായാലും ജയിക്കണമല്ലോ. കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മാർക്ക് വാങ്ങിച്ച് ഇറങ്ങി പോകുന്നതിനകത്ത് വി ഓൾവേസ് വർക്ക് അലോങ് വിത്ത് ദ യൂണിവേഴ്സിറ്റീസ്. അതിനകത്ത് അല്ലാണ്ട് നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് പകരമുള്ളൊരു സാധനമല്ല. അതിനകത്ത് അവർ എടുത്തിട്ട് ഡിഗ്രി എടുത്ത് പോകാനായിട്ട് വേണ്ട എന്ത് സപ്പോർട്ടാണോ യു ക്യാൻ ആക്ച്വലി ക്രിയേറ്റ്. ഇപ്പം ലോക്കലി നിങ്ങൾക്ക് ഡിസ്കോഴ്സ് അവേഴ്സ് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ വിഷയത്തിനും നമ്മൾ ഇതുപോലത്തെ ചലഞ്ചസ് ഉണ്ടാക്കി കൊടുക്കുക. ലെറ്റ് ദ സ്റ്റുഡൻസ് ലേൺ C++ ത്രൂ സ്മോൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ബിൽഡ് ഇറ്റ്. അത് അങ്ങനെ ആലോചിക്കുക. അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്ന രീതിയിലേക്ക് ചെയ്യാനുള്ള അവസരമായിരിക്കും അത് വരുന്നത്. Next, Sarju S from St. Joseph College of Engineering and Technology, Pala. Dhanya LK from Mar Basilius College of Engineering and Technology. Interesting one. For the enablers top performance for the year 2023, Jibin N from MES College, Marampalli. Appa Jibin nu parayunnathu bot alla, idana nammade Jibin sir. So it's not a bot. ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് ബോട്ടല്ല, ജിബിൻ സാറാണ്. ആ ജിബിൻ സാർ ഇവിടെ ഉണ്ട്. Top performance enabler, Jibin N from MES College, Marampalli. Second position we have Sunil K. Joseph from Mar Agustinos College, Ramapuram. Third position we have Arun J.S. from Mar Basilius College of Engineering and Technology. Fourth position, Sarju S from St. Joseph College of Engineering and Technology, Pala. പ്രൈസുകളെല്ലാം വായിക്കൊണ്ട് പോവുകയാണ്. Fifth position, we have Vinod E from Government Polytechnic College, Mananthavadi. Okay, coming to the students, top performer of the year. The first position we have Jenin Joseph from St. Gitt's College Group of Institutions. Jenin. Top performing student of the year 2020-23, Jenin Joseph. Second position, Abel Matthew from College of Engineering, Pathanapuram. Third position, we have Ashwin Das R from St. Joseph College of Engineering and Technology, Palai. It's Arvind Das, okay. Fourth position, Edwin Alex Shaji from College of Engineering, Chenganur. Fifth position, Kochal St. John Vidya Academy of Science and Technology.
of the Year 2023. That is Ansan Johnny from St. Joseph College of Engineering and Technology, Palan. We have the Transformational Impact team. From the HR team, we have Mithun from Speridian, Deepa from 60 Technologies, Sumi from Kimball Electronics. The Best Company Partner Award, Pathway, inviting Mudit Srivastava for the award. So, for all the community partners here, like how actually Pathway is making use of that opportunity. Like everyone has that thing. That is, we should come up with more activities where we could work together. Another, that is just deciding on the proof of work on any activities that you do. If startup mission activities and the proof of work is For the Transformational Impact, inviting Deepa from 60 Technologies. So, നമുക്ക് MuLearnത് വരുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ കർമ്മ പോയിന്റ്സ് എടുക്കാനായിട്ട് പറഞ്ഞു. പക്ഷേ കമ്പനികൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ കർമ്മ പോയിന്റ്സ് ചോദിക്കുന്നില്ല, മാർക്കാണ് ചോദിക്കുന്നത്. HR നന്നാവാണ്ട് കുട്ടികൾക്ക് നന്നാവാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് HR നന്നാക്കാനായിട്ട് ഇറങ്ങിയതാണ് ദീപ. 1 year before, when we had the HR Revolve session, she just came forward and I just asked her that HR മാർക്ക് വേണ്ടിയിട്ട് every month can we have one session? They come together and learn together and adapt the change. And as of today, Deepa, Sumi and Mithun, 3 പേരാണ് അവിടെ തുടങ്ങിയത്. ഇന്ന് 150ഓളം വരുന്ന HR-മാരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. 12 മാസം എല്ലാ മാസവും മുടങ്ങാണ്ട് അവർ സെഷൻ നടത്തിയിട്ടുണ്ട്. ഇന്ന് ആഫ്റ്റർനൂൺ ദേ ആർ കണ്ടക്ടിങ് എ മച്ച് മീനിങ് സെഷൻ. ഉച്ചയ്ക്ക് ശേഷം എന്ന് വെച്ചാൽ ബ്രിഡ്ജ് ദ ഗ്യാപ്പ്. യൂണിവേഴ്സിറ്റി വൈസ് സജി സാർ വരുന്നുണ്ട്, PV ഉണ്ണികൃഷ്ണൻ സാർ വരുന്നുണ്ട്. So they are bringing together all the people, academy and government. And they are actually telling like these are the policy changes that we have made. And what industry should do is to adopt the change. അതിനകത്ത് ഇന്റേൺഷിപ്പ് 6 months വരുന്നുണ്ടെങ്കിൽ എങ്ങനെ ആ 6 months ഇന്റേൺഷിപ്പ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് കമ്പനിയെ കൊണ്ട് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ HR-മാരെയും വിളിച്ചുള്ളൊരു ആക്ടിവിറ്റിയാണ് ഉച്ചയ്ക്ക് അവർ കണ്ടക്ട് ചെയ്യുന്നത്. ഐ റിയലി അപ്രീഷിയേറ്റ് HR Revolve for transforming the HR community in India. We had a challenge called Anybody Can Design Anti-Drugs Mascot Challenge, and the winner is Ritesh R from Fire. So നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആക്ച്വലി വന്നിട്ട് നമുക്കൊരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ മാസ്കറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മുടെ മാസ്കറ്റ് അതിന് സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ചേർന്നൊരു കോമ്പറ്റീഷൻ നമ്മൾ നടത്തി. ആൻഡ് ഹി ആക്ച്വലി ഡിസൈൻഡ് വൺ മാസ്കറ്റ്. ആ മാസ്കറ്റ് ഇവിടെ കാണിക്കുന്നുണ്ടോ? ആൻഡ് അപ്പോൾ എന്താ സംഭവിച്ചത് വെച്ചാൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറക്ടർ മാറി. സോ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ മാസ്കറ്റ്. നമ്മൾ മറ്റേ നോ സ്മോക്കിംഗ് അല്ലെങ്കിൽ നമ്മൾ ആൽക്കഹോളിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഡ്രഗ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻ അത്രത്തോളം സ്ട്രോങ്ങർ അല്ല. ആൻഡ് വി നീഡ് എ മാസ്കറ്റ് ഫോർ ദാറ്റ്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഹി കെയിം വിത്ത് എ മാസ്കറ്റ് കോൾഡ് യോദ്ധാവ്. യോദ്ധാവിനെ കുറിച്ചൊന്ന് പറയാമോ? സോ ഇറ്റ് ഈസ് വ്യാഴാമ്പലുണ്ട്. വ്യാഴാമ്പലിൻ്റെ ഒരു ഇതാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ആക്ട്സ് ആസ് ദ protective force against the drugs. Yeah. And then we will be actually working with the Excise Department to launch the anti-drug campaign with that mascot. Next, for the contributions, we have Shaheen Haider from Pygramus. അപ്പോൾ ഷഹീൻ MuLearnലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് പൈഗ്രാമേഴ്സ് എന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് MuLearnൻ്റെ ടെക് ടീമിനെ ലീഡ് ചെയ്തു. അതിനുശേഷമാണ് MuLearൻ്റെ ബോട്ടുകളെല്ലാം പടപടിയെ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് വി ഹാവ് എ വെരി സ്ട്രോങ് ടെക് കമ്മ്യൂണിറ്റി ഇൻ MuLearn ടുഡേ. റിയലി അപ്രീഷിയേറ്റ് പൈഗ്രാമേഴ്സ് ആൻഡ് ഷഹീൻ ഫോർ it. Malu Nair from UX Shots. മാളു തിരക്കുണ്ടായിരുന്നു പറഞ്ഞ് മാളു പോയിട്ടുണ്ട്. Nikhil and Naveen from Tilt Edu. Raja from Beagle Security.
അപ്പോൾ നമ്മുടെ സൈബർ സെക്യൂരിറ്റിയിൽ സൈബർ ഡോം അത് വരുന്നത് നമ്മുടെ കുട്ടികളെല്ലാം ഇവിടെ സൈബർ സെക്യൂരിറ്റി ഇഷ്ടമുള്ള കുട്ടികൾ ദേ ആർ കമ്മിങ് ഹിയർ ആൻഡ് ചലഞ്ചിങ് ദം വിത്ത് capture the CTF events as well as there is a curriculum that Raja has designed. അതിപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്താൽ 5 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടാത്ത ഒരു കരിക്കുലം സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇതിനകത്ത് ഓടുന്നുണ്ട് ആൻഡ് ദാറ്റ് വാസ് ഡൺ ബൈ ദ ബീഗൽ സെക്യൂരിറ്റി ടീം. നാഷ് ഉണ്ടോ? നാഷ് വിശാൽ ഫ്രം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. വിശാൽ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും മ്യൂലേണായിട്ട് വരുന്ന സമയത്ത് വിശാൽ അവിടെ കൂടെ ഉണ്ടാവും. എന്തിനും ഐഡിയേറ്റ് ചെയ്യാനും നമ്മൾ എങ്ങനെ മുമ്പിലോട്ട് പോകണം എന്ന് പറയും. ബിക്കോസ് ഹി വാസ് ദ വൺ ഹൂ വാസ് ബിഹൈൻഡ് ബിൽഡിംഗ് ദ IDC കമ്മ്യൂണിറ്റി. കേരളത്തിലെ ഏറ്റവും വലിയ ഡെലിവറി നെറ്റ്വർക്കായ IDC കമ്മ്യൂണിറ്റിയുടെ ബിഗിനിങ് വിശാൽ എന്നായിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് വിശാൽ ഫോർ ബീങ് ദ സപ്പോർട്ട്. അപ്പോൾ 6 പേരിൽ നിന്ന് തുടങ്ങിയതാണ് IDC കമ്മ്യൂണിറ്റി. അതിൻ്റെ ഇനിഷ്യലി ആ ക്യാമ്പസുകളിൽ വിശാൽ തുടങ്ങിയ ക്യാമ്പസിലാണ് ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റുകൾ ഇവിടേക്ക് വന്നിട്ടുള്ളതും സ്റ്റാർട്ടപ്പിന്. Ratish from Fireport AG. So പിന്നെ നമുക്ക് അഞ്ജലി also. അഞ്ജലി ഫ്രം Fireport. Knowledge Economy Mission is working along with us. That is a government agency that is working along with us on conducting learning circles in all the campuses. And we also work with KDISC on Young Innovator Program. YEP team members, please do come in. YAP എല്ലാ team members, can you get into the stage? Come on. So Young Innovator Program was something that is done by the government. But MuLearnിലൂടെയാണ് MuLearnിൻ്റെ ടീം മെമ്പേഴ്സാണ് ഇവരാണ് ഓരോ ഡിസ്ട്രിക്റ്റിനകത്തും YAP കാര്യങ്ങൾ ഇവാഞ്ചലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് 5,000 തുടങ്ങിയ YAP ഇന്ന് 1,75,000 കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു കാര്യത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത് ഇവരുടെ വർക്കാണ്. And Akshay was the first program manager there. She made it 1 lakh. Right now it is going forward, but it is not about numbers. നമ്പറുകളല്ല, ഐഡിയയുടെ നമ്പറുകളല്ല, അത് കൂടുതലും ആ കുട്ടികളെ ആ ഒരു ജേർണിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുക എന്നുള്ളതാണ് YAP ലക്ഷ്യം. We want to have young innovator clubs in each campus, and that is what we are trying to achieve. And നമ്മുടെ MuLearnിൻ്റെ ടീം നമ്മുടെ ഇപ്പോൾ കോഴിക്കോട് ഒരു ഇവൻ്റ് നടന്നിട്ടുണ്ടായിരുന്നു, സ്കെയിലപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ ഇവൻറ്റിൻ്റെ കംപ്ലീറ്റ് പാസ് ഹാൻഡിൽ ചെയ്തത് MuLearnിലെ ടീം ബിൽഡ് ചെയ്ത മേക്ക് ബൈ പാസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനായിരുന്നു. ആൻഡ് ഇറ്റ് ഗോട്ട് എ ലോട്ട് ഓഫ് അപ്രീഷിയേഷൻ ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ബിഹൈൻഡ് ദം ടു കൺവേർട്ട് എന്താണ് അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ് മേക്ക് ബൈ പാസിലേക്ക്. So we have the team behind Make My Pass. So I would like to invite Ronnie, the CEO of Soft Notions, to the stage. He was with me initially on the ATFG, and today he heads the community outreach focus group. Prijan from Vacopix. അപ്പോൾ നമ്മുടെ MuLearnിലെ വീഡിയോസ് എല്ലാം ഭയങ്കര പവർഫുള്ളാണ്. ഇപ്പോൾ എല്ലാ കുട്ടികളൊക്കെ വീഡിയോസ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ പ്രിജിനാണ്. പ്രിജിൻ വാക്കോ. അപ്പോൾ ഒറ്റയ്ക്ക് 3 ദിവസമായി ഉറങ്ങിയിട്ട് നമ്മുടെ ഇന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളും പ്രിജിൻ അവിടെ ഡിസൈൻ ചെയ്ത പ്രിജിനല്ല, പണിയെറിയുന്ന വേറെ കുട്ടികളാണ്. പക്ഷേ പ്രിജിനാണ് അതിൻ്റെ വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. Then we have Shan from Lumia. ഷാൻ. അപ്പോൾ നമുക്ക്
നമ്മുടെ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിൻ്റെ ആംബിയൻസ് കംപ്ലീറ്റ് കാര്യങ്ങളും ഫുള്ളായിട്ട് ചെയ്യുന്നത് അവരാണ്. Top learning circles. First we have from Mar Basilius College of Engineering and Technology called Codify, inviting Amritesh, Prajwal, Amir, Aditya and Arjun. അരുൺ ജേസ് ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെയിൻ ആയിട്ടുള്ള. അർജുൻ അല്ല. From St. Joseph College of Engineering and Technology, Pala, we have the team learners. Deepna Maria Jinson, Gopika, Nantana Venugopal, Rose George and Surya Saji. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ 30,000 പേര് നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്തുള്ളതിനകത്ത് അവരോട് എല്ലാവരോടും ഇതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടേക്ക് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സോ ഈസി ടു ബി ഓൺ ദാറ്റ് പാത്ത്. സോ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ദ. Next we have team Just Web from Mar Agustinos College, Ramapuram. Binet Binoy, Alvin Sibi, Bimal Baiju, Abhijit Anil, Alan Baiju, Justin Joseph, Sunal K. Joseph and Christo. Now we have a small token for the graduation. Vinu Balagopal. Okay. Next is. Okay. Next we have the 1 million karma points. So I request Ajish also to come to the stage because this is the final. Okay. So, so നമ്മുടെ MuLearn തുടങ്ങുന്ന സമയത്ത് 100 കർമ്മ 200 കർമ്മ 50 കർമ്മ 2 കർമ്മ വെച്ച് എടുക്കുന്നതാണ്. പക്ഷേ കുറച്ച് ക്യാമ്പസുകൾ 1 മില്യൺ കർമ്മ പോയിന്റ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആസ് ഓഫ് നൗ 12 മില്യണിൽ 1 മില്യൺ ഇവരുടേതാണ്. പിടിച്ചോ, ആരാണ്? So Mar Basilius College of Engineering and Technology, Trivandrum. സോ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ പോലൊരു ബട്ടൺ ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അൺവീലിംഗ് ദ പ്ലേ ബട്ടൺ ഫോർ മില്യൺ കർമ്മ. കാണിച്ചോളൂ. Karma points, Mar Basilius College of Engineering and Technology, Trivandrum.
Karma Points campus, that's St. Joseph College of Engineering and Technology, Pala. സർജി സാർ എവിടെ പോയി? ആ വാ വാ. Karma Points, St. Joseph College of Engineering and Technology, Pala. സോ പ്രജൻ, നമ്മുടെ ഇതിനകത്ത് ശരിക്കും പ്രജുൻ്റെ വീഡിയോസ് ഉണ്ടല്ലോ, വീഡിയോസ് കണ്ടിട്ട് മൂവിയുടെ ഡയറക്ടേഴ്സായിട്ടുള്ള ഒരുപാട് പേര് MuLearnലെ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആരാണെന്ന് പറഞ്ഞിട്ട് പ്രജുനെ അസോസിയേറ്റ് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ട്. ആൻഡ് വി ആർ ആക്ച്വലി ലോഞ്ചിങ് എ മൂവി ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, മൂവി ക്ലബ്ബ് MuLearnൽ ജോയിൻ ചെയ്യാണ്. ആൻഡ് ടോം ഇമ്മട്ടി എന്ന് പറയും, നമ്മുടെ മെക്സിക്കൻ അപാരത സിനിമയുടെ ഡയറക്ടറാണ്. He is actually going to be the mentor there, and Dulkar in the foundation, DQF is going to be part of that. And movie logo launch undo. Yeah, oh, ഞാൻ മാറി കൊടുക്കണമെന്നാ പറയണേ. So Prajan is going to be that. Yeah. അപ്പോൾ അതിനകത്ത് ശരിക്കും പ്ലാൻ ചെയ്യാനായിട്ട് പോകുന്നത്, there will be calls that is going to go for script writers, cinematographers, ആർട്ടിസ്റ്റ്, അങ്ങനെ ഒരു മൂവി ശരിക്കും ക്രിയേറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും ആ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് നെക്സ്റ്റ് ഇമ്പാക്ട് പ്രോജക്റ്റിലേക്ക് പോകുന്നത്. ആൻഡ് എവറി 3 months ദർ ഈസ് ഗോയിങ് ടു ബി സം വർക്ക്ഷോപ്സ് വേർ ദ ഔട്ട്കം വുഡ് ബി എന്താണ് ഷോർട്ട് ഫിലിംസ് ആയിരിക്കും. അപ്പോൾ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും കാലിക്കറ്റിലും ഈ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യും. ആൻഡ് കൈറ്റ്സ് ഫൗണ്ടേഷൻ ഈസ് ദ വൺ ഹു ഈസ് ആക്ച്വലി ഫെസിലിറ്റേറ്റിംഗ് വിത്ത് ദാറ്റ് വിത്ത് അസ്. യാ, ഇത്രയൊക്കെ ഉണ്ടാക്കിയാ. മൂവി ലാഗാണ് കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മൾ ഒഫീഷ്യലി നമ്മുടെ പ്രോഗ്രാം ലഞ്ച് ബ്രേക്കിലേക്ക് നമ്മൾ പിരിയാൻ പോവുകയാണ്. ആൻഡ് ബിഫോർ ദാറ്റ് I would like to thank all the
ഗസ്റ്റ് ഇതിനകത്ത് എല്ലാവരും വന്ന് അത്രയും ഇതായിട്ട് നമ്മളോടൊപ്പം ഇത്രയും സമയം ഇവിടെ ചിലവഴിച്ച എല്ലാവർക്കും നന്ദി. ഓക്കെ, കാസ്റ്റിംഗ് കോൾസിനെ കുറിച്ച് പറയുകയാണ്. പറയൂ, വാ. അത് നിങ്ങൾ പോസ്റ്ററായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇറക്കിയാൽ മതി. അതിനകത്ത് ഡയറക്ടേഴ്സ് ആവാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഏത് ക്യാമ്പസിലാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. Similarly, if you want to be a script writer, there will be grooming sessions based on the interest group. If you want to be it is not a movie ആണ് എൻ്റെ ഇഷ്ടമല്ല. ചിലവർക്ക് അഭിനയിക്കാനായിട്ടായിരിക്കും, ചിലർക്ക് സ്ക്രിപ്റ്റ് എഴുതാനായിരിക്കും, ചിലർക്ക് പാടാനായിരിക്കും, പാട്ടിൽ തന്നെ ചിലർക്ക് കമ്പോസ് ചെയ്യാനായിട്ടായിരിക്കും. അപ്പോൾ അതിന് ഓരോരുത്തർക്കും ആവശ്യമുള്ള മെൻറ്റേഴ്സ് വേറെ വേറെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് വി ഓൾസോ ഹാവ് എ മ്യൂസിക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ദ ഓക്കെ. ആൻഡ് മ്യൂസിക്കിനകത്ത് നമുക്ക് ശരിക്കും ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി ഓഫ് കേരള, ദേ ആർ ദ വൺ ഹു ആക്ച്വലി സപ്പോർട്ടിങ് ഇറ്റ്. ആൻഡ് നമ്മളൊരു ഒഫീഷ്യൽ മ്യൂസിക് ബാൻഡ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി. ആൻഡ് നമ്മുടെ അദിത് ഉണ്ടോ? അദിത് ആൻഡ് അർജുൻ അവർ ഇന്നൊരു മ്യൂസിക് പെർഫോമൻസ് ഇവിടെ ലഞ്ച് ബ്രേക്കിന് ചെയ്യുന്നുണ്ടാവും. സെറ്റല്ലേ? ഇപ്പോൾ നമ്മുടെ CET-യുടെ മ്യൂസിക് ക്ലബിൻ്റെ തുടക്കമാണ്. ആൻഡ് താളം എന്നാണ് അവരെന്നെ പേരിട്ടേക്കുന്നത്, മ്യൂ താളം എന്നുണ്ടോ? ഓക്കെ. അപ്പോൾ മ്യൂസിക് അതിന് വേണ്ടതാണ് മ്യൂസിക്കുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. സോ വാട്ട് MuLearn പ്രൊവൈഡ്സ് ഈസ് ജസ്റ്റ് ഹെൽപ്പ് ദം ഐഡൻറ്റിഫൈ എന്താണ് അവരുടെ ഇഷ്ടം എന്താണോ അതിലേക്ക് എത്താനായിട്ട് ഉള്ളൊരു പാത്താണ്. ജസ്റ്റ് കണക്റ്റഡ് ടു ദ അഫിനിറ്റി സ്പേസ്. ആൻഡ് ദർ ഈസ് അക്ഷയ് രാജേഷ് ഹിയർ. ഷീ വാസ് ദ ഫസ്റ്റ് ഫെലോ അറ്റ് MuLearn. MuLearnകത്ത് നമ്മൾ ഓരോ വർഷവും കുറച്ച് കുട്ടികളെ നമ്മൾ ഫെലോസായിട്ട് കൊണ്ടുവരും. ആൻഡ് ദെൻ ദേ ഹാവ് ടു മൂവ് ഫോർവേഡ്, ഫൈൻഡ് ദർ അഫിനിറ്റി പാത്ത്. ഒരു വർഷം കഴിയുമ്പോൾ അവരവരുടെ പാത്ത് എവിടെയാണെന്ന് കണ്ടെത്തിപ്പോണം. MuLearn ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ഫോർ ദം. MuLearn ഷുഡ് ബി എ പ്ലേസ് വേർ ദേ കം ആൻഡ് ദേ വർക്ക്, build the network, build the connects, learn new things, and they have to find their affinity space. And Akshaya is today the SAM at ULTS. So we are graduating her from MuLearn. അപ്പോൾ അക്ഷയയുടെ ഇതിനകത്ത് നിന്ന് വാ. സോ MuLearn യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് ആദ്യം പുറത്തേക്ക് ഇറക്കുന്ന ആളായിട്ട് അക്ഷയ് രാജേഷ് മാറിയിരിക്കുകയാണ്. അക്ഷയ് ഇതിനകത്തേക്ക് വന്ന് വിഷ്ണുവിന് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? വിഷ്ണു കഴിഞ്ഞ ദിവസം പറഞ്ഞു അക്ഷയ് ഇല്ല, അക്ഷയ് പോയി എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർ പറയുന്നത് വെച്ചാൽ പീപ്പിൾ ഷുഡ് കുറേ കാലം നമുക്ക് അവരെ നിർത്തിക്കൂടെ, ബിക്കോസ് ദേ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ MuLearn. അപ്പോൾ MuLearn കുറേ കൂടി കൺവീനിയൻ്റ് ആയിരിക്കില്ല അവർ നമ്മളുടെ കൂടെ തന്നെ നിന്ന് പോകണമെങ്കിൽ. സോ ഷീ കെയിം ആസ് എൻ ഇൻറ്റേൺ, ഷീ ബിഗെയിം ദ ഫെലോ, ആൻഡ് ദെൻ ഷീ മെയ്ഡ് YAP പോസിബിൾ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഷീ വെൻ ഫോർവേഡ് ഇൻ KDiskനകത്ത് ഇന്നോവേഷൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി. ദെൻ ഷീ വാസ് ടേക്കൺ ഇൻ ടു ULTS. പക്ഷേ അതിന് പറഞ്ഞത് എന്താണ്? ഒരു ചെറിയ കാര്യം മാത്രം പറയാം. നമ്മൾ MuLearnന്റെ വില അറിയാൻ പോകുന്നത് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണ്. ബിക്കോസ് ഇവിടെ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഷ്യൽ ക്യാപിറ്റൽ, ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ ലേൺ ചെയ്യാൻ പഠിക്കുന്നു, എവിടെ നമ്മളെടുത്ത് എന്ത് പുതിയൊരു ടെക്നോളജി ആണെങ്കിലും, ഏത് പുതിയ പ്രോജക്റ്റ് ആണ്, ലെറ്റ്സ് സേ ഇതിപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോജക്റ്റ് ആണെങ്കിൽ പോലും VR-ൻ്റെ കേസ് ലൈക്ക് ഓക്കെ നമുക്ക് ചെയ്യാം. സോ ആ ഒരു ഗോ ഗെറ്റർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ദ ഗ്രിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണെങ്കിലും, അത് എത്ര ഉറങ്ങാതെ ആണെങ്കിലും എങ്ങനെയെങ്കിലും അത് ക്ലോസ് ചെയ്യാമെന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് തോന്നുന്നു അത് MuLearnൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുള്ളതാണ്. സോ അത് ഭയങ്കര വേർത്തിട്ടാണ്. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നു എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ സർട്ടിഫിക്കറ്റ് ഇതുവരെ ആരും കണ്ടിട്ടില്ല. ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് പോസ്റ്റ്മാനാണ് കൊണ്ടു തന്നത്. ബിക്കോസ് കോവിഡ് ടൈം ആയിരുന്നു. ഞാനും എൻ്റെ വീട്ടിലെ ആൾക്കാരും മാത്രമാണ് ഇതുവരെ എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടുള്ളത്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് അത് കഴിഞ്ഞ് എന്നെ ഹയർ ചെയ്തിട്ടുള്ള ഏത് കമ്പനി ആണെങ്കിലും ദേ ആർ ജസ്റ്റ് ലുക്കിംഗ് ഫോർ ഹൂ ഐ ആം, എന്താണ് നിങ്ങളുടെ സ്കില്ല്, എന്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട്, നിങ്ങൾ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ MuLearn ഇസ് എ ജിം, ഇറ്റ്സ് നോട്ട് എ സ്പാ. നിങ്ങൾക്ക് എല്ലാ റിസോഴ്സും ഉണ്ട്. ആരെ വേണം എന്ത് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ഇറ്റ് ഡൺ. സോ നിങ്ങളത് യൂസ് ചെയ്യുക പ്രോപ്പറായിട്ട്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ ലൈഫിന് അത്രയും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര വലിയ പ്ലാറ്റ്ഫോമാണ്.
I'm really happy that I'm a part of it, and ഇനിയും പാർട്ട് തന്നെ ആയിരിക്കും ഗ്രാജുവേറ്റ് ചെയ്ത് പാർട്ട്നൊക്കെ നോക്കണ്ട. So yeah, thank you so much. So I would like to invite Vishnu to formally do the vote of thanks to the speakers. And We also have a token of appreciation for yeah, the vote of Vikas, thanks so- പറയുമ്പോൾ കൊടുത്താൽ മതി കേട്ടോ. റിഡൻഡൻസിയുടെ ആവശ്യം എന്തായാലും നന്ദി പറയുന്നില്ല, അപ്പോൾ കൊടുത്താൽ മതി. ഓക്കെ, അവിടെ കൊടുത്താൽ മതി. We just give it to them one by one, hand over it to them. So വിഷ്ണു, നമ്മുടെ വിഷ്ണുവിൻ്റെ ഒഫീഷ്യലി അവസാനത്തെ ഇതാണോ MuLearn? ഇനി എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടോ? വിഷ്ണു ഈസ് ആക്ച്വലി ഗ്രാജുവേറ്റിംഗ് ഫ്രം GTech ആൻഡ് വിഷ്ണു നമ്മുടെ CM ഫെലോ ആയിട്ട്, IT ഫെലോ ആയിട്ട് മാറുകയാണ്. ഇനി നമുക്ക് CMലേക്കുള്ള ആക്സസ് വിഷ്ണു ത്രൂ ആണ്. So, good afternoon, everybody. I'm actually a little difficult with my throat. Cold പിടിച്ചായിരുന്നു. So, ക്ഷമിക്കണം. I like I'm seeing a lot of new faces today because last time Permute നടന്നപ്പോഴത്തേക്ക് like there were actually like many of us who was familiar to me, and today എനിക്ക് തോന്നുന്നു പുതിയ കുറേ ആൾക്കാർ വന്ന്, കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്, candidates വന്നിട്ടുണ്ട്, and also the faculties, and there are faculties who I may know. Sarju sir ഉണ്ട്, we used to work. And before getting on to my role of delivering the vote of thanks, I would like to give a brief about a group of technology companies, as I know already Deepu has provided the details, and also the evolve of GTech MuLearn. Okay, so group of technology companies, as you all know, it's actually the industry body of ITS companies in Kerala. So we represent 80% of workforce in Kerala. So that's we are, and we have around 300 companies into our forum. All MNCs are in our forum, SMEs, startups, and all companies, and we have different stakeholders. And Vishal is here. We are actually associating with Kerala Startup Mission and all. And we do many activities related to the business development for the companies. Like we take them to different geographies for their business development and scaling up, especially for the SME companies. And also regarding the startup and all, we used to have actually the startup mentoring program, and also these are the activities. And one of the focus group is Academy and Technology Focus Group, where Deepu is actually the convener of the same, and how GTech MuLearn evolved. So the major problem which the industry was facing was actually the skill gap, what Deepu mentioned, and that too the industry was facing to get the actual skilled resources to their companies during their placement time. And also we industry sat together, and we had actually an executive committee meeting, and to know like how we can actually like break this barrier, and from where we need to actually start. So that's how we formed a team in ATFG itself, and spearheaded by Deepu, and initiating this MuLearn. And first of all, the interactions was happening within the universities. So first of all, we went to have an interaction with the VC of KTU, then Kerala University, etc. So we wanted to actually like inform, and also we needed to provide them the details that this has to be gone through the university to all the colleges in Kerala. So that was the first initial meeting which we had with the VC of KTU, and that time Ms. Rajashree, Dr. Rajashree madam was the VC of KTU. And then gradually it implemented, the university supported us, and it went to all the colleges, and it was a enormous helping hand from the faculties of different colleges. And initially we onboarded around 157 engineering colleges in Kerala into MuLearn. We're focusing on technology sector first. Then we moved on to Kerala University, who was actually specialized into functional, that is arts and science, etc. And I could see that like now we have around 30,000 plus students into the forum. And also there are actually the companies now, they are very much easily they can actually find out the resource which they need, and there are different interest groups in that MuLearn, and it is very easy for the companies to actually map and get the skilled resources what they want. So then now I am moving on to my vote of thanks. I would like to actually give a big thanks to Sri Kumar sir, the Secretary of GTech and Center Head of Tata LXI, for delivering the welcome address and providing a brief about GTech MuLearn and GTech. Then sincere thanks to Richard Anthony, the Vice Chairman of GTech and Director of EY,
for delivering the keynote address. And I thank Ajish Achyudan, co-founder and CTO Open Financial Technologies, for doing the MuLearn 3.0 launch. And also congratulating all the partners, for example, Beacon, then we have Tilt Labs, then we have IEEE, EK Step, Kites, etc. Akshay was actually part of Kites before, so we actually associated during that time. Then the felicitation address done by Sarju sir, and also Raja Rahim, thanks to Raja Rahim for doing the felicitation and the support provided to MuLearn. And then I would like to congratulate all the top campuses who have actually won the awards, recognition and contributors, etc. And also not the least, I would like to congratulate and also give a sincere thanks to all the MuLearn team who have done a great hard work to actually put up this initiative called the Permute. And that was actually an enormous hard work with the support of and with the spearheading of Deepu and the MuLearn team. Thanks to all. Thank you. സോ മ്യൂത്താളം ഇവിടെ ഒരു ചെറിയൊരു പെർഫോമൻസ് ചെയ്യാനായിട്ട് അവർ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ അവരതിന് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ നമുക്ക് MuLearnൻ്റെ കോർ ടീമുണ്ട്. ഇപ്പോൾ നമുക്ക് ജിഷ്വാനുണ്ട്. ജിഷ്വാൻ വാസ് ദ കോർ മെമ്പർ ഹു ഈസ് ദ ഓർഗനൈസിങ് ടീം ഓഫ് പെർമ്യൂട്ട്. അപ്പോൾ ബാക്കി നമ്മുടെ ഉച്ചയ്ക്ക് നടക്കുന്ന കാര്യം 3 വലിയ പ്രോഗ്രാംസ് ഒരുമിച്ച് കൊണ്ടുവച്ചേക്കാണ്. ഉച്ചയ്ക്ക് ശേഷം വരുന്ന ബ്രിഡ്ജ് ദ ഗ്യാപ്പ് സിമ്പോസിയം, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ മച്ച് ബിഗർ ആൻഡ് മീനിങ് തിങ്. അതിനകത്ത് ശരിക്കും നമ്മുടെ സജി ഗോവിന്ദാസ് സാർ ആക്ച്വലി കമ്മിങ് ആൻഡ് ഓൾസോ ഹി ഈസ് കമ്മിങ് ഓൺലൈൻ ജസ്റ്റ് ബിക്കോസ് ഹി ഹാസ് ടു ബി ദർ ഇൻ കൊച്ചി CMൻ്റെ ഒരു ഇത്. ബാക്കി ഡോക്ടർ ജയശങ്കർ പ്രസാദ്, ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ, ബാക്കി ഇൻഡസ്ട്രിയിൽ റെപ്രസെൻറ്റേറ്റീവ്, ഇവർ പിന്നെ HR ബോർഡ്, ഇവരെല്ലാവരുമായിട്ടുള്ള പ്രാക്ടിക്കലി നമുക്ക് എന്ത് ചെയ്ത് മുമ്പിലോട്ട് പോകാമെന്നുള്ള കാര്യം ചെയ്തു. ആൻഡ് കൊച്ചു ഔസേപ്പ് ഈസ് ദർ, ഈസ് ഇൻ ചാർജ് ഓഫ് ദാറ്റ്. കൊച്ചു ആൻഡ് സച്ചു ഇവിടെ, കൊച്ചു ആൻഡ് സച്ചു. പിന്നെ നമ്മുടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇൻ 50 hours തുടങ്ങാണ്. അടുത്ത 3 ദിവസം ഉറക്കമില്ലാത്ത രാത്രികളാണ്. 3 days that we are going to get into in 50 hours, and there is Vishak, Salahuddin and team, they are on charge of that. And Jayden is there. Jayden, please. ഗസ്റ്റിൻ്റെ കാര്യങ്ങൾ മൊത്തം ജയ്ഡനായിട്ട് നോക്കിയിരുന്നത്. അങ്ങനെ ഓരോരുത്തരും ഓരോ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ MuLearn, ഫുൾ MuLearn ടീം പ്ലീസ് കം ടു ദ സ്റ്റേജ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവർ ഉറങ്ങിയിട്ടില്ല. ഇവരുടെ വീഡിയോ വേണമെങ്കിൽ ഞാൻ പ്ലേ ചെയ്യാം. അവർ ഡ്രസ്സ് മാറിയിട്ടില്ല, കുളിച്ചിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, ഇതിൻ്റെ പിറകെ തന്നെയായിരുന്നു. ഇന്നലെ രാത്രി എപ്പോഴാണ് കുളിച്ചത്? ഭക്ഷണം ഇല്ല, രാവിലെ തൊട്ട് വൈകുന്നേരമൊക്കെ ആകുന്ന സമയത്താണ് ഭക്ഷണം കഴിയുമ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ പട്ടിണി കിടക്കാൻ പഠിക്കണം, അല്ലേ? സക്സസ്ഫുൾ അവിടെ പട്ടിണി കിടക്കാൻ പഠിക്കണം, തറയിൽ കിടന്ന് ഉറങ്ങാൻ പഠിക്കണം. അപ്പോൾ ഇവിടെ ഒരു സുഖലോലുപതയിലല്ല അവരിരുന്ന് വർക്ക് ചെയ്യണത്. അവരിവിടെ വന്നിട്ട് തറയിൽ കിടന്ന് ഉറങ്ങിയും ഭക്ഷണം ഇത് കഴിച്ചും നടന്നു പോയി കിലോമീറ്റേഴ്സ് നടന്നുമൊക്കെ തന്നെയാണ് ഇവരെല്ലാവരും MuLearnലേക്ക് ആക്ടിവായിട്ട് നിൽക്കുന്നത്. സോ ഐ റിക്വസ്റ്റ് ഓൾ എൻ്റെ ടീം to come forward, because these are the one actually take the message forward in the campuses. And also കഴിഞ്ഞ ഒരു വർഷം അതായത് MuLearnൻ്റെ ഓരോ കാര്യങ്ങളും അവർ വന്ന് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കണ്ടൻറ്റ് വരുന്നുണ്ട്, വീഡിയോയ്ക്ക് വീഡിയോ വരുന്നുണ്ട്, PPTക്ക് PPT വരുന്നത്. ഇതെല്ലാം ഇവർ ഡീസെൻട്രലൈസ് ആയിട്ട് പല പല ആൾക്കാർ പല പല സ്ഥലത്ത് ഇരുന്നിട്ട് ടീമായിട്ടാണ്. ഐ റിയലി അപ്രീഷിയേറ്റ് CET ടീം. ഇന്നലെ CETയുടെ മാർ ബെസേലിയസിൻ്റെയും ഡിസൈൻ ടീം, സെൻറ് തോമസ്, ഇവരൊക്കെ അവരുടെ ക്യാമ്പസിനകത്തുള്ള ബാക്കിയുള്ള ആൾക്കാർ ഡിസൈൻ ചെയ്ത് തീരുന്നില്ല കാര്യങ്ങൾ. അങ്ങനെ അവരും വന്നിട്ട് ഐ വുഡ് റിക്വസ്റ്റ് ദാറ്റ് ടീം ഓൾസോ ടു ഗെറ്റ് ഓൺ സ്റ്റേജ്. CETയുടെ ഡിസൈൻ ടീം ഉണ്ടായിരുന്നു, കണ്ടന്റ് ടീം ഉണ്ടായിരുന്നു. പ്ലീസ് ഗെറ്റ് ഓൺ സ്റ്റേജ്. ആൻഡ് ഓൾ ദ അക്ഷയ, സർജു സാർ, അധ്യാപകർ, എനേബിളേഴ്സ്, പ്ലീസ് അവരും. അനിൽ, ആൻ്റണി, റജ റഹീം, രാഹുൽ, YEBയുടെ ടീം, നിങ്ങൾ വരൂ. മ്യൂ ടീം വന്നോളൂ. സർജു സാർ ഇവിടെ വന്നോളൂ. അജീഷും വന്നോളൂ, ഇതും വന്നോളൂ, വരൂ. യു ആർ പാർട്ട് ഓഫ് ദ ടീം റൈറ്റോ. ഇനി നിനക്ക് വിടാൻ പറ്റൂല, വിടില്ല ഞാൻ. റജ കുംസ് റോസ്മി,
വാ വാ വാ. അപ്പോൾ എല്ലാവരും ഒരു 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 ഗ്രൂപ്പ് ഫോട്ടോ ആവാം. ദിസ് ഷുഡ് ബി ദ നെക്സ്റ്റ്. ഓരോ പെർമ്യൂട്ട് കഴിയുമ്പോഴും നമ്മുടെ MuLearnൻ്റെ ഫ്രണ്ടിൽ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ സീ ലൈക്ക് എ ഗ്രൂപ്പ് ഫോട്ടോ. അപ്പോൾ ഓരോ വർഷവും ഒരു 100 പേരോളം ഉണ്ടാവും MuLearnനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ. ആൻഡ് നെക്സ്റ്റ് ഇയർ ദേ ഷുഡ് ഫൈൻഡ് ദെയർ ഫോളോവേഴ്സ്. അടുത്ത വർഷത്തേക്ക് വേണ്ട ഫോളോവേഴ്സിനെ ഇവർ ഓരോരുത്തരും കണ്ടെത്തിയിട്ട് അവർ അങ്ങനെയാണ് MuLearn സർവേ ചെയ്യുന്നത്. കമോൺ. ആ, ഇത്രയും പേരെ ഫ്രെയിമിൽ കിട്ടുമോ? ഈ സൈഡിൽ നിൽക്കുന്നത് കുറച്ച് അപ്പുറത്തേക്ക് പോവാം. ജിം എന്നൊക്കെ പറയുന്നുണ്ട്. ജിം ഉണ്ടെന്നൊക്കെ. എല്ലാവരുടെയും തല ഫോട്ടോയിൽ എത്തിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. വിഷ്ണു എന്താ ഇവിടെ ഇവിടെ വന്നിരുന്നാൽ മതി. ഓക്കെ, റെഡി? പവർ ഉണ്ടോ? റെഡി? 1 2 3. പോരാ കേട്ടോ. ഏകലവ്യ പോടാ. ഏകലവി ഇന്നലെ ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ ചെയ്ത് അയച്ചു. ഏകലവിൻ്റെ ലൈഫ് 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ടോപ്പ് 100 കോഡറാ. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ MES മാറമ്പള്ളി എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് ഹീസ് ടേക്കിംഗ് സെഷൻ ഓൺ ഫേൺ സ്റ്റാക്ക് എങ്ങനെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക് ചെയ്യണം. 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് MuLearnൽ. ഇപ്പോൾ ടോപ്പ് 100 കോഡേഴ്സിൻ്റെ വിന്നറുമാണ്. ഒന്നുകൂടി വിളിച്ചാൽ സ്ട്രോക്ക് ആവുമോ? റെഡി? 1. അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ പാടില്ല. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഫോട്ടോ കഴിഞ്ഞോ? എപ്പോ? ആ, ഒന്നുകൂടെ വേറെ പോസ്. ഇനി നമുക്ക് അടുത്ത വർഷം ഇങ്ങനൊരു ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലായിരിക്കില്ല മ്യൂട്ട് ടീം. MuLearn ടീം ഒരു ഇതിനകത്ത് ഒതുങ്ങുന്നതായിരിക്കില്ല. ഒരു ഒറ്റ ഫ്രെയിമിൽ കിട്ടില്ല. അല്ല, സോ ബിക്കോസ് ഇറ്റ് ഷുഡ് ഗോ ഇൻ എ ഡീസൻറ്റൈസ് മാനർ. അടുത്ത വർഷം നമ്മളിത് തമിഴ്നാട്ടിൽ അവർ ICT തമിഴ്നാട് ആക്ച്വലി സുമൻ ഈസ് ഹിയർ. ICT തമിഴ്നാട് ആക്ച്വലി വാസ് വർക്കിംഗ് വിത്ത് us on setting it up in തമിഴ്നാട്. ആൻഡ് ദെൻ ബംഗാളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒറീസ IIT പാറ്റ്ന ഈസ് ബീഹാർ ഈസ് വർക്കിംഗ് വിത്ത് us. അപ്പോൾ അത് എല്ലാം സ്ലോലി സ്കെയിലബിൾ ആയിട്ടുള്ളൊരു മോഡൽ കേരളത്തിലായിട്ട് സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് എല്ലാവരും ലഞ്ച് നമുക്ക് അവൈലബിൾ ആണ്. ലഞ്ച് അപ്പോൾ മ്യൂത്താളം റെഡിയാണോ? ഓക്കെ. സോ നമ്മൾ ഒഫീഷ്യലി ബാൻഡിൻ്റെ ലോഞ്ച് സെപ്പറേറ്റ് ആയിട്ട് ഇവൻ്റ് ആയിട്ടായിരിക്കും വെക്കുന്നത്. പക്ഷെ അവർ ജസ്റ്റ് ഒന്ന് അവരുടെ പെർഫോമൻസ് ഇവിടെ ഉണ്ടാവും. കൊടുത്തോളൂ പേര്. യെസ്. അപ്പോൾ ഹലോ, എത്തിയോ? ഇവിടെ എത്തിയോ? ഓക്കെ, ജസ്റ്റ് ഓക്കെ. സോ നമുക്കൊരു ഒരാളിവിടെ ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെ? നമുക്ക് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഇതേപോലൊരു മീറ്റപ്പ് നടക്കുന്ന സമയത്ത് there was a guest who actually came in and told us like I need a website. നമ്മളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടീമിനെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. പ്രശാന്ത് നായർ IAS. ഹീസ് ഹെഡ്സ് എന്താണ് നമ്മുടെ SC/ST ആൻഡ് OBC ആൻഡ് അതർ ബാക്ക്വേർഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കമ്മ്യൂണിറ്റിയുടെ സെക്രട്ടറിയാണ്. ആൻഡ് ഓൾസോ ഹീ actually has a project called Unnati, which is into mostly supporting the people who are backward and to bring them up. So he actually asked the students,
ലൈക്ക് ഐ വാസ് ട്രൈയിങ് ടു ബിൽഡ് എ വെബ്സൈറ്റ്. കുറേ നാളായിട്ട് പല പല ഏജൻസീസിലേക്ക് കൊടുത്തിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇവർ ഒറ്റ രാത്രി കൊണ്ട് ദേ സാറ്റ് ടുഗദർ ആൻഡ് ബിൽഡ് ദ ഉന്നതി വെബ്സൈറ്റ്. ഉന്നതിയുടെ ടീം, ഹായ് പ്രശാന്ത് സർ, പ്ലീസ് ജസ്റ്റ് 1 minute. So he just yesterday night he just pinged me and asked like, നമ്മൾ catch-up ചെയ്യാൻ. ഞാൻ പറഞ്ഞു നാളെ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ബിക്കോസ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു. പുള്ളി വളരെ തിരക്കുള്ള സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു. സോ ഹി ജസ്റ്റ് അപ്പോൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ ദ എക്സ്പീരിയൻസ് അബൌട്ട് ഉന്നതി. എന്താ പറയണ്ടേ? താങ്ക് യു. ഞാൻ ഇപ്പോൾ പറയായിരുന്നു, ഇന്നലെ ഔചാരിതമായിട്ട് രാത്രി ഒരു 1 മണിക്കോ മറ്റോ ഒരു മെസ്സേജ് അയച്ചു പോയി. ഞാൻ ഇന്ന് ലീവൊക്കെ എടുത്ത് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു കൊട്ടേഷൻ കിട്ടി. ബട്ട് ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. കാരണം മ്യൂലേണുമായിട്ടുള്ള ഒരു അസോസിയേഷൻ ഹാസ് ബീൻ റിയലി ലവ്ലി, ഇൻട്രസ്റ്റിംഗ്, എക്സൈറ്റിംഗ്. കാരണം ഞങ്ങൾ 0 ബഡ്ജറ്റിലും ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ ഏതാണ്ട് 1 വർഷത്തോളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് കോൾഡ് ഉന്നതി. യു ആക്ച്വലി ഗൂഗിൾ വെബ്സൈറ്റ് കിട്ടും, unnati.kerala.org. അതിൻ്റെ വെബ്സൈറ്റ് ആയാലും അതിൻ്റെ ഹോൾ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും എവറിത്തിങ് ഈസ് റണ്ണിങ് ഓൺ 0 ബഡ്ജറ്റ്. ആൻഡ് ഫണ്ടമെൻ്റലി ഐ ഹാവ് ടു താങ്ക് മ്യൂലേണിലെ ഒരു ഫാന്റാസ്റ്റിക് ടീം. ഒരു 2 ദിവസം കൊണ്ടാണ് സത്യത്തിൽ കഴിഞ്ഞവണ ഒരു എന്തായിരുന്നു, വാട്ട് വാസ് ദ ടൈറ്റിൽ, ഹാക്കത്തോണോ എന്തോ ആയിരുന്നു അല്ലേ? യാ. സോ അവിടെ വെച്ച് കോൺസെപ്ച്വലൈസ് ചെയ്തിട്ട് അതിനകത്ത് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തുകയും, ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ ലൈവ്. ടീം ഇവിടെ ഉണ്ടെങ്കിൽ റിയലി ലവ്. അമലുണ്ടോ? അതെ, അന്ന് ഞാൻ കണ്ടിരുന്നു. അന്ന് അശ്വിനുണ്ടോ? അശ്വിനൊക്കെ നമ്മൾ ഗ്രൂപ്പിനകത്ത് സംസാരിക്കാൻ. മാത്രമല്ല ഞാൻ ഒരു വളരെ ക്രൂരനായ കശ്മലനായ ഒരു മാടമ്പിയായ ക്ലയൻ്റായി മാറുകയും ഡിമാൻഡുകൾ മാറ്റി പറയുകയും ഇവരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നാണ്. പ്രോഡക്റ്റ് നന്നായില്ലേ? Yeah, so I think I take this opportunity to thank the team. ഇനിയും അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ, ഇനിയും ഇതുപോലത്തെ. ബിക്കോസ് ഐ തിങ്ക് അതിനകത്ത് ഒരു പാഷനാണ് വേറിട്ട് നിൽക്കുന്ന. അതിൻ്റെ സൈറ്റിൻ്റെ ഡിസൈൻ ആയാലും അതിനകത്തുള്ള കണ്ടന്റ് ആണെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് അൺകൺവെൻഷണൽ ആൻഡ് ഐ ഹാവ് ടു താങ്ക് ദ ടീം. ആൻഡ് താങ്ക് യു ദീപു ഫോർ കണക്റ്റിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് ഗൈഡിങ് ആൻഡ് മേക്കിംഗ് ഇറ്റ് ഹാപ്പൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഗസ്റ്റുകൾക്ക് കുറച്ച് പേർ കൂടി പുസ്തകം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. സോ ധീരജ് ഷെട്ടി, താങ്ക് യു ഫോർ. മുദിത്, Raja, Nikhil Chandran and Vishnu V. Nair. അപ്പോൾ നമുക്ക് നമ്മുടെ മ്യൂസിക്കിൻ്റെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകാർ എന്താണ് അവരുടെ സ്റ്റോളിൽ വെച്ചേക്കുന്നത് നമുക്ക് നോക്കാം. വലിയ സെറ്റിങ്സ് ഒന്നുമില്ല, വളരെ ലൈക്ക് ചെറിയൊരു മ്യൂസിക് ഷോ, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. Check. നീലാ നീലാ മിഴിയേ, നീലാ നീലാ മൊഴിയേ, ഒളിയമ്പിനെ വെറുതെ ഇനി എൻ്റെ ജന്മസഖി. നീലാ
നീല മിഴിയേ നീല നീല മൊഴിയേ ഒളിയമ്പിനെ വെറുതെ ഇനി എൻ്റെ ജന്മസഖിയേ. കണ്ണാടിക്കടമിഴി മുന്നിൽ മുന്നണിഞ്ഞ തിരിനീയോ മായാതെ മായാതെ ആത്മാവിൻ കണികയുമായി പൊന്നണിഞ്ഞ തിരിനീയോ വന്നു നീ വന്നു നീ പറയാതെ എൻ്റെ കാതിൽ പതിയെ നീ ഞാനല്ലേ ഞാനല്ലേ നിൻ വാതിൽ നറുനീല നീല മിഴിയേ നീല നീല മൊഴിയേ ഒളിയമ്പിനെ വെറുതെ ഇനി എൻ്റെ ജന്മ സഖിയേ. കാറ്റോടു മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്രമേത്തോ സ്വകാര്യം മായൊന്നു സന്ധ്യേ നിന്നെ തേടി ഈറന്നിലാവിൻ പരാഗം ഈറന്നിൽ എൻ മടിയിലെ പൈതല നീ മൂടും കാറ്റിനെ പ്രണയമാ നിന്നെയും നിന്നെ ഞാൻ നിൽക്കവേ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്രമേലിഷ്ടമെൻ നിന്നെ പുണ്യമേ ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം കണ്ണെത്താ
സ്വപ്നങ്ങൾ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്കുമീ രാത്രി തൻ വാതിലിൽ ഓ ആകാശമേ നീ പെയ്യുമോ പ്രണയാർദ്രമീ ശാഖയിൽ ഇന്നിതാ മനസ്സിൻ ചിലതരം മഴ പോൽ പുണർന്നു നിൻ ഓരോ മൗനങ്ങളും പകലിൻ വരാന്തയിൽ വെയിലായലഞ്ഞിതാ തമ്മിൽ ചേരുന്നു നാം തലോടുമിന്നലകൾ കുളിരോർമ തൻ വിരലായി തുടരുന്നു നീ സഹയാത്രയിൽ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്കുമീ ശാഖിയിൽ എന്തിനാ ആകാശമേ നീ പെയ്യുമോ പ്രണയാർദ്രമീ ശാഖിയിൽ ഇന്നിതാ അടുത്ത പാട്ടിൻ്റെ ലിറിക്സ് എനിക്കും വലുതായി അറിയില്ല, സോ നോക്കിപ്പാടും. பேசும் அழகினை நேற்றுண்டு சத்திடை பகல் நேரம் மொத்தமே கழிதேனே தூங்கும் அழகினை பார்த்து சித்திடை இரவெல்லாம் கண் விழுது கிடப்பேனே இரவெல்லாம் நாளின் முகம் என் மேலாய் நீராய் இறங்கும் உய்தலை சாய்ந்து தடுமாதி போனேனே நான 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 சற்று தொலைவே அவன் முகம் பார்த்து தன்றை ஒளிந்தவன் நானே சற்று தொலைவே அவள் முகம் பார்த்து தன்றை ஒளிந்தவன் நானே ഒരു മാല ഇളവയിൽ വേണം അഴകാന ഇളനുടി കാണും സെற்றி தொலைவே அவன் முகம் பார்த்து தன்றை ஒளிந்தவன் நானே செற்றி தொலைவிடை அவள் முகம் பார்த்து அன்றே ஒளிந்தவன் நானே എത്ര പേർക്ക് ഈ പാട്ട് അറിയാം? ഈ സ്റ്റാർട്ടിങ് കേട്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? അകലെയോ നീ അകലെയോ
വിടതരാതിന്തേ പോയി നീ അകലെയോ നീ അകലെയോ വിടതരാതിന്തേ പോയി നീ ഒരു വാക്കിനും അകലെ നീ എങ്കിലും അരികിൽ ഞാനെന്നും മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണു പിരിയാതെ അഴകേ വാ അരികേ വാ മലരേ വാ തിരികേ വാ അഴകേ വാ അരികേ വാ മലരേ വാ തിരികേ വാ എത്രയോ ജന്മമായി നിൻ മുഖമിതു തേടി ഞാൻ എന്റെയായി തീർന്ന നാൾ നാം തങ്ങളിലൊന്നായി എന്നുമെൻ കൂടെയായി എൻ നിഴലതുപോലെ നീ നീങ്ങവേ നേടി ഞാൻ എൻ ജീവിത സായുജ്യം സഖി നിൻ മൊഴിയൊരു വരി പാടി പ്രണയിത ഗാനം ഇനി എന്തിനു വേറൊരു മഴയുടെ സംഗീതം അഴകേ വാ അരികേ വാ മലരേ വാ തിരികേ വാ അഴകേ വാ അരികേ വാ മലരേ വാ തിരികേ വാ ലൈക്ക് ഇത് നമ്മുടെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്. സോ യെസ്, കുറച്ച് ഫാസ്റ്റ് പീസ് പിടിക്കാം. തനനാ നേരെന്നോവിൽ തീയിൽ പടരുക വർണ്ണം കാണും നിൻ കനവിൽ തേടുക പ്രാണൻ പോലെ നിൻ കനവിൽ തേടുക ഓഹോ താളം പോരൻ വീരിൽ തേരിൽ പായുക മോനം തേടും നിൻ വഴിയെ പോവുക കാലം വെല്ലും വൻതിരയ ഉയരുക ഓഹോ താളം മോഹം തേടിപ്പായും മനസ്സിൽ നെഞ്ചിൽ കത്തും തീയോ നീ നാരോ അറിയാമോ നിഴൽ പോലെ നിന്നെ കാത്താരോ മുൻപേ പായും കിളിയായി വാനിൽ നെഞ്ചിൽ തൊട്ടും തീയായി നീ ആരോ ആരോ ഒരു തേങ്ങൽ പോൽ ആരു നീ പെണ്ണിൽ പൂക്കുന്ന നാളം പോലെ ആരു നീ താളം ആരു നീ പെണ്ണിൽ കത്തുന്ന നാളം പോലെ ആരു നീ താളം ഓ ഓ ജീവന്റെ താളം ഓ
താളം. താളമൊരു മോക്ഷം, താളമൊരു രോക്ഷം, താളമൊരു സാക്ഷി, താളമേ താളമൊരു യജ്ഞം, താളമൊരു ഭാവം, താളമൊരു രൂപം, താളമേ ശക്തിയെങ്ങും ലോകമെന്നും എങ്ങും സ്പന്ദങ്ങൾ തേടുന്ന എന്തെന്നോ ഏതെന്നോ അറിയാതെങ്ങെങ്ങോ ശക്തിയായി ബുദ്ധിയായി നെഞ്ചിൽ കത്തുന്ന പന്തം പോൽ എന്തെന്നോ ഏതെന്നോ അറിയാതെങ്ങെങ്ങോ നീനി സാസ നീനി സാസ നിസഗരി നീനി സാസ നിസ നിസ നി പമ പഗ നീനി സാസ നീനി സ നിസഗരി കാമാരി നീനി സാസ നിസഗരി നീനി സാസ നിസ നിസ നി പമ പഗ നീനി സാസ നീനി സ നിസഗരി കാമാരി. ഓ